ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വേറെ ലെവൽ ട്വിസ്റ്റുകളുള്ള ഒരു രക്ഷയില്ലാത്ത കിഡിലോസ്കി ഒരു തെലുഗു സീരീസ് ആണ്. ഞാൻ ഒരു കാര്യം ഉറപ്പുവരാണ്, 100% നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി തേടി പിടിച്ച ക്രൈം ഇൻവെസ്റ്റിഗേഷൻ കഥയാണിത്. ഈ ഒരു കഥയുടെ ചുരുക്കം എന്ന് വെച്ചാൽ, കഥയുടെ ആരംഭത്തിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. ആ ഒരു കേസ് ഏറ്റെടുക്കുന്നത് ACP ആയിട്ട് പുതുതായി ജോയിൻ ചെയ്ത നമ്മുടെ ഈ കഥയിലെ നായകൻ അർജുനാണ്. ആ ഒരു ആക്സിഡന്റിന്റെ പിന്നിലെ രഹസ്യം തേടി പോകുമ്പോൾ പിന്നീട് കുറേയധികം മർഡേഴ്സിലേക്കും വേറെ ലെവൽ പ്ലാനിങ്ങിലേക്കും ഒരു ലോഡ് ട്വിസ്റ്റുകളിലേക്കുമാണ് നമ്മുടെ നായകൻ ചെന്നെത്തുന്നത്. പതിയെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ തലയൊക്കെ പൊളിയുന്നോലാവും. അവസാനം നിങ്ങൾ തന്നെ പറയും, എന്റെ മോനെ വേറെ ലെവൽ തന്നെ. ഞാൻ തള്ളി മറിക്കുന്നതാണോ ഈ കഥയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ എത്ര റേറ്റിംഗ് ഈ കഥക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, എല്ലാ കൂട്ടുകാരും കമന്റ് ബോക്സിൽ എഴുതില്ലേ. അതുപോലെ ഈ കഥയിൽ ഒരു പാടുണ്ട്, കർമ്മ ഈസ് എ ബൂമറാങ്. അതായത് നീ ആരെയൊക്കെ ചതിച്ചിട്ടുണ്ടോ, ഉപദ്രവിച്ചിട്ടുണ്ടോ, അതിന്റെയൊക്കെ പണി കാലം നിനക്ക് തിരിച്ചു തരും. ഇനിയും അധികം പറഞ്ഞ് ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. ഇതിലും അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ എനിക്കൊരു മോട്ടിവേഷനായിട്ട് ഇപ്പൊ തന്നെ മറക്കാതെ എല്ലാ കൂട്ടുകാരും ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് തട്ടിവിട്ടേക്കണേ. മാക്സിമം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ഈ ഫുള്ള് സീരീസിന് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 10,000 ലൈക്കും 1000 കമന്റ് വരികയാണെങ്കിൽ അധികം വൈകാതെ ഇതിലും അടിപൊളി വേറെ ലെവലൊരു സീരീസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്തിക്കുന്നതായിരിക്കും. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ തുടങ്ങിയാലല്ലേ. ഈ കഥയുടെ ആരംഭത്തിൽ ഒരു ഹസ്ബൻഡിലെ തന്റെ ഭാര്യ പ്രസവവേദനയിൽ തുടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ആംബുലൻസിലെ വേഗത്തിലെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കാതെ ഒരു കാറ് വേഗത്തിൽ വന്നിട്ട് ആ ഒരു ആംബുലൻസുമായിട്ട് ആക്സിഡന്റ് ആവാണ്. അതില് ആ ഒരു പ്രഗ്നന്റ് ലേഡിയിലെ അവര് തെറിച്ച് റോഡിലേക്ക് വീണ് ജീവനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് അവരെ ഭാര്യ മടിയിൽ വെച്ച് എന്നെ രക്ഷിക്കുന്നു പറയുമ്പോൾ ഇവരുടെ വണ്ടിയെ ഇടിച്ചു തെറിപ്പിച്ച ആ ഒരു വണ്ടിക്ക് പ്രത്യേകിച്ച് ഒന്നും പറ്റിയിട്ടില്ല. ആ ഒരു ഡ്രൈവറില്ലേ ഇവരുടെ ദയനീയ അവസ്ഥ കണ്ടിട്ടും ഒന്ന് സഹായിക്കുകയും ചെയ്യാതെ കണ്ണു ചോരില്ലാതെ അവന്റെ വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോവാണ്. ആ ഒരു ഹസ്ബൻഡിന് ഗർഭിണിയായിരുന്ന തന്റെ ഭാര്യ രക്ഷിക്കാൻ പറ്റാതായപ്പോ അവരെയും ചേർത്ത് പിടിച്ച് നെഞ്ചുപൊട്ടി കരയാണ്. അടുത്ത സീനില് നമ്മുടെ ഈ കഥയിലെ നായകനായ പോലീസ് IPS അർജുൻ മൈൻഡ് ഒന്ന് കാമാക്കാന് ബീച്ചരിയിൽ വന്നിട്ട് എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മുൻപിലൂടെ ഒരു പോലീസ് ഓഫീസർ അമ്മയും അവരുടെ മകനും സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്നത്. അപ്പോഴാണ് കടലൊരു ശംഖ കുഞ്ഞ് കാണുന്നത്. വേഗം തന്നെ എടുത്ത് ചാടിയിട്ട് ആ ഒരു ശംഖ അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എന്റെ മകൻ, നീ ധൈര്യശാലിയാ, നിനക്ക് എപ്പോഴും ഈ ഒരു അമ്മയുടെ തുണയുണ്ടാവും. ലൈഫിൽ നിനക്ക് എവിടെ എത്തണമെങ്കിലും അമ്മ കൂട്ടുണ്ട്. അത് പറഞ്ഞു തീർന്നില്ല, ആ ഒരു പോലീസുകാരായ അമ്മയെ ആരോ ഒരാള് ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്താണ്. പെട്ടെന്ന് ആ ഒരു കാഴ്ചണ്ട് നമ്മുടെ നായകൻ അർജുൻ ഞെട്ടി എഴുന്നേൽക്കാണ്. അതായത് ഇപ്പോൾ അർജുൻ കണ്ടതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. എന്നാൽ വെറും സ്വപ്നമല്ല, അർജുന്റെ ലൈഫില് യഥാർത്ഥത്തിൽ സംഭവിച്ച അവന്റെ അമ്മ നഷ്ടപ്പെട്ട ഒരു ട്രാജഡി ആയിരുന്നു. അതായത് ആ ഒരു പോലീസുകാരി അമ്മ, അത് നമ്മുടെ അർജുന്റെ അമ്മയും ആ ഒരു ചെറിയ പയ്യൻ, അത് നമ്മുടെ അർജുനായിരുന്നു. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റപ്പോ കൺമുമ്പിലായിട്ട് എന്നും ഓർമ്മയ്ക്കായിട്ട് തന്റെ അമ്മയുടെ ഫോട്ടോയുണ്ട്. അമ്മയുടെ ആഗ്രഹമായിരുന്നു ഹീറോ ഒരു പോലീസുകാരാണെന്ന്. അങ്ങനെയാണ് കഷ്ടപ്പെട്ട് അവൻ IPS ഓഫീസറായി മാറുകയും ചെയ്തത്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ഒരു കപ്പിൾ ഫാമിലിയാണ് നമ്മൾ കാണുന്നത്. ഹസ്ബൻഡിന്റെ പേര് മൈക്കിള്, ഭാര്യയുടെ പേര് ജെസി. ജെസി ഇപ്പോൾ ഗർഭിണിയാണ്. അപ്പോൾ അവളുടെ റെഗുലർ ചെക്കപ്പിന് ടൈം ആയിട്ടുണ്ട്. മൈക്കിൾ ഒരു ചിത്രകാരനാണ്. ഓൾറെഡി ചെക്കിങ്ങിന് പോകാനായിട്ട് ഒരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് വരുന്നവരെ എന്തെങ്കിലും വരച്ചോണ്ടിരിക്കാലോ. അങ്ങനെ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ക്യാബ് ഡ്രൈവർ വിളിച്ചിട്ട് പറയുന്നത്, സാറേ എന്നോട് ക്ഷമിക്കണേ, ഞാൻ വന്നോണ്ടിരിക്കുമ്പോൾ എന്റെ കാറൊന്ന് ചെറുതായിട്ട് ആക്സിഡന്റിൽ പെട്ടു, അതുകൊണ്ട് എന്തായാലും വരാൻ പറ്റില്ല, വേറൊരു കാറ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ പോയില്ലേ, പിന്നെ എന്ത് ചെയ്യാനാ. അങ്ങനെ മൈക്കിൾ ഫോണും കട്ട് ചെയ്ത് വേറെ ക്യാബ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഭാര്യ ജെസി പറയുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ബൈക്കിൽ പോയി കളയാം. ഇല്ല ജെസി, ഈ പ്രഗ്നന്റ് ആയ ടൈമില് ബൈക്കിൽ പോകുന്നത് തീരെ സേഫ് അല്ല. നോക്കട്ടെ കൂട്ടുകാരതോ ആരെങ്കിലും വണ്ടി കിട്ടുമെന്ന്, വേഗത്തിൽ വരുന്ന വല്ല ക്യാബ് നോക്കാം. എന്നാൽ ജെസി, ഒരു കുഴപ്പമില്ല, നമുക്ക് മെല്ലെ പോയാൽ മതി, വെറുതെ ടൈം കളയണ്ട, ഓൾറെഡി ബുക്ക് ചെയ്തതല്ലേ. അങ്ങനെ മൈക്കിളിനെ കൂട്ടിയിട്ട് അവര് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രാഫിക് ജാമിൽ കുടുങ്ങിപ്പോവാണ്. എന്താ പ്രശ്നം നോക്കുമ്പോൾ കുറച്ചു നേരത്തെ മൈക്കിൾ വിളിപ്പിച്ച ആ ഒരു ക്യാബില്ലേ, അത് അവിടെ തന്നെയാണ് ആക്സിഡന്റിൽ പെട്ടതും അതിന്റെ പ്രശ്നം ഇതുവരെ സോൾവ് ആയിട്ടുമില്ല. അപ്പോൾ ആ ഒരു ട്രാഫിക് ജാമിലൂടെ എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ ബൈക്ക് തിരിച്ച് ഓൾറെഡി നിർത്തിവെച്ച വണ്ടിന്റെ ഇടയിൽ കൂടെയൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് അവിടുന്ന് വേറെ വഴി പോകാൻ നോക്കുമ്പോൾ പരിക്ക് പറ്റിയ ഏതോ ഒരാളെ നടുക്കിരുത്തിയിട്ട് മൊത്തത്തിൽ 3 ആളുകള് ബൈക്കില് അവരുടെ ഓപ്പോസിറ്റ് വരികയാണ്. ജസ്റ്റ് ഭാഗ്യത്തിന് ആക്സിഡന്റ് പെട്ടില്ല. കാലിപ്പില് ഹീറോ, എന്താടാ വൺവേയില്, തനിക്ക് കാണാൻ പറ്റില്ലേ, ഞങ്ങളുടെ നടുക്കൂരത്തിനിരിക്കുന്ന ആക്സിഡന്റ് പറ്റിയതാ. കൂടുതലൊന്നും പറയാതെ വണ്ടി മുമ്പോട്ട് എടുക്കുമ്പോൾ വീണ്ടും ഒരു ബൈക്കില്ലേ അവരുടെ മുമ്പിലേക്ക് ഇടിക്കാൻ വരികയാണ്. ജസ്റ്റ് മിസ്. ആ ഒരു ബൈക്ക് ഓടിക്കുന്നതിന്റെ തലയിൽ ഒരു വെള്ള ഹെൽമെറ്റ് ഉണ്ട്, പിന്നിലിരിക്കുന്നതിന്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്. ആ കാഴ്ച നമ്മൾ മൈക്കിൾ കാണുകയാണ്. 2 പ്രാവശ്യം ആക്സിഡന്റിൽ പെട്ടുപോകേണ്ടതാ. എന്നാൽ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതല്ലേ. ജെസ്സിയോട് കാലിപ്പിൽ പറയുന്നുണ്ട്, നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞതാ ക്യാബിൽ പോവാന്ന്.
ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേക്ക്. അങ്ങനെ അവര് ബൈക്കിൽ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ നേരെ പാരലായിട്ട് രണ്ട് ലവേഴ്സില്ലേ റൊമാൻറ്റിക് ആയിട്ട് ഹഗൊക്കെ ചെയ്തിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോവാണ്. ആ ഒരു കാഴ്ച കണ്ടപ്പോ മൈക്കിൾ ജെസ്സിയോട് നിനക്കത് കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കോളേജ് ലൈഫിൽ നമ്മളും ഇതുപോലെ ബൈക്കിൽ കുറെ സ്ഥലത്ത് പോയിട്ടില്ലേ? അത് പറഞ്ഞു തീർന്നില്ല. പെട്ടെന്ന് ആ ഒരു ലവേഴ്സ് ഇല്ലേ ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ അവരുടെ മുമ്പിലൂടെ വണ്ടി ക്രോസ് ചെയ്തിട്ട് പോവാണ്. ഇപ്രാവശ്യം ജസ്റ്റ് വലിയ അപകടത്തിന് രക്ഷപ്പെട്ടതല്ലേ? കാലിപ്പില് എവിടെ നോക്കിയിട്ടോ താനൊക്കെ വരുന്നേ? എന്നാലും മൈക്കിള് ജെസ്സി എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ട്. നമുക്ക് കുറച്ചേരം വണ്ടി നിർത്തിയിട്ട് പതിയെ പോയാലോ? അപ്പൊ ജെസ്സി ആയിക്കോട്ടെ, കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി നിർത്ത്. കാരണം ഇപ്പോ നമ്മുടെ ബേക്കില് കുറേയധികം വണ്ടികളുണ്ട്. അങ്ങനെ പതിയെ അവര് മുമ്പിലുണ്ടായിരുന്ന സിഗ്നലില് വണ്ടി നിർത്താണ്. കുറച്ച് കഴിഞ്ഞപ്പോ ആ ഒരു സിഗ്നല് ഗ്രീൻ ആയപ്പോ പതിയെ വണ്ടി മുമ്പോട്ട് എടുത്തപ്പോ ഒരു കാറില്ലേ നേരെ പാഞ്ഞു വന്നിട്ട് അവരുടെ വണ്ടി ഇടിച്ചു തെറിപ്പിക്കാണ്. ആ ഒരു വലിയ ആക്സിഡന്റില് ജെസ്സിക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ഓൾറെഡി അവളൊരു ഗർഭിണിയായിരുന്നില്ലേ? നെഞ്ചി പടഞ്ഞ് ഉടനെ തന്നെ വേഗം ഒരു ആംബുലൻസ് വിളിച്ച് തൊട്ടരികിലുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. എന്നാൽ തിയേറ്ററിലേക്ക് കയറ്റി കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്നത് ജെസ്സിയുടെ ബോധം വന്നിട്ടില്ല, എന്നാൽ കുഞ്ഞ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവളുടെ കണ്ടീഷനെ കുറിച്ച് ഒരു 24 മണിക്കൂറിന് ശേഷം എന്തെങ്കിലും പറയാൻ പറ്റൂ. നമ്മുടെ മൈക്കിളിന്റെ ഉള്ളു പൊട്ടിപ്പോകുന്നുണ്ട്. എന്തൊക്കെയാ സംഭവിക്കുന്നേ? എന്റെ ലൈഫിൽ മാത്രം എന്താ ഇങ്ങനെയൊക്കെ? അടുത്ത സീനില് നമ്മുടെ നായകൻ അർജുൻ IPS ട്രെയിനിങ് കഴിഞ്ഞിട്ട് പുതുതായിട്ട് ACP ആയിട്ട് ജോയിൻ ചെയ്യാൻ തന്റെ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ തന്റെ ഡ്രൈവറോട് കാഷ്വലായിട്ട് എന്തൊക്കെയുണ്ട് സംസാരം, വീട്ടില് ആരൊക്കെയുണ്ട്, മക്കളുടെ കാര്യം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു ഡ്രൈവർ പറയുന്നത് എനിക്ക് 2 മക്കളാ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു മക്കളിൽ ആരെങ്കിലും ഒരാളെ പോലീസ് ആക്കണമെന്ന്. അങ്ങനെ ആ സ്വപ്നം എന്റെ മോളാണ് എനിക്ക് നേടിത്തന്നെ. അവള് SI ആവാനുള്ള ട്രെയിനിങ്ങിന് പോയിരിക്കുക. അധികം വൈകാതെ എനിക്ക് അവളെ പോലീസ് സ്റ്റേഷനിൽ കാണാം. എന്റെ മോളുടെ പേര് വാണിയെന്ന. ആ ഒരു പേര് കേട്ടപ്പോ നമ്മുടെ അർജുന് എന്തോ ഒരു സങ്കടം പോലെ. അതായത് അർജുന്റെ അമ്മയുടെ പേരും വാണിയെന്നാണ്. അപ്പോ ഡ്രൈവർ സാറേ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, എന്റെ മോൾക്ക് ഞാൻ വാണിയെന്ന് എന്തുകൊണ്ടാ പേര് വെച്ചെന്നറിയോ? കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഹൈദരാബാദിൽ ജോലി ചെയ്തിരുന്നു. അവിടെ ഒരു പോലീസ് മേഡം ഉണ്ടായി. അവരുടെ പേര് വാണിയെന്ന. അവരുടേത് നല്ല ഇറക്കുള്ള മനസ്സാണ്. എന്നാൽ ജോലിയുടെ കാര്യം വരുമ്പോൾ നല്ല സ്ട്രിക്റ്റുമാണ്. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതിന് നല്ല ചീത്തയും കിട്ടും, ശിക്ഷയും കിട്ടും. ഇനിയിപ്പോ നല്ലത് ചെയ്താൽ ഒരു ഈഗോയും ഇല്ലാതെ നല്ല മനസ്സിറങ്ങി നമ്മൾ അഭിനന്ദിക്കുകയും ചെയ്യും. അത്രയും നല്ലവരായിരുന്ന ആ ഒരു മേഡത്തെ ആരോ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയായിരുന്നു. ആ ഒരു മേഡത്തിന്റെ ഓർമ്മയ്ക്കാണ് എന്റെ മകളും അതുപോലെ ഒരു പോലീസ് ഓഫീസറാൻ വേണ്ടിയിട്ട് വാണി എന്ന പേര് അവൾക്ക് ഞാൻ ഇട്ടെ. സാറ് ആ ഒരു മേഡത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പൊ അർജുൻ കേട്ടിട്ടുണ്ടോന്നോ? അവരാരാന്നറിയോ? എന്റെ അമ്മ തന്നെയാ. അങ്ങനെ പുതിയ സ്റ്റേഷനിലെത്താണ്. എല്ലാ പോലീസ് ഓഫീസേഴ്സും ബൊക്കയും വെൽക്കം എല്ലാം കൊടുത്ത് ഹീറോ ഇൻവൈറ്റ് ചെയ്യാണ്. അങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് ആ സ്റ്റേഷനിലുള്ള എല്ലാ ഓഫീസേഴ്സിനെ കുറിച്ചും ശരിക്കും ഒന്ന് അറിഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ആരൊക്കെയാണ് സത്യസന്ധരായിട്ടുള്ള ആളുകൾ, ആരൊക്കെയാണ് എന്തിനും തയ്യാറാവുന്ന ഓഫീസേഴ്സ്, അതുപോലെ കൈക്കൂലി വാങ്ങുന്നവരാരൊക്കെയാണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ കോൺസ്റ്റബിളിലെ ഹീറോയ്ക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഹീറോയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള അതേ സ്റ്റേഷനിലുള്ള SI ഇല്ലേ ടാസ്ക് ഫോഴ്സിന്റെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് ടാസ്ക് ഫോഴ്സിലെ ഇൻസ്പെക്ടർ ശേഖരനോട് കഥയുടെ ആരംഭത്തില് മൈക്കിളും ജെസ്സിയും പോയ ബൈക്ക് വേറൊരു കാറ് വന്ന് ഇടിച്ചു തെറിപ്പിച്ചിരുന്നില്ലേ? അപ്പോ ആ ഒരു ആക്സിഡന്റിനെ കുറിച്ച് അന്വേഷിക്കാനാണ് വന്നിട്ടുള്ളത്. ആ ഒരു വണ്ടി അതൊരു ക്യാബാണ്. അപ്പോ എന്തിനാ ഇപ്പോ ടാസ്ക് ഫോഴ്സ് ഓഫീസിൽ വന്നില്ലെന്ന് വെച്ചാല് അന്ന് ആക്സിഡന്റ് ചെയ്ത ആ ഒരു വണ്ടിയിലെ ഇവിടെയാണ് പിടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇൻസ്പെക്ടർ ശേഖർ സാറെ ആ ഒരു വണ്ടി അന്ന് ഡ്രൈവ് ചെയ്ത ഡ്രൈവറോട് ഒന്ന് സംസാരിക്കണല്ലോ, അന്ന് എങ്ങനെയാ ആക്സിഡന്റ് പറ്റിയെന്നൊക്കെ. അപ്പോ SI ശേഖർ പറയുന്നത് അന്ന് ആ ഒരു ക്യാബില് ബോംബ് വെച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഒരു രഹസ്യ കോള് വന്നിരുന്നു. അപ്പോ പബ്ലിക്കില് നിർത്തിയിട്ടിരുന്ന ആ ഒരു വണ്ടിയിലെ അവിടുന്ന് വേഗത്തിൽ എടുത്തു കൊണ്ടുപോയിട്ട് ആളുകളില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗത്തിൽ ഓടിച്ചു പോകുമ്പോഴാണ് ആ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. അന്ന് ആ ഒരു വണ്ടി ഓടിച്ചത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഡ്രൈവറാണ്. അല്ല എന്തിനാ ഇപ്പോ ആ ഒരു ആക്സിഡന്റിന് പിന്നിലെ വന്നിട്ടുള്ള? നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഇല്ലാന്നോ അല്ലെങ്കിൽ വണ്ടി കിട്ടിയിട്ടില്ലാന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ കേസ് തൽക്കാലത്തേക്കൊന്ന് മൂടി മറച്ചേക്ക്. എന്നാൽ സാറേ അത് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി FIR രജിസ്റ്റർ ചെയ്തു പോയി. അതിലാണെങ്കിൽ വണ്ടിയുടെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശേഖർ അല്ല നിങ്ങൾക്ക് FIR എഴുതിപ്പോയാലും അതെങ്ങനെയാ ക്ലോസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് എന്താ അറിയാത്ത പോലെ? നിനക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പിന്നെ നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സർവൈവ് ചെയ്യാൻ കുറച്ച് റിസ്ക് അല്ലേ? എന്നാൽ നമ്മുടെ ടാസ്ക് ഫോഴ്സിൽ അത്രയ്ക്ക് കഷ്ടപ്പാടൊന്നുമില്ല. കുറെ നാളായില്ലേ താനൊരു ട്രാൻസ്ഫർ ചോദിക്കുന്നത്. ഒരു 2-3 മാസത്തിന് ശേഷം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആളെ എടുക്കുന്നുണ്ട്. അപ്പോൾ നീ എന്നെ ഈ ഒരു കേസിൽ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാനും നിന്റെ പേര് സജസ്റ്റ് ചെയ്യാം. എന്താ ഓക്കെ അല്ലേ? അപ്പൊ SIയും സമ്മതം പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അതേ സമയത്ത് നമ്മുടെ മൈക്കിള് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ കേസിന്റെ കാര്യം എന്തായി? ആ വണ്ടി ആരോ ഓടിച്ചിരുന്നത് മനസ്സിലായോ? എന്നാൽ SI മൈക്കിളെ ഞാൻ ആ കേസ് ശരിക്കും അന്വേഷിച്ചതാ, കുറേ ദിവസം അതിന്റെ പിന്നാലെ. എന്നാൽ ഞാൻ അന്വേഷിച്ചിടത്തോളം അതൊരു പ്രതീക്ഷിക്കാതെ നടന്ന അപകടം മാത്ര. വെറുതെ ഇനിയും ആ കേസിന്റെ പിന്നാലെ പോകാതെ തൽക്കാലം ആ കേസ് ക്ലോസ് ചെയ്യും. നിനക്ക് എത്ര നഷ്ടപരിഹാരം വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാന്ന്. എന്നാലും മൈക്കിള് നിങ്ങൾ എന്ത് വാങ്ങിത്തരാന്ന്? കോമ്പൻസേഷനോ? ആ ആക്സിഡന്റില് എന്റെ നഷ്ടം എന്താണെന്നറിയോ? മാസങ്ങളോളം ഞാനും എന്റെ വൈഫും കാത്തിരുന്ന എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. എന്റെ കുഞ്ഞിനെ എനിക്ക് തരാൻ പറ്റുമോ? എന്നിട്ട് കോമ്പൻസേഷൻ ആണ് പോലും. എന്നാൽ SI എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇതൊക്കെ നിയമത്തിന്റെ വഴിയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുമോ? മൈക്കിളെ നിനക്കിപ്പോൾ ആകെ ഒരു വഴിയുള്ളൂ, ഈ ഒരു കേസ് ക്ലോസ് ചെയ്തിട്ട് കോമ്പൻസേഷൻ ആയിട്ട് പോവാ. അപ്പോൾ
മൈക്കിളിനൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇനിയും ഈ എസ്ഐയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ നമ്മുടെ മൈക്കിളിന് പരിചയമുള്ള ഒരു MLA ഉണ്ട്. MLA മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങേര് ചോദിക്കുന്നത്, ജെസ്സി അവളുടെ സിറ്റുവേഷൻ ഇപ്പം എന്താ? മെന്റലി അവളിപ്പോ ഓക്കെ അല്ലേ? പിന്നെ മൈക്കിളെ, നിന്റെ അപകട സമയത്ത് ഞാൻ വരാത്ത എന്താന്ന് നിനക്കിനോട് ദേഷ്യമൊന്നും വേണ്ട. കാരണം ആ ആക്സിഡന്റ് സംഭവിച്ച അതേ സമയത്താണ് എന്റെ മോളെ കാണാതാവുന്നത്. അവളെ തട്ടിക്കൊണ്ടുപോയതായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ടാണ് അവള് തിരിച്ചിട്ടിയെ. അപ്പൊ മൈക്കിള്, അത് കുഴപ്പമില്ല സാറേ, ഇപ്പൊ ജെസ്സി ഓക്കെയാ. അല്ല, നീ എന്തിനാ എന്നെ കാണാൻ വന്നേ? സാറേ, സാറിനറിയാലോ ഞാനും ജെസ്സിയും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാ ആ അപകടം നടന്നേ. അതിൽ എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയി. ജെസ്സി അവൾ എത്ര നാളാ വേദന തന്നെ. എന്നാൽ ആ ഒരു ആക്സിഡന്റിനെ കുറിച്ച് ശരിക്കൊന്ന് അന്വേഷിക്കാൻ സ്റ്റേഷനിൽ FIR കൊടുത്തിട്ടും അവര് ഹോണസ്റ്റ് ആയിട്ട് ആ കേസ് അന്വേഷിക്കുന്നില്ല. എങ്ങനെയെങ്കിലൊക്കെ വേഗം ആ കേസ് ക്ലോസ് ചെയ്യാനാ അവർ ട്രൈ ചെയ്യുന്നത്. സാറേ, സാറിന് പറ്റുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? എന്നോട് ഈ ചതി ചെയ്തവന് എന്തായാലും ശിക്ഷ കിട്ടിയേ മതിയോ? അപ്പൊ MLA, നീ ടെൻഷൻ അടിക്കണ്ട, ഞാനും നോക്കിയോട്ടെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന്. അങ്ങനെ അയാള് ആർക്കോ കോൾ ചെയ്യാണ്. അടുത്ത സീനില് പോലീസ് ഹെഡ് തന്നെ നമ്മുടെ ASI അർജുനെ വിളിച്ചിട്ട് മൈക്കിളിന്റെ ആക്സിഡന്റ് കേസ് അന്വേഷിക്കാൻ പറയാണ്. അതായത് നിങ്ങളുടെ സ്റ്റേഷനിലുള്ള SI ഓൾറെഡി ആ കേസ് അന്വേഷിച്ചതാ, എന്നാൽ അങ്ങനെ വേറെ ആർക്കോ ഫേവർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതായത് കേസ് വേഗം ക്ലോസ് ചെയ്യാനാണ് അയാൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതൊരു സാധാരണ ആക്സിഡന്റ് ആവാൻ സാധ്യതയില്ല. അതിന്റെ പിന്നില് എന്തോ രഹസ്യമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നീ വേണം കണ്ടുപിടിക്കാൻ. അങ്ങനെ അർജുനും ആ ഒരു കേസ് ഏറ്റെടുക്കാണ്. അടുത്ത സീനില് നമ്മൾ കാണുന്നത് ഒരു 3 ആളുകളെയാണ്. ഇവരാരാന്ന് വെച്ചാല് നമ്മുടെ മൈക്കിള് രാവിലെ ബൈക്കിൽ പോകുമ്പോ 3 ആളുകൾ ഓപ്പോസിറ്റ് വന്നില്ലേ, അതിലെ നടുക്ക് ഒരുത്തിന്റെ തലയിൽ മുറിവ് പറ്റിയിരുന്നില്ലേ, ആ 3 ആളുകൾ തന്നെയാണ്. ഇപ്പോ ഇവരെവിടെയാന്ന് വെച്ചാല് പോലീസിന് പിടികൊടുക്കാതെ രഹസ്യമായിട്ട് ഒളിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ആ ബൈക്കെന്ന് ഡ്രൈവ് ചെയ്ത ആ ഒരു മുടിയനില്ലേ, ഇവന്റെ പേര് ഭരത് എന്നാണ്. അപ്പോ അവൻ നിർമ്മല എന്ന ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ പോലീസ് അവന്റെ പിന്നാലെയുണ്ട്. അപ്പോ പിടികൊടുക്കാതിരിക്കാനാണ് അവൻ ഒളിച്ചിരിക്കുന്നത്. എന്നാൽ അവന്റെ കൂടെയുള്ള 2 കൂട്ടാളികളില്ലേ, അവരെന്തിനാ ഭയന്ന് ഒളിച്ചിരിക്കുന്നത്? അതിന്റെ പിന്നിലും ചില രഹസ്യങ്ങളുണ്ട്. എന്നാൽ അതെന്തൊക്കെയാണെന്ന് പതിയെ മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ നായകനായിട്ടുള്ള അർജുനും അർജുന്റെ അച്ഛനും ഇല്ലേ TV-യിൽ ഒരു ന്യൂസ് കാണുകയാണ്. അതായത് കുറച്ചു നേരത്തെ ഭരത് കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ നിർമ്മലയില്ലേ, അവളുടെ മർഡർ കേസാണ്. അതായത് ഏതോ കുറ്റവാളികള് വീട് തകർത്ത് ഉള്ളിൽ കയറിയിട്ട് അവൾ ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയിട്ട് പോയതാണ്. എന്നാൽ പോലീസിന് ഇതുവരെ ആ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അടുത്ത സീനില് ഓൾറെഡി മൈക്കിള് MLA-മായിട്ട് സംസാരിച്ചതല്ലേ, അപ്പോൾ കേസിന് എന്തെങ്കിലും നീക്കുപോക്കുണ്ടെന്ന് കരുതിയിട്ട് സ്റ്റേഷനിലേക്ക് വന്നിട്ട്, എന്തായി സാറേ കേസിന്റെ കാര്യം? ഓൾറെഡി മൈക്കിളെ നിന്നോട് പറഞ്ഞതല്ലേ, അതിന്റെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല, ആ കേസ് ക്ലോസ് ചെയ്തേക്ക്. അല്ല സാറേ, ശരിക്കും അന്വേഷിക്കാതെ കേസ് ക്ലോസ് ചെയ്യാൻ എന്തിനാ നിങ്ങളിങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത്? അപ്പോഴാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് നമ്മുടെ അർജുൻ സ്റ്റേഷനിലേക്ക് വരുന്നത്. അങ്ങനെ മൈക്കിളിനെ തന്റെ ക്യാബിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ മൈക്കിള് തനിക്ക് സംഭവിച്ച ട്രാജഡിയെ കുറിച്ച് പറയാണ്. അപ്പോഴാണ് അർജുന് മനസ്സിലാവുന്നത്, അതായത് തന്റെ ഹയർ ഓഫീസർ തനിക്ക് ഏൽപ്പിച്ച മൈക്കിളിന്റെ കേസിലെ മൈക്കിള് ഇവൻ തന്നെയാണ്. മൈക്കിളിന്റെ സംശയം എന്താണെന്ന് വെച്ചാല് അന്ന് മൈക്കിളിന് മുമ്പിൽ 2-3 ബൈക്ക് വന്നിരുന്നില്ലേ, അപ്പോൾ അവരൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവനെ ആക്സിഡന്റിൽ പെടുത്താൻ നോക്കിയിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടെന്ന് കരുതിയപ്പോഴാണ് അവസാനം അവന്റെ ഭാര്യയ്ക്ക് അപകടം സംഭവിക്കുന്നത്. അപ്പോൾ ആ ബൈക്കിൽ വന്ന ആളുകൾക്ക് ഈ ഒരു ആക്സിഡന്റുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അങ്ങനെ ഫസ്റ്റ് ബൈക്ക് കൊണ്ട് ആക്സിഡന്റ് ആക്കാൻ നോക്കിയ 3 ആളുകളുണ്ടായിരുന്നില്ലേ, അവരുടെ മുഖം നമ്മുടെ മൈക്കിളിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി മൈക്കിൾ ഒരു ഡ്രോയിങ് ആർട്ടിസ്റ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ ആ ബൈക്ക് ഓടിച്ച ആ ഒരു ഭരത്തിന്റെ മുഖം ശരിക്കും വരച്ചിട്ട് നമ്മുടെ അർജുനെ ഏൽപ്പിക്കുകയാണ്. എന്നാൽ രണ്ടാമതൊരു ബൈക്ക് വന്നില്ലേ, ആ ഒരു ബൈക്ക് ഓടിച്ച ആള് ഒരു വെള്ള ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നിലിരുന്ന ആ ഒരു താടി അവന്റെ മുഖം ശരിക്കും ഓർമ്മയുണ്ട്. അപ്പോൾ അവന്റെ ഫോട്ടോയും വരച്ചു കൊടുക്കാണ്. അവന്റെ കയ്യിലൊരു ഗണ്ണും നമ്മുടെ മൈക്കിൾ കണ്ടതല്ലേ. അങ്ങനെ അവസാനം 3ാമതാരെ ഫോളോ ചെയ്തെന്ന ആ ഒരു ലവേഴ്സിന്റെ ബൈക്കിലെ ആ ഒരു പയ്യന്റെ ഫോട്ടോയും മൈക്കിൾ വരച്ചിട്ടുണ്ട്. അങ്ങനെ അർജുൻ ആ ഓരോ ഫോട്ടോയും ചെക്ക് ചെയ്യുമ്പോൾ അതിലെ ആ താടിക്കാരന്റെ ഫോട്ടോ കണ്ടപ്പോൾ വല്ലാതെ ഷോക്കായി പോവാണ്. കാരണം ആ ഒരു വണ്ടി ഓടിച്ച വെള്ള ഹെൽമെറ്റ് വെച്ചിരുന്നത് അത് വേറെ ആരുമല്ല, നമ്മുടെ നായകനായ അർജുൻ തന്നെയായിരുന്നു. അതായത് അർജുൻ എന്തോ ഒരു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ഒരു താടി ഗണ്ണ് കാണിച്ച് ഭയപ്പെടുത്തിയിട്ട് അവനൊരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ് ആ ഒരു ബൈക്കിൽ കയറിയതാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ അവനുമായിട്ട് ബൈക്കിൽ പോകുമ്പോഴാണ് മൈക്കിളിന്റെ മുമ്പിൽ പെട്ടുപോകുന്നത്. അവിടെ നിന്ന് സ്കൂട്ടായിട്ട് കുറച്ച് ദൂരം എത്തിയപ്പോൾ ആ ഒരു താടിയെ എങ്ങനെയെങ്കിലും ചവിട്ടി താടിട്ടണല്ലോ. അങ്ങനെ ഒരു മണൽ കൂനയിലേക്ക് വണ്ടി ഇടിച്ചിട്ടിട്ട് ആ ഒരു താടി തെറിച്ചു വീണപ്പോൾ അവന്റെ ഗണ്ണും വീണ്ടുണ്ട്. അങ്ങനെ ഗണ്ണെടുത്ത് ലോക്ക് ചെയ്തിട്ട് അവനോട് നീ ആരാണെന്ന് ചോദിക്കുകയാണ്. ഇവിടെയാണ് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ അടുത്ത എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിലെ ഒരു ടെററിസ്റ്റ് ടീമിലെ കയ്യിൽ ഗണ്ണൊക്കെ വെച്ചിട്ട് എന്തോ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ടീമിന്റെ ഹെഡ് ഇവന്റെ പേര് ജസീൽ എന്നാണ്. അവൻ കൂട്ടാളികളോട് പറയുന്നുണ്ട്, നമ്മൾ വേഗം തന്നെ റെഡിയാവണം, കാരണം നമ്മുടെ പദ്ധതി വൈകിപ്പിക്കാതെ ചെയ്ത് തീർത്തേ മതിയാവും. അതേ സമയത്ത് നമ്മുടെ നായകൻ അർജുനിലെ ആ താടിക്കാരനെ ഗണ്ണ് കാണിച്ച് ലോക്ക് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഒരു റൂമിൽ കൊണ്ടുപോയി പൂട്ടിട്ടിട്ടുണ്ട്. അങ്ങനെ അർജുനും ടീമും ചേർന്നിട്ട് അവൻ എങ്ങനെയൊക്കെ ചോദ്യം ചെയ്തിട്ടും എന്തിനാ അവൻ ഈ നാട്ടിൽ വന്നേ, അവന്റെ കയ്യിൽ ഗണ്ണ് ഇവിടുന്ന് വന്നേ, അവൻ ആരാണ്, ഒന്നിനെ കുറിച്ചും അവൻ പറയുന്നുമില്ല, ആ വായ തുറക്കുന്നുമില്ല. അപ്പോൾ അർജുന്റെ കൊളീഗ് ഓഫീസർ പറയുന്നത്, നമ്മൾ എത്ര നാളാ ഇവനെ വീട്ടിലിരുത്തി ചോദ്യം ചെയ്യാം, നേരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടിട്ട്
കണക്കിന് കൊടുത്തെന്ന് ചോദിച്ചാലോ? എന്നാൽ അർജുൻ അതെന്റെ മൈൻഡിൽ പോയിട്ടല്ല. ഞാൻ സ്റ്റേഷനിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ആ സ്റ്റേഷനെ കുറിച്ച് ഞാനൊന്ന് പഠിച്ചിരുന്നു. അവിടെയുള്ള ഓഫീസേഴ്സിലെ പലരും നല്ല കൈക്കൂലിയാണ്. അപ്പോൾ എപ്പോഴാണ് ആരാണ് ഒറ്റയെന്ന് പറയാൻ പറ്റില്ല. ഇവൻ എത്രക്ക് മസിൽ പിടിച്ച് ഒരു വാക്ക് പോലും പറയാതിരിക്കണമെങ്കിൽ ഇവൻ സാധാരണ ഒരുത്തനല്ല. ഇവന്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യമുണ്ട്. അപ്പോൾ ആ ഒരു രഹസ്യം ഇവൻ പറയുന്നവരെ ഇവൻ ഇവിടെ തന്നെ കിടക്കട്ടെ. കുറെ പട്ടിണി കിടക്കുമ്പോൾ അവൻ തന്നെ എല്ലാ സത്യം പറഞ്ഞോളൂ. അങ്ങനെ അർജുൻ നേരെ സ്റ്റേഷനിൽ എത്തിയപ്പോഴും നമ്മുടെ മൈക്കിളിന്റെ കേസിനെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. ഓൾറെഡി മൈക്കിള് FIR കൊടുത്തപ്പോൾ ആ ഒരു FIRൽ അവരിടിച്ച കാറിന്റെ നമ്പർ 3646 ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വണ്ടിയുടെ നമ്പർ കണ്ടപ്പോഴാണ് അർജുന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. കുറച്ച് നാൾ മുൻപ് ഒരു ന്യൂസ് കണ്ടപ്പോൾ ആ ഒരു ന്യൂസിൽ ടാസ്ക് ഫോഴ്സ് ഒരു വണ്ടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു വണ്ടിയിൽ ബോംബ് വെച്ചിട്ട് സിറ്റിയുടെ മധ്യേ വലിയൊരു ബ്ലാസ്റ്റ് നടത്താനായിരുന്നു ആ ഡ്രൈവറുടെ പ്ലാന്. ആ വണ്ടി ഡ്രൈവ് ചെയ്ത മാണ്ടി എന്ന ഒരു തീവ്രവാദിയെ ആ ഒരു ഓപ്പറേഷന്റെ ഇടയിൽ അവർ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അർജുന് ഒരു സംശയം വരുന്നുണ്ട്. അല്ല, മൈക്കിളിന്റെ ആക്സിഡന്റും ആ ഒരു കേസും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടല്ലോ. ആ ഒരു കണക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് തന്റെ ബോർഡിൽ ചെറുതായിട്ടൊന്ന് ചാർട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇതുവരെ ആ കേസ് അന്വേഷിച്ചത് SI അല്ലേ. അപ്പോൾ അങ്ങേർക്ക് കോൾ ചെയ്തിട്ട് മൈക്കിളിന്റെ കേസ് എന്തായി? സാറേ, അതിൽ പ്രത്യേകിച്ച് ക്ലൂ ഒന്നും കിട്ടിയിട്ടില്ല. ആ ഒരു വണ്ടിയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. വെറുതെ പിന്നാലെ എത്ര നാളെ പോവാ, അതുകൊണ്ട് ആ കേസ് ക്ലോസ് ചെയ്യുന്നില്ലെന്നല്ലേ. അപ്പൊ അർജുൻ ആ ഒരു വണ്ടി എന്തായാലും ടാസ്ക് ഫോഴ്സിന്റെ കയ്യിൽ ഉണ്ടാവുക. കാരണം ഒരു ബോംബ് കേസിൽ അവരത് സീസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ടാസ്ക് ഫോഴ്സിലുള്ള എല്ലാ ഡ്രൈവേഴ്സിന്റെയും ഡീറ്റെയിൽസ് എനിക്ക് ഉടനെ തന്നെ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് അർജുൻ ഫോൺ കട്ടിയാണ്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ അർജുനല്ലേ നേരെ പോയിട്ട് അവന് പരിചയമുള്ള ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാണ്. ഇവന്റെ പേരാണ് ദേവ എവിടെ ജോലി ചെയ്യുന്ന വെച്ചാല് ഹോം മിനിസ്റ്ററിന്റെ ഓഫീസിലാണ്. അല്ല, ദേവയെ എന്തിനാ ഇപ്പോൾ അർജുൻ കാണുമെന്ന് വെച്ചാല് ടാസ്ക് ഫോഴ്സിന് അപകടങ്ങളെ കുറിച്ച് അതുപോലെ ബോംബിനെ കുറിച്ചൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുക ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അന്ന് ടാസ്ക് ഫോഴ്സിന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടോ അതോ ഫേക്ക് ആയിരുന്നോ അതൊന്ന് കൺഫേം ചെയ്യിക്കാനാണ്. അതായത് ഇതൊരു ഡ്രാമയാണോ എന്ന് നമ്മുടെ അർജുന് നല്ല സംശയമുണ്ട്. അതുമാത്രമല്ല, അന്ന് ആ ഒരു വണ്ടിയിൽ നിന്ന് ബോംബ് കിട്ടിയിരുന്നു. ആ ബോംബ് സെറ്റ് ചെയ്ത അതിന്റെ പിന്നിലെ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡീറ്റെയിൽസും കൂടി കളക്ട് ചെയ്തു തരാൻ ദേവയോട് റിക്വസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ദേവ ഓഫീസിലെത്തിയപ്പോൾ അർജുന്റെ സംശയങ്ങളൊക്കെ തീർക്കാൻ ആ ഫയൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അർജുനെ വിളിച്ചു പറയുന്നുണ്ട്, നീ സംശയിച്ച കാര്യം സത്യം തന്നെയാ. അതൊരു ഫേക്ക് ഓപ്പറേഷൻ ആയിരുന്നു. കാരണം ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ക്യാബില് ഒരു ബോംബുള്ള കാര്യം ആ ഒരു വണ്ടി ലോക്ക് ചെയ്യാനും ടാസ്ക് ഫോഴ്സിനല്ല ആർക്കും ഇവിടുന്ന് ഒരു ഓർഡറും പാസ് ചെയ്തിട്ടില്ല. അത് കേട്ടപ്പോൾ അർജുൻ ഷോക്കായി പോകുന്നുണ്ട്. അതായത് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരില് അവര് പോലും അറിയാതെ ഒരു ഓപ്പറേഷൻ ടാസ്ക് ഡിപ്പാർട്ട്മെന്റ് എന്തിനാ ചെയ്യുന്നത്? അത് മാത്രമല്ല, അത് മീഡിയയിലും വന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം മാഡി എന്ന ആ ഒരു തീവ്രവാദിയെ കൊലപ്പെടുത്തി കഴിഞ്ഞ ശേഷം അന്നത്തെ ഓപ്പറേഷന്റെ കേസ് ഫയലില് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ ചെയ്തതെന്നും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അർജുന് മനസ്സിലാവുന്നില്ല, ഇത്രക്ക് ധൈര്യത്തില് ഓപ്പൺ ആയിട്ട് ആരെങ്കിലും ഫേക്ക് ആയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യോ? ഇതിന്റെ പിന്നിലെ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടല്ലോ. അതേ സമയത്ത് നമ്മുടെ അർജുനിലെ ഓൾറെഡി മൈക്കിളിന്റെ ബൈക്ക് ആക്സിഡന്റ് ആയ ആ ഒരു ഏരിയയിലെ CCTV വിഷ്വൽസ് ഒക്കെ കളക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അസിസ്റ്റന്റ് കോൺസ്റ്റബിൾ കൊണ്ടു കൊടുക്കുമ്പോൾ ആ വിഷ്വൽസ് ചെക്ക് ചെയ്യാണ്. അപ്പോഴാണ് അന്ന് ആ ഒരു ക്യാബ് ഓടിച്ചത് ടാസ്ക് ഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഡ്രൈവർ ഒന്നുമല്ല, പരിചയമില്ലാത്ത വേറെ ഏതോ ഒരാളാണ്. പിന്നെ എന്തിനാ ടാസ്ക് ഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അവരുടെ ഡ്രൈവറാണ് ആ വണ്ടി ഓടിച്ചത്, അതും ഒരു ബോംബ് റെസ്ക്യൂ ഓപ്പറേഷൻ ഇടയ്ക്ക്? അങ്ങനെ കളവ് പറയേണ്ട ആവശ്യം എന്താ? അർജുന് ഒന്നും മനസ്സിലാവുന്നില്ല. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ടെററിസ്റ്റ് ടീമിന്റെ ഹെഡായിട്ടുള്ള ജസീലില്ലേ, അവൻ നമ്മുടെ ടാസ്ക് ഫോഴ്സ് ഇൻസ്പെക്ടറിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ അർജുനില്ലേ മറ്റൊരു ക്രൈം കേസ് അന്വേഷിക്കാനേ ആ ഒരു ക്രൈം സീലേക്ക് വന്നിരിക്കുകയാണ്. അല്ല, ഇതിപ്പോ എന്ത് കേസെന്ന് വെച്ചാല് ഏതോ ഒരു കൊലയാളിയില്ലേ ഒരാളെ കൊലപ്പെടുത്തിയിട്ട് 2 കഷ്ണാക്കിയിട്ട് 2 ഡ്രമ്മിലാക്കിയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ എവിഡൻസ് ചെക്ക് ചെയ്യുമ്പോഴാണ് ഒരു അസിസ്റ്റന്റ് ഓഫീസർ പറയുന്നത്, സാറേ, ഏകദേശം ഇതേ മെത്തേഡിലുള്ള ഒരു മർഡർ തൊട്ടടുത്ത ഒരു സിറ്റിയിൽ കുറച്ച് നാൾ മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നിൽ ഏതോ ഒരു സൈക്കോ ആണെന്നാണ്. കാരണം 2 കൊലപാതകവും ഏകദേശം ഒരേ മോഡലല്ലേ. അപ്പോൾ അർജുൻ നമുക്ക് നോക്കിക്കളയാം. എന്നിട്ട് അല്ല, ഈ ഒരു ബോഡി ആദ്യം ആരാ കണ്ടേ, ആരാ പോലീസിന് ഇൻഫോം ചെയ്തേ? അപ്പോഴാണ് ഒരു പയ്യൻ അങ്ങോട്ട് വരുന്നത്. അതായത് ഇവൻ ആരോന്ന് മനസ്സിലായോ? കഥയുടെ ആരംഭത്തില് മൈക്കിളിനെ ആക്സിഡന്റിൽ പെടുത്താൻ നോക്കിയ ലവേഴ്സിലെ ആ ഒരു പയ്യനാണ്. അപ്പൊ അർജുൻ, അല്ല, നിന്റെ ജോലി എന്താ? സാറേ, ഞാനൊരു എഴുത്തുകാരനാ. ആഹാ, നീ എഴുത്തുകാരനാ? എഴുതുന്നതിന് എന്തിനാടാ ഗണ്ണ്? അങ്ങനെ അവനൊരു വീഡിയോ വിഷ്വല് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇവന്റെ ലവറും അന്ന് ആ ബൈക്കിൽ ക്രോസ് ചെയ്ത് പോയിട്ട് കുറച്ച് ദൂരെ എത്തിയപ്പോൾ ആരും ഇവനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവൻ അവർക്ക് നേരെ ഗണ്ണ് കാണിച്ച് ഭയപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവനവന്റെ ഫ്ലാഷ് ബാക്ക് പറയാണ്. ഇവന്റെ പേര് മഹേഷ് എന്നാണ്. മഹേഷിന്റെ ലവറുടെ പേര് സുധ. സുധയുടെ അച്ഛൻ ആരെന്ന് വെച്ചാല് വലിയ പണക്കാരനും രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള MLA റെഡ്ഡിയാണ്. അതായത് മൈക്കിളിനെ കുറച്ചു മുമ്പ് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ ആ ഒരു MLA അങ്ങേര് തന്നെ. എന്നാൽ MLA കുറെ നാളായിട്ട് തന്റെ മകൾക്ക് ഒരു പണക്കാരനായ പയ്യനെ
കണ്ടുവെച്ചിട്ട് അവളെ ആ ഒരു കല്യാണത്തിന് ഫോഴ്സ് ചെയ്യായിരുന്നു. എന്നാൽ സുധ നേരെ വന്നിട്ട് ആ കാര്യം മഹേഷിനോട് പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യം അച്ഛനെ ധരിപ്പിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ എന്നെ അവനെ കൊണ്ട് കെട്ടിക്കും. അതിനുമുമ്പ് നീ ഒരു കാര്യം ചെയ്, വന്ന് അച്ഛനോട് നമ്മുടെ കാര്യം സംസാരിക്കേ. എന്നാൽ ഇവനൊരു പേടിത്തൊണ്ടനായതുകൊണ്ട് MLA ആയ നിന്റെ അച്ഛനോട് ഞാൻ സംസാരിക്കാനോ എനിക്കൊന്നും പറ്റില്ലേ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഓൾറെഡി ഞാൻ നമ്മുടെ രാംജി അങ്കിളിനോട് ഒരു ഹെൽപ്പ് ചോദിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നെ പല പ്രശ്നത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഐഡിയ അദ്ദേഹം തരാതിരിക്കില്ല. അങ്ങനെ അവൾ പറഞ്ഞ പോലെ തന്നെ രാംജി അങ്കിൾ അങ്ങോട്ട് വന്നിട്ട് എന്താ മോള് വിളിപ്പിച്ചേ. അങ്ങനെ സുധ തന്റെ പ്രണയത്തെക്കുറിച്ചും ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ചൊക്കെ അങ്ങോട്ട് പറയാണ്. അപ്പോൾ അങ്ങനെ ഒരു സജഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് പറയാൻ പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ കല്യാണം കഴിച്ചോ. മാരേജ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലീഗൽ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ആർക്കും ഒന്നും നിങ്ങൾ ചെയ്യാൻ പറ്റില്ല. സുധ നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ കല്യാണം നടത്തി തരാം. അപ്പോൾ അവർക്കതൊരു നല്ല തീരുമാനമായിട്ട് തോന്നിയിട്ട് അവരതിന് സമ്മതിക്കുകയാണ്. അപ്പോൾ മഹേഷിനോട് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നാളെ നമ്മൾ അമ്പലമില്ലേ, അമ്പലത്തിലേക്ക് നീ രാവിലെ വന്നാൽ മതി. ഇപ്പോൾ സുധ എന്റെ കൂടെ വരട്ടെ, നാളെ രാവിലെ ഇവളെയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ അടുത്ത ദിവസം രാവിലെ സുധയെ കൂട്ടിട്ട് ആ ഒരു അമ്പലത്തിലേക്ക് പോയതാണ്. എന്നാൽ അതിനുശേഷം രാംജി അങ്കിളും സുധയും എവിടെയാ പോയത്, രണ്ടാൾക്ക് എന്താ സംഭവിച്ചത് ഇതുവരെയായിട്ടും ഒരറിവുമില്ല. മഹേഷ് കുറെ നേരം കാത്തുനിന്നിട്ടും അവരെ കാണാതായപ്പോ അവന് പരിചയമുള്ള പല സ്ഥലത്തും അവരെ തേടി നോക്കുന്നുണ്ട്. അവളുടെ ഫോണിലേക്കും രാംജിയുടെ ഫോണിലേക്കും മാറി വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ രണ്ടും സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ രാംജിയുടെ വീട്ടിൽ പോയി നോക്കാന്ന് കരുതിയിട്ട് ആ ഒരു വീട്ടിൽ പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ ആ വീട്ടിന്റെ ഹൗസ് ഓണർ പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെ രാംജി എന്ന ഒരാളുടെ താമസിച്ചിട്ടേ ഇല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ആള് മാറിയതായിരിക്കും, ഞാൻ എന്നാ ഫോട്ടോ കാണിച്ചു തരട്ടെ. അങ്ങനെ അവർ ഒന്നിച്ചെടുത്ത് ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ ഓ ഇങ്ങേരാണോ, ഇങ്ങേരുടെ പേര് അതിന് രാംജി ഒന്നും അല്ലല്ലോ, ഇയാളുടെ പേര് മോഹൻ എന്നോ. ഇവിടെ മേലെ കാർത്തിക് എന്നൊരു പയ്യൻ താമസിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവന്റെ അങ്കിളാന്ന് പറഞ്ഞിട്ട് മോഹൻ അയാളെയും കൂട്ടിട്ട് വന്നു. എന്നാൽ കുറച്ച് ദിവസമായിട്ട് കാർത്തികിനെ കാണുന്നില്ല. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ രാംജി മോഹനില്ലേ, അയാൾ ഇന്ന് രാവിലെയാണ് വീട്ടിൽ നിന്ന് എങ്ങോട്ടാ പോയത് എന്ന് വല്ലതും പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല അവരുടെ വീട് എനിക്കൊന്ന് കാണാൻ പറ്റുമോ, ഒന്ന് ഓപ്പൺ ചെയ്ത് തരുമോ? എന്നാൽ ഹൗസ് ഓണർ നിങ്ങൾ എന്താ പറയുന്നേ, നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല. പെട്ടെന്നൊരു നിമിഷം വീട്ടിലേക്ക് കയറി വന്നിട്ട് ഇയാൾ അറിയോ അയാളുടെ വീടൊന്ന് തുറന്നിരുന്നൊക്കെ ചോദിച്ചാൽ അവരുടെ സമ്മതമില്ലാതെ അവരുടെ വീട് ഞാൻ എങ്ങനെ ഓപ്പൺ ചെയ്യാം? എന്നാൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഉറപ്പായപ്പോ മഹേഷില്ലേ അങ്ങരുടെ കയ്യിൽ നിന്ന് ചാവിയും തട്ടിപ്പറിച്ച് ആ വീടിന്റെ ഗേറ്റും ചാടിയിട്ട് ആ വീട് ഓപ്പൺ ചെയ്യാണ്. അങ്ങേര് പറഞ്ഞിട്ട് അവൻ കേൾക്കാതായപ്പോ പോലീസിനെ വിളിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ അങ്ങേരും പിന്നാലെ വരുമ്പോ മഹേഷില്ലേ അവൻ ആ വീട് മുഴുവനായിട്ട് ഒന്ന് ശരിക്ക് തേടി നോക്കുന്നുണ്ട്. ഈ വീട്ടിൽ എവിടെയെങ്കിലും ഇനി സുധയെ അങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും എവിഡൻസ് കിട്ടോ? എന്നാൽ പ്രത്യേകിച്ച് ഒരു ക്ലൂവും കിട്ടുന്നില്ല. അപ്പോഴാണ് ആ വീട്ടില് 2 ഡ്രം മൂടി വെച്ച കാണുന്നേ. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ അതില് 2 ആളുകളെ കൊലപ്പെടുത്തിയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ അലറി വിളിക്കാണ്. അതിനുശേഷമാണ് ഓൾറെഡി നമ്മുടെ ഹൗസ് ഓണർ പോലീസിനെ വിളിച്ചിരുന്നില്ലേ, പിന്നെ ഈ ഒരു മർഡർ കേസ് പറഞ്ഞിട്ടാണ് പോലീസ് ടീം ആ ഒരു വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അന്വേഷണം തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ച് ക്ലൂ ഒന്നും കിട്ടാതായപ്പോ എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് ഒതുക്കാൻ വേണ്ടിയിട്ട് മഹേഷ് തന്നെയാണ് കുറ്റവാളിയെന്ന് പോലീസ് സ്ഥിരീകരിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പോലീസ് ഡിസ്കസ് ചെയ്യുന്ന കേട്ടപ്പോൾ മഹേഷിന് ഉറപ്പായിട്ടുണ്ട് ഇനിയും 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ പണി പാളും. അങ്ങനെ ജീവനും കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് ഓടി തള്ളിയതാണ്. അങ്ങനെ പോലീസിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ട ശേഷം തന്റെ ലവർ സുധയ്ക്ക് അവൾക്ക് എന്താ പറ്റുമെന്നറിയാതെ ആ ഒരു നാട് മുഴുവനായിട്ട് അവളെ തേടി അലയുന്നുണ്ട്. അങ്ങനെ അവസാനം ആ ഒരു നാട്ടിന്റെ അതിർത്തി ഭാഗത്തായിട്ട് നമ്മുടെ രാംജിയുടെ കാറും കണ്ടെത്താണ്. എന്നാൽ കാറിന്റെ ഉള്ളിൽ ആരുമില്ല. അവര് എവിടെയാ പോയിട്ടുണ്ടാവുക എന്ന് തെളിയിക്കുന്ന ഒന്നുമില്ല. എന്നാൽ അപ്പോഴാണ് കാറിൽ ഇഞ്ചക്ഷനും മരുന്നൊക്കെ കാണുന്നേ. അത് കണ്ടപ്പോ ഇനി സുധയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണെങ്കിലോ. അങ്ങനെ ആ ഒരു ഏരിയയിലുള്ള എല്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് അവൻ തേടി നോക്കാണ്. അങ്ങനെ അവസാനം ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവന്റെ ലവർ സുധയെ അവൻ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അവൾക്ക് ഇപ്പൊ ബോധമില്ല. എന്നാൽ അവിടെ ഒരു ഗണ്ണുണ്ട്. ആ ഒരു ഗണ്ണ് എടുത്തിട്ട് സുധ നമ്മളെ കരുതി പോലെ രാംജി അത്ര നല്ലൊരുത്തനൊന്നുമല്ല, അവന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു, 2 ആളുകളെയാണ് അയാള് കൊലപ്പെടുത്തി ഒരു ഡ്രമ്മിലിട്ടിട്ടുള്ളത്, നീ എങ്ങനെയാ രക്ഷപ്പെട്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവളെ കൂട്ടിട്ട് അവിടുന്ന് വേഗം രക്ഷപ്പെട്ടു പോവാണ്. എന്നാൽ അവരുടെ ബൈക്ക് പോവാവുന്നത് കുറച്ചകലെ ഒരു ആംബുലൻസിൽ വെയിറ്റ് ചെയ്തിരുന്ന രാംജി കണ്ടിട്ടുണ്ട്. അങ്ങനെ അവരുടെ പിന്നാലെ അവരെ പിടിക്കാനായിട്ട് അയാളും പാഞ്ഞു വരികയാണ്. അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പാഞ്ഞു പോകുന്നതിനിടയിലാണ് ആ ഒരു സിഗ്നൽ പോലും ശ്രദ്ധിക്കാതെ നമ്മുടെ ജെസ്സിയും കൊണ്ട് മൈക്കിള് ബൈക്കിൽ പോയില്ലേ, അപ്പോൾ അവരെ ഇടിക്കുന്ന പോലെ ബൈക്ക് ക്രോസ് ചെയ്തിട്ട് അവൻ പോയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ മൈക്കിളിനെ ഉപദ്രവിക്കണമെന്ന് അവൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ചു മുമ്പ് എത്തിയപ്പോ പോലീസ് കണ്ടിട്ട് ഭയന്നു പോയതാണ്. ഓൾറെഡി ആ ഒരു ഡ്രമ്മിൽ കണ്ട ബോഡിയുടെ കൊലക്കേസിൽ ഇവനെ കൊടുക്കാൻ പോലീസ് ട്രൈ ചെയ്യല്ലേ. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് രാംജി വരെ പിന്നാലെ വന്നപ്പോ അയാളെ ഭീഷണിപ്പെടുത്താനാണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് പോയിന്റ് ചെയ്തിട്ട് അയാളെ സ്റ്റോപ്പ് ചെയ്ത് നേരെ പോലീസിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു ഗണ്ണും സറണ്ടർ ചെയ്തതാണ്. അങ്ങനെ മഹേഷ് അവന് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ അർജുനോട് ഓപ്പൺ ആയിട്ട് പറയാണ്. എന്നാൽ അർജുന്റെ തല പുകയുന്നുണ്ട്. ഒരു സാധാരണ ആക്സിഡന്റ്, ഇതിന്റെ പിന്നിൽ ചെറിയ വല്ല റിവെഞ്ച് ഉണ്ടെന്ന് കാര്യം നോക്കുമ്പോ ഈ ഒരു കേസ് ഇതിപ്പോ എങ്ങോട്ടേക്കാ പോകുന്നേ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അതിനിടയിൽ ഒരു സൈക്കോയും, അതായത് രാംജി. അല്ല ഇവൻ പറഞ്ഞു നോക്കുമ്പോ ആ ഒരു വീട്ടില് കാർത്തിക് എന്നൊരു പയ്യനുണ്ടായിരുന്നില്ലേ, അവിടെ കിട്ടിയ 2 ഡ്രമ്മില് ഒരു ബോഡി ഇനിയിപ്പോ കാർത്തികിന്റെ ആയിരിക്കോ,
അപ്പോൾ മറ്റേ ബോഡി ആരതാ? അതുമാത്രമല്ല രാംജി എന്തിനാ സുധയെ മഹേഷുമായിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവളെ തട്ടിക്കൊണ്ടുപോയത്? പിന്നെ അവൾ എങ്ങനെയായിരിക്കും രക്ഷപ്പെട്ടിട്ടുണ്ടാവുക? അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ടെററിസ്റ്റ് ടീമില്ലേ അതിന്റെ ഹെഡ് ജസീല് ഒരു കൂട്ടാളി വിളിക്കുകയാണ്. ഇവന്റെ പേര് ഇമ്രാൻ. എന്നിട്ട് ഇമ്രാന് ആ ഒരു ടാസ്ക് ഫോഴ്സ് ഇൻസ്പെക്ടറില്ലേ അയാളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് നിന്റെ ഏട്ടന്റെ കൊലപാതകത്തിന് പിന്നിലെ ആരാണെന്ന് നീ കുറെ നാളായിട്ട് ചോദിക്കുന്നില്ലേ? അത് വേറെ ആരുമല്ല, ഈ ഒരു ഇൻസ്പെക്ടറാണ്. അതായത് ടാസ്ക് ഫോഴ്സ് ടീം ഒരു കാറ് കസ്റ്റഡിയിലെടുത്തിട്ട് അതിൽ ബോംബുണ്ടെന്ന് ചെക്ക് ചെയ്തിരുന്നില്ലേ? അതിനിടയിൽ തീവ്രവാദി മാണ്ടിയെ കൊലപ്പെടുത്തിയില്ലേ? ആ മാണ്ടി വേറെ ആരുമല്ല, ഇമ്രാന്റെ ഏട്ടൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ജസീലില്ലേ ഇമ്രാനെയും തന്റെ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് നിന്റെ ജ്യേഷ്ഠനെ കൊലപ്പെടുത്തിയ ഈ ഒരു ഇൻസ്പെക്ടറെ വെറുതെ വിടരുത്, ഇയാളെ കൊന്നു കളഞ്ഞേക്ക്. ഇവിടെയാണ് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിച്ചത് ആ ഒരു ടാസ്ക് ഫോഴ്സ് ഇൻസ്പെക്ടർ കൊല്ലാനായിട്ട് ഇമ്രാൻ അയക്കുന്നത് കാണിച്ചോണ്ടല്ലേ. അങ്ങനെ അടുത്ത എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങില് ചില മുഖംമൂടി അണിഞ്ഞ ആളുകൾ ചേർന്നിട്ട് ആ ഒരു ടാസ്ക് ഫോഴ്സ് ഇൻസ്പെക്ടറെ തട്ടിക്കൊണ്ടു പോവാണ്. അടുത്ത സീനില് ഒരു പോലീസുകാരൻ, ഇങ്ങേരുടെ പേര് വിനോദ് എന്നാണ്, അങ്ങേര് ആ ഒരു താടി ഭാരത്ത് നിർമ്മല എന്നൊരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ? അപ്പോ ആ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് നിർമ്മലയുടെ വീട്ടിലേക്ക് പോലീസുകാരൻ വിനോദ് വന്നിരിക്കുകയാണ്. അങ്ങനെ നിർമ്മലയുടെ അച്ഛനോട് ആ ഒരു കേസിന്റെ FIR ഒക്കെ എഴുതിയിട്ട് അതിൽ സൈൻ ചെയ്യാൻ പറയുമ്പോൾ നിർമ്മലയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ നിങ്ങൾക്ക് ഉറപ്പാണോ എന്റെ മോളെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നത് ആ ഭരത് തന്നെയാണ്? അപ്പൊ വിനോദ്, അല്ല നിങ്ങളെന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? അത് എന്നോട് എന്റെ മകൾ മരണപ്പെട്ടപ്പോ നിങ്ങൾ ചോദിച്ചില്ലേ, ആ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലല്ലോ നിങ്ങൾ ഇതിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു അച്ഛൻ തന്റെ മകൾക്ക് എന്തായിരുന്നു ശരിക്കും സംഭവിച്ചെന്നുള്ള ഫ്ലാഷ് ബാക്ക് പറയാണ്. അവള് മരിക്കുന്നതിന് മുൻപ് നിർമ്മലയും അച്ഛനും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖംമൂടി അണിഞ്ഞ് 4-5 ആളുകള് ആ വീട്ടിലേക്ക് കയറിയാണ്. വന്ന ഉടൻ തന്നെ അവര് നിർമ്മലയെ വലിച്ചിഴച്ചിട്ട് അവളുടെ അച്ഛനെ വല്ലാതെ ഉപദ്രവിച്ചിട്ട് അതിലൊരാള് നിർമ്മലയെ കത്തിവെച്ച് കുത്തി കൊലപ്പെടുത്തി. ആ വീട്ടില് അവളുടെ റൂമിലുണ്ടായിരുന്ന എന്തൊക്കെയോ എവിഡൻസ്, ലാപ്ടോപ്പും ഡയറികളും അങ്ങനെ എന്തൊക്കെയോ എടുത്തിട്ട് അവര് പോയതാണ്. അവര് മുഖംമൂടി അണിഞ്ഞ് വന്നൊരു ടീമായിരുന്നില്ലേ? എന്നാൽ നിങ്ങൾ ഈ കേസ് സ്റ്റേറ്റ്മെന്റിൽ എഴുതിയിട്ടുള്ളത് മൊത്തം വേറെന്തൊക്കെയാണല്ലോ. ഇതിലെങ്ങനെയാ ഭരത് എന്നൊരു പയ്യൻ വന്നേ? അപ്പോൾ വിനോദ് ചോദിക്കുന്നുണ്ട്, അല്ല അന്ന് കേസ് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ഈ ഒരു പോലീസുകാരാണ് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് SI ലോകേഷ് എന്ന ഒരു പോലീസുകാരന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ അച്ഛനും പറയുന്നുണ്ട്, അതെ ഇങ്ങനെ തന്നെ വന്നേ. അങ്ങേരോട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടും അങ്ങേർക്ക് ഒരു വിശ്വാസമാവാത്ത പോലെ ഉണ്ടായിരുന്നു. എന്നിട്ടും വീട്ടിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് തേടി നോക്കിയിട്ട് അവസാനം അയാൾ പോയതാണ്. ഇപ്പൊ നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റിൽ ഒരു ബന്ധുവില്ലാത്ത ഭരത് എന്ന ഏതോ ഒരു പയ്യന്റെ പേര് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ വിനോദിന് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, അതായത് ആ ഒരു SI കേസ് അട്ടിമറിക്കാൻ നോക്കുകയാണ്. നിർമ്മലയുടെ അച്ഛനോട്, അല്ല നിങ്ങൾ അന്ന് വന്ന ആ കൊലയാളികളിൽ ആരെങ്കിലും ഫേസ് കണ്ടിരുന്നോ? അത് സാറേ ആരുടെയും ഫേസ് കണ്ടില്ല, എല്ലാവരും മുഖംമൂടി വെച്ചിരുന്നല്ലോ. എന്നാൽ എനിക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അതായത് അതിൽ ഒരാളില്ലേ അവന്റെ കൂടെയുള്ള ആരും ഒരാളെ കിട്ടുമെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചിട്ട് വിനോദ് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനില് ഭരത്തിന്റെ ഫ്രണ്ടും അവരിപ്പോൾ ഒളിവിലല്ലേ. അപ്പോൾ ആരുടെ മുമ്പിലും പിടി കൊടുക്കാതെ രാത്രി സമയപ്പോൾ അവര് ഭക്ഷണം വാങ്ങാൻ ടൗണിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഭരത്തിന്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. ഭരത് ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. കുറെ വർഷമായിട്ടുള്ള അവന്റെ പരിശ്രമത്തിന്റെ അവസാനമായിട്ട് അവന് വിദേശത്തേക്ക് UK പോയിട്ട് ഹയർ സ്റ്റഡീസ് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. എന്നാൽ അവന്റെ കൂടെ ക്ലാസ് പഠിക്കുന്ന വേറൊരു പയ്യനാണെങ്കിൽ അവനോട് നല്ല ജലസാണ്. അപ്പോൾ അവൻ പറഞ്ഞു പരത്താണ്, ഭരത്തും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ HOD സാറും ഒരേ കാസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങേരുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അവനെ അവസരം കിട്ടിയതെന്ന്. അങ്ങനെ ജാതി പറഞ്ഞിട്ട് അപമാനിക്കാൻ തുടങ്ങിയപ്പോൾ ഭരത്തിന് അത് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവന്റെ ഫ്രണ്ടിനെ എടുത്തിട്ട് ഭരത് പഞ്ഞു കിടുകയാണ്. അപ്പോഴാണ് HOD ക്ലാസ്സിലേക്ക് വരുന്നത്. അല്ല ഭരത്, നീ എന്താ ചെയ്യുന്നേ? തൽക്കാലം നീ പുറത്തിറങ്ങിപ്പോ. അങ്ങനെ അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതാണ്. അങ്ങനെ ആ ഒരു പ്രശ്നമൊക്കെ അവിടെ അവസാനിച്ചു. അതിനുശേഷം വീണ്ടും അവനവന്റെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഭരത്തിന് ഒരു ബാഡ് ആയിട്ടുള്ള ഹാബിറ്റ് ഉണ്ട്. അവൻ വല്ലാതെ സിഗരറ്റ് വലിക്കും, ഒരു ചെയിൻ സ്മോക്കറായി തുടങ്ങിയിട്ടുണ്ട്. അവന് തന്നെ ആ കാര്യം മനസ്സിലായപ്പോൾ പതിയെ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് അവന് നിക്കോട്ടിനുള്ള ചൂയിങ്കം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ആ ചൂയിങ്കം എല്ലാം കാലിയായപ്പോൾ ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് കുറച്ചധികം ചൂയിങ്കം വാങ്ങിയിട്ട് പേ ചെയ്ത് നോക്കുമ്പോൾ ആ കടയിലെ സെയിൽസ്മാൻ പറയുന്നുണ്ട്, ആ ഒരു ചൂയിങ്കത്തിന്റെ ഒക്കെ ഡേറ്റ് കഴിഞ്ഞതാ, എക്സ്പയർ ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ വന്ന ഫ്രഷ് പുതിയ പാക്കറ്റ് ഉണ്ട്, അത് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവന് ആ ഒരു നിക്കോട്ടിൻ ചൂയിങ്കത്തിന്റെ പാക്കറ്റ് മാറ്റി കൊടുക്കാണ്. എന്നാൽ അതിൽ ആ സെയിൽസ്മാനില്ലേ എന്തോ തരം ഡ്രഗ്സ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഭരത് പതിയെ ആ ചൂയിങ്കം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അറിയാതെ ആ ചൂയിങ്കത്തിന് അഡിക്റ്റായി മാറാണ്. അതായത് അവന്റെ ശരീരത്തിലേക്ക് ഡ്രഗ്സ് അല്ല കയറുന്നത്. അങ്ങനെ കയ്യിലുള്ള പൈസ മുഴുവൻ അതിന് സ്പെൻഡ് ചെയ്യാണ്. അവസാനം പൈസ തികയാതെ ആവുമ്പോൾ റോട്ടിലൂടെ പോകുന്ന പെൺകുട്ടികളുടെ ചെയിന് വരെ സ്നാച്ച് ചെയ്യാൻ തുടങ്ങാണ്. ആദ്യമൊന്നും പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടതാണ്. എന്നാൽ ഒരു ദിവസം ഇതുപോലെ ഒരു ലേഡിയുടെ ചെയിന് പറിക്കാൻ നോക്കിയപ്പോൾ നാട്ടുകാർ അവനെ പിടിച്ച് പോലീസിന് കൊടുത്തപ്പോൾ പോലീസ് എടുത്ത് പഞ്ഞു കിട്ടിട്ട് സ്റ്റേഷനിൽ അടച്ചതാണ്. അതിനുശേഷം നമ്മുടെ HOD ആണ് ഭരത്തിനെ ജാമ്യത്തിലെടുക്കുന്നത്. എന്നാൽ അവൻ പതിയെ ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ട് മാറിയിട്ട് വീണ്ടും പണത്തിന് വേണ്ടിയിട്ടാണ് അവന്റെ കൂട്ടുകാരെയും കൂട്ടിയിട്ട് മുഖംമൂടി ധരിച്ച് നിർമ്മലയുടെ വീട്ടിൽ കയറുന്നതും അതിനിടയിൽ തടുക്കാൻ ശ്രമിച്ച നിർമ്മലയും കൊലപ്പെടുത്തിയിട്ട് ആ വീട്ടിൽ നിന്ന് പല സാധനങ്ങളും കവർച്ച ചെയ്തിട്ട് പോയതെന്നാണ്
പോലീസ് ആ ഒരു FIR സമ്മറിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇവനെ പിടിക്കാനായിട്ട് ഇവനെ തേടി അലയുന്നത്. എന്നാൽ ഭരത്താണ് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചതെന്ന് അവന്റെ പേരിൽ കേസുണ്ട്. എന്നാൽ അവന്റെ ഫ്രണ്ടും അതുപോലെ തന്നെ ആ ഒരു HOD ഇല്ലേ, അങ്ങേരും എന്തിനാ ഇവന്റെ കൂടെ തന്നെ ചുറ്റുന്നത്? അതിന്റെ പിന്നിലും ചില രഹസ്യങ്ങളുണ്ട്. അത് പതിയെ പതിയെ നമുക്ക് മനസ്സിലാവും. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ ഇല്ലേ, ആ ഒരു സൈക്കോ രാംജി അവന്റെ വീട്ടിലെ 2 ആളുകളെ കൊലപ്പെടുത്തിയിട്ട് ഡ്രമ്മിലിട്ടിട്ട് പോയിട്ടില്ലേ, അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തും ക്രൈം നടന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു 2 കേസിന്റെയും ഫോറൻസിക് റിപ്പോർട്ടും അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാ എവിഡൻസും ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അർജുൻ ഒരു കാര്യം ഉറപ്പാവുന്നുണ്ട്. അതായത് രണ്ടും ചെയ്തത് ഒരേ ആള് തന്നെയാണ്. ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിയ എവിഡൻസ് ഒക്കെ വെച്ചിട്ട് കൊലയാളിക്കൊരു 50-55 വയസ്സുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഫോറൻസിക് ഓഫീസർ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സൈക്കോ 2ാമത് കൊലപാതകം ചെയ്ത ആ ഒരു ക്രൈംസിലേക്ക് നമ്മുടെ അർജുൻ പോയിട്ട് ചെക്ക് ചെയ്യാണ്. എന്തെങ്കിലും എവിഡൻസ് ഫോറൻസിക് ടീം മിസ് ചെയ്തിട്ടുണ്ടെങ്കിലോ. അങ്ങനെ ആ ഒരു ഏരിയയിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് അർജുന് ഒരു കാര്യം കണക്ട് ആവുന്നത്. അതായത് ലവർ കപ്പിളിലെ നമ്മുടെ മഹേഷ് ഇല്ലേ, അവന്റെ ലവർ സുധ, അതായത് MLAയുടെ മകള്, അവളുടെ വീട് ഇപ്പോൾ ഈ മർഡർ നടന്ന വീട്ടിൽ നിന്ന് ഒരു 4-5 വീട് അപ്പുറയാണ്. അപ്പോൾ അർജുനില്ലേ ഉടനെ തന്നെ മഹേഷിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്, നിന്റെ ലവർ സുധയില്ലേ അവളെ ഒന്ന് വിളിച്ചിട്ട് അവളോട് കോൺഫറൻസ് കോളിൽ നിന്ന് വരാൻ പറ. അങ്ങനെ അവൾ കോൺഫറൻസ് കോളിൽ വരുമ്പോൾ നീ ഒരു കാര്യം ചെയ്, നിന്റെ വീടിന്റെ നേരെ മുകളിലേക്ക് വാ. അങ്ങനെ അർജുനും ഇല്ലേ ഇപ്പൊ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വരുമ്പോൾ സുധയുള്ളത് ആ വീടിന്റെ 2 വീട് അപ്പുറയാണ്. അതായത് ഈ വീട്ടിൽ നിന്ന് നോക്കിയാൽ ആ വീട് കാണാം, അവിടെ നോക്കി ഇവിടെയും കാണാം. എന്നാൽ അർജുനെ ഇപ്പോ നല്ലൊരു സംശയമുണ്ട്. അതെന്താന്ന് വെച്ചാല് ആ ഒരു രാംജിയില്ലേ അവനൊരു 2 ആളെ കൊലപ്പെടുത്തി ഡ്രമ്മിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ വീട്ടിലും കൊലപാതകം നടത്തിയിട്ടുണ്ട്. പിന്നെ അവൻ എന്തിനായിരിക്കും സുധയെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവുക? എന്നാൽ അർജുൻ ഒരു കാര്യം ഉറപ്പാണ്. അതായത് അവന്റെ ഉള്ളിൽ വേറെ എന്തോ ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ സുധയെ നോട്ടിടാൻ വേണ്ടിയിട്ടാണ് ഈ വീട്ടിൽ കയറിയതും അവിടെ ഇട്ടായിരുന്ന ആളെ കൊലപ്പെടുത്തിയിട്ട് സുധയുമായിട്ട് നല്ലൊരു പരിചയം സ്ഥാപിച്ച് അവസാനം തക്കം കെട്ടിയപ്പോൾ അവളെ തട്ടിക്കൊണ്ടു പോയതായിരിക്കാം. അങ്ങനെ നേരെ സുധയുടെ അതായത് നമ്മുടെ MLA റെഡ്ഡിയോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ കൂട്ടാളികളോട് ഒന്ന് പുറത്തു നിൽക്കാൻ പറയോ? അപ്പോൾ MLA ഇല്ലേ അങ്ങേരുടെ കൂട്ടാളി ഒരു കിട്ടു എന്നൊരുത്തനുണ്ട്, അവനോട് പറയുന്നുണ്ട്, കിട്ടു നീ ഇവരെല്ലാരും കൂട്ടിട്ട് ഒന്ന് പുറത്തു വെക്ക്. എന്നിട്ട് നമ്മുടെ ഹീറോ ഇല്ലേ രാംജിയുടെ ഫോട്ടോ MLA കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇയാളുമായിട്ട് എന്തെങ്കിലും ബന്ധം നിങ്ങൾക്കുണ്ടോ? എന്നാൽ MLA ഇവൻ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല, ഒരു ബന്ധവുമില്ല. ഇവൻ അത്ര നല്ലൊരുത്തനല്ല, ഒരു സൈക്കോന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങളുടെ അടുത്ത് ഇവൻ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ മകളെ കാണാതായില്ലേ, അതിന്റെ പിന്നിലും ഇവൻ തന്നെയാണ്. അപ്പോൾ അവളോടുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ പറ. അങ്ങനെ നമ്മുടെ ഹീറോ അർജുനില്ലേ നേരെ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഒരു കോൺസ്റ്റബിളിനെ വിളിച്ച് പറയുന്നുണ്ട്, നമ്മുടെ SI ലോകേഷില്ലേ അങ്ങേർക്കും MLAയ്ക്കും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ഒന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. അങ്ങനെ ഇതുവരെ കണ്ടുപിടിച്ച എല്ലാ കാര്യവും കേസിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അർജുൻ ഒരു കാര്യം കത്തുന്നുണ്ട്. അതായത് ഇതുവരെ ആ ടാസ്ക് ഫോഴ്സിലെ ഡ്രൈവറെ വിളിപ്പിച്ചിട്ട് അയാൾ വന്നിട്ടില്ലല്ലോ. അന്ന് ആ ഒരു കാറ് വേറെ ഏതോ ഒരാളല്ലേ ഡ്രൈവ് ചെയ്ത് പോയത്. അപ്പോൾ ടാസ്ക് ഫോഴ്സിലെ ഡ്രൈവറെ വിളിപ്പിക്കാനായിട്ട് ഒരു പോലീസുകാരൻ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ആ ഒരു പോലീസുകാരൻ വന്നിട്ട് പറയുന്നുണ്ട്, സാറേ ആ ഒരു ഡ്രൈവർ കഴിഞ്ഞ രാത്രി അയാളുടെ വീട്ടിൽ വെച്ചിട്ട് കിച്ചണിലെ ഗ്യാസ് സിലിണ്ടർ ബ്ലാസ്റ്റ് ആയിട്ട് വലിയ ഇഞ്ചുറി സംഭവിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അയാളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഇന്നലെ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ അർജുനൊന്നും മനസ്സിലാവുന്നില്ല. അല്ല താനിത് എന്താ പറയുന്നത്? അയാളും മരണപ്പെട്ടുവെന്നോ? ഈ കേസ് വല്ലാതെ തല ചുറ്റിക്കാണല്ലോ. അങ്ങനെ നേരെ ടാസ്ക് ഫോഴ്സ് ഓഫീസ് പോയിട്ട് അവിടുത്തെ ഒരു അസിസ്റ്റന്റിനോട്, നിങ്ങളുടെ ഇൻസ്പെക്ടർ എവിടെ? അദ്ദേഹത്തെ 2 ദിവസമായിട്ട് കാണാനില്ല, ഓഫീസിലേക്ക് വരാറില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വിളിച്ചു നോക്കിയിട്ടും അങ്ങേരുടെ ഫോണും റിംഗ് ആവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അങ്ങേരുടെ ഭാര്യ വന്നിട്ട് അങ്ങേരെ കാണാണ്ടായിട്ട് 2 ദിവസമായി എങ്ങനെയും കണ്ടുപിടിച്ചു കൊടുക്കാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് പോയത്. അപ്പോൾ അങ്ങേരെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല അങ്ങേരെയും കാണുന്നില്ലെന്നോ? ആഹാ. അപ്പോൾ നമ്മുടെ അർജുനില്ലേ എന്തായിരിക്കും ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവാന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് ഒരു അസംഷൻ ഉണ്ടാക്കുകയാണ്. അതായത് ആ വണ്ടി ആക്സിഡന്റ് ആയപ്പോൾ അന്വേഷിച്ചപ്പോൾ ടാസ്ക് ഫോഴ്സിലെ ഓഫീസേഴ്സ് പറഞ്ഞത് അവിടുത്തെ ഡ്രൈവറെ ഡ്രൈവ് ചെയ്തെന്നല്ലേ. എന്നാൽ CCTV ചെക്ക് ചെയ്തപ്പോൾ ആ വണ്ടി വേറെ ഏതോ ഒരാളാണ് ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ ഡ്രൈവറെ ചോദ്യം ചെയ്യാൻ നോക്കുമ്പോൾ അയാൾ മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇൻസ്പെക്ടറോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കുമ്പോൾ അയാൾ 2 ദിവസമായിട്ട് കാണാനുമില്ല. ഇനിയിപ്പോൾ ആകെ മുമ്പിലുള്ളൊരു വഴി എന്താണെന്ന് വെച്ചാൽ അന്ന് ആ കാർ ഓടിച്ചു പോയ ഒരു വ്യക്തിയുടെ ഫേസ് CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടില്ലേ, അപ്പോൾ അവൻ ആരാണെന്ന് കണ്ടെത്തുക. ഇനിയിപ്പോൾ അവനൊരു ടെററിസ്റ്റ് ആയിട്ടായിരിക്കുമോ? ആ ടെററിസ്റ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ടാസ്ക് ഫോഴ്സ് ഇൻസ്പെക്ടർ ട്രൈ ചെയ്യുന്നുണ്ടാവുക? അങ്ങനെ നമ്മുടെ അർജുന്റെ എല്ലാ സംശയങ്ങളും ഹയർ ഓഫീസറോട് പറഞ്ഞിട്ട് ടാസ്ക് ഫോഴ്സിലെ ഇൻസ്പെക്ടർ ശേഖരെ അങ്ങേരെ എനിക്കൊന്ന് ചോദ്യം ചെയ്യണം, എന്നാൽ ഈ സംശയങ്ങൾക്കൊക്കെ മറുപടി കിട്ടും. എന്നാൽ ഹയർ ഓഫീസർ ആണെങ്കിൽ അതിനിപ്പോൾ ശേഖരനെ കാണാതായിട്ട് 2 ദിവസമായിരുന്നു നീ തന്നെയല്ലേ പറയുന്നത്. ഇനിയിപ്പോൾ അയാളെ തേടി പിടിച്ച് ചോദ്യം ചെയ്യണമെങ്കിൽ പോലും ഇപ്പോൾ നീ പറഞ്ഞ സംശയത്തിന് സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും എവിഡൻസ് നീ കൊണ്ടുവന്നാലേ എനിക്ക് അപ്രൂവ് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഹീറോ അങ്ങനെയാണെങ്കിൽ ഞാൻ വ്യക്തമായിട്ടുള്ള
എവിഡൻസോടെ തിരിച്ചു വരാം. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ടാസ്ക് ഫോഴ്സ് ഇൻസ്പെക്ടർ ശേഖറില്ലേ അങ്ങനെ ആരോ തട്ടിക്കൊണ്ടുപോയിട്ട് വല്ലാതെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ട് മര്യാദക്ക് നീ സത്യങ്ങൾ പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്റെ ജീവൻ നഷ്ടാവും. എന്നാൽ ശേഖർ എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ കൂടുതലൊന്നും പറയാതെ ആ ഒരു അജ്ഞാതനില്ലേ ശേഖറിന്റെ നെഞ്ചില് ബുള്ളറ്റ് ഇറക്കിയിട്ട് ഇവന്റെ ബോഡി എടുത്ത് ആളുകൾ കാണുന്ന രീതിയിൽ തെരുവിൽ കൊണ്ട് ഇട്ടേക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ അർജുനെ വാർത്ത കിട്ടിയിട്ടുണ്ട്. അതായത് ഇൻസ്പെക്ടർ ശേഖറിനെ പൊതുമധ്യത്തില് കൊലപ്പെടുത്തിയിട്ട് ആരോ ബോഡി നിക്ഷേപിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഹീറോ അസസിനോട് അല്ല എങ്ങനെ ഇത് സംഭവിച്ചേ, എങ്ങനെയാന്ന് അറിയില്ല സാറേ, എന്നാൽ വളരെ മൃഗീയമായിട്ട് ഉപദ്രവിച്ചിട്ട് അയാളുടെ ഹാർട്ടിന് നേരെ കണ്ടുവെച്ച് വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നാണ് എന്തായാലും കൊലയാളി ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആരാ കൊലപ്പെടുത്തിയേ, എന്തിനാ കൊലപ്പെടുത്തിയത് ഒന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. അതേ സമയത്ത് നമ്മുടെ അർജുനിലെ ഓൾറെഡി കൂടെ ജോലി ചെയ്യുന്ന SI പവൻ അങ്ങേര് നാട്ടിലേക്ക് തന്റെ അനിയന് സുഖലാന്ന് പറഞ്ഞ് പോയതാണ്. അതുമാത്രല്ല മൈക്കിളിന്റെ കേസ് ആദ്യം അന്വേഷിച്ചിരുന്നത് അങ്ങേരായിരുന്നില്ലേ. ഇനിയിപ്പോ അനിയന് സുഖമില്ല എന്ന് പറഞ്ഞത് വെറും തള്ളാണെങ്കിലോ. അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് പവനോട് ചോദിക്കുന്നുണ്ട് അനിയന് ഇപ്പൊ എങ്ങനെയുണ്ട്. സാറേ ഇപ്പോ കുഴപ്പമില്ല, ഓക്കെയാണ്. എന്നാല് ശരിക്കും റിക്കവർ ആവാന് ഒരാഴ്ച കൂടി വേണ്ടി വരും. അപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അർജുൻ അങ്ങനെയാണോ. അല്ല പവന് നിന്റെ സുഖമില്ലാത്ത അനിയൻ ഇവൻ തന്നെയല്ലേ. അങ്ങനെ അയാൾക്ക് വീഡിയോ കോളിലൂടെ സ്വന്തം അനിയനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ ശരിക്കും ഷോക്കായി പോകുന്നുണ്ട്. മറുത്തൊന്നും പറയാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞ പവനെ നീ എന്തിനാ നോണ പറഞ്ഞ് ലീവ് എടുത്തേ. അത് സാറേ ആ ഒരു ടാസ്ക് ഫോഴ്സിലെ ഇൻസ്പെക്ടർ ശേഖർ സാറ് ലീവ് എടുക്കാൻ പറഞ്ഞിട്ടാ ഞാൻ ലീവ് എടുത്തേ. അപ്പൊ അർജുൻ അയാള് പറഞ്ഞത് നീ കേൾക്കേണ്ട എന്താവശ്യ, അയാള് നിനക്കെന്താ പൈസ തരാന്ന് പറഞ്ഞോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും. അപ്പൊ അവൻ സാറേ പൈസ ഒന്നും വാങ്ങിയതല്ല, എന്നാല് എനിക്ക് ടാസ്ക് ഫോഴ്സിലേക്ക് ഒരു ട്രാൻസ്ഫർ തരാന്ന് പറഞ്ഞിരുന്നു. കുറെ വർഷമായിട്ട് എന്റെ ആഗ്രഹമാണ്, ഞാൻ പലപ്പോഴും അങ്ങനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങേര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തത്. അപ്പൊ അർജുൻ സത്യം പറ, അങ്ങേരുടെ മരണമായിട്ട് നിനക്ക് ബന്ധമൊന്നുമില്ല. ഇല്ല സാറേ ഞാനും ഇന്നലെ അറിയുന്നേ. ശരിക്ക് സാറ് വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചോ. എന്നോട് ക്ഷമിച്ചേക്ക്. ഒരു ക്ഷമയുമില്ല. അടുത്ത 3 മാസം നീ ഇല്ലാത്ത അനിയനെ നോക്കിയിട്ട് വീട്ടിൽ തന്നെ ഇരുന്നു. സസ്പെൻഷൻ ഓർഡർ പിന്നാലെ വരുന്നുണ്ട്. അതേ സമയത്ത് അടുത്ത സീനില് നമ്മുടെ മൈക്കിളിലെ ഭാര്യ ജെസ്സിയുടെ ട്രീറ്റ്മെന്റിനായിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാണ്. അങ്ങനെ അവളുടെ തലയിൽ ഒരു സർജറി നടക്കാണ്. അതായത് കുറെ നാളായിട്ട് അവള് കോമയിലായിരുന്നില്ലേ. അങ്ങനെ സർജറി കഴിഞ്ഞപ്പോ അവള് കണ്ണു തുറന്നിട്ടിട്ട് മൈക്കിളിന് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവളുടെ കൈ പിടിച്ചിട്ട് എത്ര നാളെ കാത്തിരിക്കുക നീ ഒന്ന് കണ്ണു തുറക്കാന്. എന്നാല് മൈക്കിൾ ഹോൾഡ് ചെയ്ത അവളുടെ കൈ അവള് തട്ടിക്കളയാണ്. അതായത് അവൾക്ക് മൈക്കിളിനെ പരിചയമില്ലാത്ത പോലെ ബിഹേവ് ചെയ്യുമ്പോ അവൻ ജെസ്സി നിനക്ക് നോർമയില്ലേ, ഒരു റിയാക്ഷൻ വരുന്നില്ല. ഒന്നും മനസ്സിലാവാതെ നേരെ ഡോക്ടറെ കാണാൻ വന്നിട്ട് അല്ല ഡോക്ടറെ ജെസ്സിക്ക് എന്താ പറ്റിയ, അവൾക്ക് എന്നെ പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. അത് ജെസ്സിക്ക് ഇപ്പോ സർജറി നടന്നിട്ടുള്ളത് തലയിലല്ലേ. ആ ആക്സിഡന്റില് അവളുടെ തലയ്ക്ക് നല്ല പരിക്ക് പറ്റിയതായിരുന്നില്ലേ. അങ്ങനെ തലയിൽ സർജറി നടത്തി കഴിഞ്ഞാല് പഴയ കാര്യങ്ങൾ മറന്നു പോവാന് ചെറിയ ചാൻസ് ഉണ്ട്. അപ്പോ അങ്ങനെയാണ് അവള് പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവുക. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അവളുടെ കൂടെ തന്നെ ഇരിക്കുക, നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. പഴയ ഫോട്ടോസോ പഴയ വിഷ്വൽസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളെ കാണിക്കുക. അങ്ങനെ പതിയെ അവളുടെ ഓർമ്മയിലുള്ള നിങ്ങളുടെ പാസിനെ അവളെ കൊണ്ട് തിരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് പഴയ ജെസ്സിയെ തിരിച്ചു കിട്ടുള്ളൂ. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഒരു ടാക്സി ഡ്രൈവറാണ്. ഇങ്ങേര് ആരാന്ന് മനസ്സിലായോ. കഥയുടെ ആരംഭത്തില് ഒരു ആംബുലൻസിൽ ഗർഭിണിയെ തന്റെ ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ട് ഭാര്യ മരണപ്പെട്ടില്ലേ, അതേ ടാക്സി ഡ്രൈവർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുടെ ഭാര്യ മരിച്ചിട്ട് ആ ഒരു ട്രാജഡി നടന്നിട്ട് ഇപ്പൊ 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. തന്റെ ഭാര്യ ഇല്ലാത്ത ആ ഒരു നാട്ടില് നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നാട് മാറിയിട്ട് ഈ ഒരു നാട്ടില് ഇത്രയും നാളും ടാക്സി ഓടിക്കായിരുന്നു. എന്നാൽ ഭാര്യയുടെ ഓർമ്മകൾ വീണ്ടും ഹോണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതായിട്ട് ഞാൻ പണ്ടെന്നെ നാട്ടിൽ ചെയ്ത ആംബുലൻസ് ഡ്രൈവറായിട്ട് തന്നെ ജോലി ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഓണറുടെ കയ്യില് വണ്ടിയുടെ ചാവിയും ബുക്കും പേപ്പറും കൊടുത്തിട്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അതേ സമയത്ത് സ്റ്റേഷനില് നമ്മുടെ ഹീറോ ആ ഒരു സൈക്കോ രാംജിയെ പിടിക്കാനായിട്ട് ഒരു പോലീസ് ടീമിനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടീമിനെ ലീഡ് ചെയ്യുന്ന ഓഫീസർ പറയുന്നത് സാറേ നമ്മള് രാംജിയുടെ പിന്നാലെ തന്നെയുണ്ട്, അയാളെ 2 റെയിൽവേ സ്റ്റേഷനിൽ കണ്ട ദൃക്സാക്ഷികളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിലെ CCTV വിഷ്വൽ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയായിരുന്നു. രാംജി ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. എന്നാൽ അയാൾ എവിടെയാ സ്റ്റേ ചെയ്യുന്നത് മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഹീറോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, രാംജിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഇയാളുടെ ബോഡി കളക്ട് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിന് പേര് കൊടുത്തിട്ട് അങ്ങോട്ട് വരാനും പറഞ്ഞ് ഒരു പോസ്റ്ററോ നോട്ടീസ് അടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പിലും ടൗണിലും അങ്ങനെ എല്ലാ സ്ഥലത്തും ഒട്ടിക്കുക. അങ്ങനെയാകുമ്പോൾ ഉറപ്പായിട്ടും ഈ രാംജിക്ക് ഏതെങ്കിലും ഫാമിലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിരിക്കും. അങ്ങനെ ഒരു കിടിലൻ ഐഡിയ കൊടുക്കുകയാണ്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ അർജുനില്ലേ മൈക്കിളും ഭാര്യയും ട്രാവൽ ചെയ്ത ബൈക്ക് ഒരു കാർ ഇടിച്ചു തെറിപ്പിച്ചിരുന്നില്ലേ, ആ ഒരു ആക്സിഡന്റ് കഴിഞ്ഞ ശേഷം
ശേഷം ആ കാറ് കുറച്ചു ദൂരെ പോയിട്ട് ഒരു 30 സെക്കൻഡ് അവിടെ നിർത്തിയിട്ട് ഒന്ന് സ്ലോ ചെയ്ത് എന്തോ ചെക്ക് ചെയ്തിട്ടാണ് ആ കാറ് അവിടെ നിന്ന് എടുത്തിട്ട് പോയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ 30 സെക്കൻഡ് അവിടെ എന്തോ നടന്നിട്ടുണ്ടല്ലോ. കാരണം 30 സെക്കൻഡ് അവനോട് കാറ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അവൻ മനഃപൂർവ്വം നടത്തിയ ആക്സിഡന്റ് ആയിരിക്കോ? അങ്ങനെ മറ്റൊരു ആംഗിളിലുള്ള വേറെ ക്യാമറ വിഷ്വൽസ് ചെക്ക് ചെയ്യുമ്പോഴാണ് ഏതോ ഒരാള് ആ ഒരു ടാക്സി ഡ്രൈവറോട് എന്തോ പറഞ്ഞിട്ട് പോകുന്നവര് കാണുന്നത്. അപ്പോ അവനെ കണ്ടപ്പോ നമ്മുടെ അർജുനില്ലേ, അക്ബറെ ഇത് നീയാണോ? അതായത് ഈ അക്ബർ ആരാന്ന് വെച്ചാല് നമ്മുടെ അർജുനില്ലേ IPS എക്സാം ഒക്കെ എഴുതി പാസ്സായ ശേഷം ഒരു സ്റ്റേഷനില് ട്രെയിനിങ്ങിനായിട്ട് ആദ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്റ്റേഷന് എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, പോലീസിന്റെ ഡ്യൂട്ടി എങ്ങനെയൊക്കെയാണ്, അങ്ങനെ കുറച്ചു നാള് ഒരു സ്റ്റേഷനിൽ ട്രെയിനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്റ്റേഷനിലെ SI ആയിരുന്നു ഇപ്പോ നമ്മുടെ അർജുൻ കണ്ട അക്ബർ. ഈ ഒരു അക്ബറിന്റെ ക്യാരക്ടർ എന്താന്ന് വെച്ചാല് പൈസക്ക് വേണ്ടിയിട്ട് അങ്ങേര് എന്തും ചെയ്യും. എന്നാൽ ട്രെയിനിങ് ടൈമിൽ തന്നെ അർജുൻ ഈ കാര്യങ്ങളെ കണ്ടിട്ട് എത്ര പറഞ്ഞിട്ടും അക്ബറിന് മാറ്റൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഒരിക്കൽ കൈക്കൂലി വാങ്ങുന്ന സമയത്ത് വിജിലൻസിനെ കൊണ്ട് നൈസായിട്ട് അവനെ പിടിപ്പിച്ചതാണ്. അങ്ങനെ കുറച്ചുനാള് സസ്പെൻഷനിലായിരുന്നു. അതിനുശേഷം അക്ബർ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തോ ഇല്ലയോന്നും അറിയില്ല. അപ്പോൾ ആ ഒരു ആക്സിഡന്റുമായിട്ട് അക്ബറിന് എന്തായിരിക്കും ബന്ധം? അങ്ങനെ നമ്മുടെ അർജുനില്ലേ തന്റെ ഹയർ ഓഫീസറെയും അതുപോലെ ടീമിനെ മീറ്റ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ കൺവേ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സിറ്റിയിൽ ഒരു ടെററിസ്റ്റ് ടീം വിലസുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടീം എന്തോ ഒരു വലിയ പ്ലാൻ നടത്താനുള്ള പദ്ധതിയിലാണ്. അതിന് നമ്മുടെ പോലീസ് SI ആയിട്ടുള്ള അക്ബറും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങനെ ആ ഒരു CCTV വിഷ്വല് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് അക്ബറിനെ ശരിക്കൊന്ന് ചോദ്യം ചെയ്യണം, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു വാറണ്ട് വേണമായിരുന്നു. അപ്പോൾ ഹയർ ഓഫീസേഴ്സ് അക്ബറിനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് ഇഷ്യൂ ചെയ്യാണ്. എന്നാൽ അതേ ടീമിലുള്ള ഏതൊരാളില്ലേ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൾറെഡി അക്ബറിനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ക്യാമറയിൽ എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അക്ബർ മനസ്സിലായിട്ടുണ്ട് അർജുന് തന്റെ മേലെ നല്ല സംശയമുണ്ട്, തന്റെ പിന്നാലെ വരാൻ പോവാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ മൈക്കിളിനെ ജെസ്സി മറന്നുപോയിട്ടില്ലേ. അപ്പോൾ അവൾക്ക് ആ ഒരു ഓർമ്മ തിരിച്ചിട്ടാണ് അവളുടെ അരികിലിരുന്ന് അവര് പ്രണയിച്ചത് എങ്ങനെയായിരുന്നു, അവര് ഒന്നിച്ചത് എങ്ങനെയായിരുന്നു, അവരുടെ ലൈഫിലെ സന്തോഷ മുമ്പുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജെസ്സിക്കില്ലേ ഫിക്സ് വരികയാണ്. അങ്ങനെ ഡോക്ടേഴ്സും നഴ്സെല്ലാം ഓടി വന്നിട്ട് അവളെ ഉടനെ ചെക്ക് ചെയ്യാണ്. അടുത്ത സീനില് നമ്മുടെ അർജുനിലെ അക്ബർ അവൻ എവിടെയുള്ളതെന്നുള്ള ആ ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്റെ ടീമുമായിട്ട് അക്ബർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഗണ്ണ് വെച്ച് ലോക്ക് ചെയ്തിട്ട് ഇത്രക്ക് പെട്ടെന്ന് അക്ബറെ നീ എന്റെ മുമ്പ് പെടുന്ന ഞാൻ കരുതിയില്ല. അപ്പൊ അക്ബർ നീ എന്താ പറയുന്നേ, ഞാൻ നിന്റെ അടുത്ത് കുടുങ്ങിന്നോ? കുടുങ്ങിയത് ഞാനല്ല, നീ എന്റെ മുമ്പില്. അങ്ങനെ അക്ബർ മാസ് ഡയലോഗ് അടിക്കുമ്പോ ഇത്രയും നേരം നമ്മുടെ അർജുന്റെ ടീമായിട്ട് കൂടെ വന്ന പോലീസ് ഓഫീസേഴ്സ് ഇല്ലേ അവര് അവന്റെ നേരെ ഗണ്ണ് പോയിന്റ് ചെയ്യാണ്. എന്നിട്ട് മോനെ അർജുനെ നീ കുറച്ചേരം സമാധാനത്തിലിരിക്കേ. എന്നാല് അർജുൻ ഒന്നും മനസ്സിലാവുന്നില്ല, എന്തൊക്കെയാടാ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോഴാണ് അക്ബറിന്റെ പിന്നിലെ ആ ഒരു കാറ് ഡ്രൈവ് ചെയ്തു പോയില്ലേ അവനെ കാണുന്നത്. ഇവിടെയാണ് ഈ സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗ് സീനില് നമ്മുടെ അർജുന്റെ കല്യാണക്കാര്യം തീരുമാനിക്കാനായിട്ട് അർജുന്റെ അച്ഛനില്ലേ ഓൾറെഡി നമ്മുടെ അർജുന് ഒരു ലവർ ഉണ്ട്. അവളുടെ പേര് ശ്രേയ എന്നാണ്. അത് മാത്രല്ല ശ്രേയ ഒരു ഡിസ്ട്രിക്ട് കളക്ടറാണ്. ശ്രേയയുടെ ഫാമിലിയിലെ അർജുന്റെ വീട്ടിലേക്ക് വന്നിട്ട് കല്യാണക്കാരൻ സംസാരിക്കുമ്പോ കുറെ നേരം കഴിഞ്ഞിട്ടും അർജുൻ വരുന്ന കാണുന്നില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോണ് പോകുന്നില്ല. അങ്ങനെ അവരെല്ലാരും കൂടി സ്റ്റേഷനിൽ പോയിട്ട് അർജുനെ അന്വേഷിച്ച് നോക്കുമ്പോ കഴിഞ്ഞ രാത്രി മുതൽ അർജുൻ എന്താ പറ്റിയതെന്നറിയില്ല, ഫോണ് വിളിച്ചിട്ട് കണക്റ്റും ആവുന്നില്ല. അങ്ങനെ പോലീസ് ടീമും അർജുന്റെയും ശ്രേയയുടെ ഫാമിലിയും അർജുനെ എന്താ പറ്റിയെന്ന് അന്വേഷിച്ചിറങ്ങാണ്. അടുത്ത സീനില് പ്രസന്റില് നമ്മുടെ രാംജിയില്ലേ അങ്ങരുടെ കല്യാണ ഫോട്ടോ എടുത്തിട്ട് സങ്കടത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ കല്യാണം നടന്ന ആ ഒരു വിഷ്വൽ കാണുന്നേ. എന്നാൽ രാംജിയുടെ വൈഫിനെ കാണുമ്പോൾ നമ്മുടെ അർജുന്റെ ഗേൾഫ്രണ്ട് ശ്രേയയില്ലേ അവളെ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ രാംജിയുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളിന് ശേഷം ആ ഒരു നാട്ടില് ജോലി സെറ്റാവാതായപ്പോ തന്റെ ഭാര്യ ദിവ്യയോട് എനിക്ക് സിറ്റിയിലൊരു ജോലി റെഡി ആയിട്ടുണ്ട്, അപ്പൊ ഞാൻ പോയിട്ട് വരാം. അങ്ങനെ പോയി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ തന്റെ ഭാര്യ ദിവ്യ കാണുന്നില്ല. അല്ല അവൾക്ക് എന്താ പറ്റിയ, അവൾ എവിടെയാ പോയതെന്ന് അടുത്തുള്ള വീടുകളിൽ അന്വേഷിക്കുമ്പോഴാണ് രാംജിയുടെ വീടിന്റെ കുറച്ചകലെയായിട്ട് ഒരു പണക്കാരൻ റൈസ് മിൽ ഓണർ വീടുണ്ട്. അപ്പോൾ അയാളുടെ കൂടെ അവൾ ഒളിച്ചോടി പോയതാണെന്നാണ് പല ജനങ്ങളും പറയുന്നത്. അത് കേട്ടപ്പോ രാംജി തകർന്നില്ലാതെയായിട്ടുണ്ട്. തന്നെ ചതിച്ചിട്ട് പോയ ആ ഒരു ഭാര്യയുടെ ഫോട്ടോ നോക്കിയിട്ട് വല്ലാത്ത ദേഷ്യത്തില് രാംജി ഇരിക്കുകയാണ്. അടുത്ത സീനില് നമ്മുടെ അക്ബറും ടീമും അർജുനെ അടിച്ച് പഞ്ചറാക്കിയിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. അങ്ങനെ മയങ്ങിപ്പോയതായിരുന്നു. പതിയെ ബോധം വന്ന് കണ്ണ് തുറന്നു നോക്കുമ്പോൾ അർജുനെ ലോക്ക് ചെയ്ത എല്ലാ ആളുകളും നല്ല ഉറക്കത്തില്ല. അപ്പോൾ പതിയെ അവനെ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കയറൊക്കെ എങ്ങനെയൊക്കെയോ അഴിക്കാൻ നോക്കുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവസാനം ആ ഒരു കയറ് അഴിച്ചിട്ട് അർജുന്റെ കൂടെ വന്ന അസിസ്റ്റന്റ് പോലീസിലെ അങ്ങനെയുടെ കയ്യിലുള്ള ഗണ്ണ് കാണുകയാണ്. അയാൾ നല്ല ഉറക്കത്തിലല്ലേ. അപ്പൊ പെട്ടെന്ന് ആ ഒരു ഗണ്ണ് എടുത്തിട്ട് അവർക്ക് നേരെ പോയിന്റ് ചെയ്ത് അവരെ ലോക്ക് ചെയ്തിട്ട് മര്യാദക്ക് എന്റെ ഫോൺ എടുക്കുക. അങ്ങനെ വേഗം തന്നെ ഫോൺ ഓൺ ചെയ്തപ്പോൾ നമ്മുടെ അർജുനെ ഓൾറെഡി തേടി ഇറങ്ങിയിട്ടുള്ള പോലീസ് ടീമിനെ അർജുൻ ഇപ്പോൾ ഉള്ള ആ ഒരു ലൊക്കേഷന്റെ മെസ്സേജ് കിട്ടുകയാണ്. കിട്ടിയുടൻ തന്നെ പിന്നെ ഇപ്പൊ എന്ത് വൈകിപ്പിക്കാനാ, അങ്ങനെ അവർ ടീമായിട്ട് വന്നിട്ട് അക്ബറിനെയും അക്ബറിന്റെ കൂട്ടാളികളെയും എല്ലായിടത്തിനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു പോലീസ് ടീമിന്റെ കൂടെ നമ്മുടെ അർജുന്റെ ഗേൾഫ്രണ്ട്
കളക്ടർ ശ്രേയ വന്നിട്ടുണ്ട്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ എസ് ഐ ലോകേഷ് ഇല്ലേ, അവനേതോ റൗഡി ടീമിനെ മീറ്റ് ചെയ്യാൻ പോയിട്ട് അവരോട് എന്തോ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താണ് അവർ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഓൾറെഡി നമ്മുടെ അർജുനില്ലേ ലോകേഷിനെ വാച്ച് ചെയ്യാനായിട്ട് ഒരു കോൺസ്റ്റബിൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺസ്റ്റബിൾ ലോകേഷിന്റെ പിന്നാലെ ഫോളോ ചെയ്ത് പോവാണ്. അപ്പോഴാണ് കുറച്ച് ദൂരം എത്തിയപ്പോൾ പെട്ടെന്നൊരു കാറ് വന്നിട്ട് ആ കാറിൽ നിന്ന് ഇറങ്ങിയ ആളുകളില്ലേ ലോകേഷിനെ വലിച്ചെടുത്ത് ആ ഒരു കാറിലിട്ട് കൊണ്ടുപോകുന്നത്. അല്ല എന്തിനാ ഇപ്പൊ അയാളെ കൊണ്ടുപോകുന്നതെന്ന് ആ ഒരു കോൺസ്റ്റബിളിനും അതുപോലെ നമുക്ക് മനസ്സിലാവുന്നില്ല. അതേ സമയത്ത് നമ്മുടെ അർജുനില്ലേ അക്ബറിനെയും ടീമിനെയും അറസ്റ്റ് ചെയ്തിട്ടില്ലേ, ആ ഒരു കൂട്ടത്തിലല്ലേ നമ്മുടെ മൈക്കിളിന്റെ ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ച ടാസ്ക് ഫോഴ്സ് കസ്റ്റഡിയിലെടുത്ത വണ്ടി ഡ്രൈവ് ചെയ്ത ആ ഒരു ഡ്രൈവറല്ലേ. അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ ടീമിലെ എത്ര ആളുകളുണ്ടടാ, അടുത്ത ബ്ലാസ്റ്റോ അറ്റാക്കോ നിങ്ങൾ എവിടെയാ നടത്താൻ പോകുന്നത്, ടെററിസ്റ്റായ നിന്റെ നേതാവ് ആരടാ? അപ്പൊ അവൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാ സാറേ പറയുന്നത്, ഞാനൊരു തീവ്രവാദിയൊന്നുമല്ല. അപ്പൊ അർജുൻ ഓഹോ, എന്നിട്ട് തീവ്രവാദികളുടെ വണ്ടി താൻ എങ്ങോട്ടോ ഓടിച്ചു പോയ? അപ്പോഴാണ് ആ ഒരു ഡ്രൈവർ എന്താണ് സംഭവിച്ചെന്നല്ല ഫ്ലാഷ് ബാക്ക് പറയുന്നത്. നമ്മുടെ ഡ്രൈവർ 8 വർഷത്തിന് മുൻപ് അമേരിക്കയിലേക്ക് ജോലിക്ക് പോയതാണ്. അങ്ങനെ അവിടുത്തെ റെസിഡൻസ് വിസ കിട്ടിയപ്പോൾ തന്റെ പാരന്റ്സിനെ കൂടി അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ആ ഒരു ഫ്ലൈറ്റിൽ വെച്ചിട്ട് ടാസ്ക് ഫോഴ്സ് കൊലപ്പെടുത്തിയ മാഡിയില്ലേ അവനെ കണ്ടുകൂട്ടുന്നത്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡ്രൈവർ അങ്ങയുടെ ഫാമിലിയെ കുറിച്ചും അച്ഛന്റെ ഡീറ്റെയിൽസും ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് അച്ഛനെ ഞാൻ എന്റെ കൂടെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷം ഓൾറെഡി ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാബ് വരാൻ വല്ലാതെ ലേറ്റ് ആവുന്നുണ്ട്. ആ ഒരു കാഴ്ച നമ്മുടെ മാഡിയും കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അവനോട്, അല്ല നീ കുറെ നേരമല്ലേ കാത്തുനിൽക്കുന്നു, എന്താ ബുക്ക് ചെയ്ത വണ്ടി വന്നില്ലേ? അറിയില്ല, അരമണിക്കൂർ ലേറ്റ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വരുന്നവരെ നോക്കിക്കളയാം. എന്നാലും മാഡി അതിന്റെ ആവശ്യമില്ല, ആ ക്യാബ് ക്യാൻസൽ ചെയ്തേക്ക്. നമ്മൾ ഇത്രയും കൂട്ടായ സ്ഥിതിക്ക് ഞാനും ആ ഭാഗത്തേക്കല്ലേ, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഡ്രോപ്പ് ചെയ്തേക്കാം. അതും പറഞ്ഞിട്ട് അവനെ വണ്ടിയിൽ കൂട്ടിക്കൊണ്ടു പോയതാണ്. എന്നാൽ മാഡിയുടെ പ്ലാന് വേറെ ആയിരുന്നു. നമ്മുടെ ഡ്രൈവർ ഒരു അമേരിക്കൻ സിറ്റിസൺ എന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി മാഡി തന്റെ ടീമിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ 4-5 ആളുകൾ ആ ഒരു വണ്ടിയിൽ കയറിയിട്ട് നമ്മുടെ ഡ്രൈവറിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നേ, മര്യാദക്ക് വായ മൂടിക്കോ, ഞങ്ങൾ പറയുന്ന കേട്ടിട്ടില്ലെങ്കിൽ നിന്റെ ഫാദറിന്റെ കാര്യം എന്താണെന്ന് അറിയണോ? എന്നിട്ടൊരു വീഡിയോ കാണിക്കുകയാണ്. അതായത് ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് തന്നെ മാഡിയോട് തന്റെ ഫാദറിനെ കുറിച്ചും ഫാദറിന്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തില്ലേ, ആ ഒരു ഗ്യാപ്പിൽ തന്നെ മാഡി തന്റെ ടീമിനെ ഫോം ചെയ്തിട്ട് അങ്ങനെ ഫാദറിനെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നേ, എന്തിനാ എന്റെ ഫാദറിനെ ലോക്ക് ചെയ്തിട്ടില്ലേ? അതൊക്കെ പറയും, തൽക്കാലം അധികം സംസാരിക്കാതെ നമ്മുടെ കൂടെ വാ. അങ്ങനെ ആ ഒരു സിറ്റിയിൽ നിന്ന് കുറേ ദൂരെ പോയിട്ട് നിർത്തിയിട്ട് ഒരു ക്യാബിൽ കയറ്റിയിട്ട് കൂടുതൽ സംസാരമൊന്നും വേണ്ട, ഈ ഒരു കാറ് നേരെ എടുത്തിട്ട് സിറ്റി മാളില്ലേ അതിന്റെ പാർക്കിൽ നിർത്തിക്കോ. പിന്നെ കയ്യിൽ ഈ ഫോൺ വെച്ചോ, ഞാനുമായിട്ട് സംസാരിച്ചുകൊണ്ട് പോയാൽ മതി. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നീയും നിന്റെ ഫാദറും സേഫാ. ഉടായ്പ കാണിക്കാന്ന് ഒരു വ്യാമോഹം വേണ്ട, കാരണം നിന്റെ മുമ്പിലും പേക്കിലും എന്റെ ആളുകളുണ്ടാവും. അപ്പോൾ ഡ്രൈവർ വല്ലാതെ ഭയന്നിട്ടാണ് ആ ഒരു ക്യാബ് അവിടുന്ന് വേഗത്തിൽ ഓടിച്ചു പോകുന്നതും ആ ഒരു ടെൻഷനിലാണ് അറിയാതെ മൈക്കിളും ജേസിയും ട്രാവൽ ചെയ്ത ആ ഒരു ബൈക്കും ഇടിച്ച് തെറിപ്പിച്ച് പോകുന്നത്. എന്നാൽ മൈക്കിളിന്റെയും ജെസ്സിയുടെ അവസ്ഥ കണ്ടപ്പോൾ അവന്റെ മനസ്സ് സമ്മതിച്ചില്ല. വണ്ടി നിർത്തി അവർക്ക് എന്താ പറ്റിയ നോക്കാൻ നിന്നപ്പോൾ മാണ്ടി അലറി വിളിച്ചതാണ്, വണ്ടി നിർത്താതെ വേഗം അവിടെ നിന്ന് വിട്ടോ, നിന്റെ പാപ്സ് എന്റെ കയ്യിലാന്ന് ഓർമ്മയുണ്ടല്ലോ. അപ്പോഴാണ് പോകുന്ന വഴിക്ക് ബാരിക്കേനൊക്കെ വെച്ചിട്ട് പോലീസ് ഓരോ വണ്ടികളും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈവറോട് മാഡിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഡ്രൈവർ അറിയില്ലാന്ന് പറയാണ്. അങ്ങനെ ആ വണ്ടിയും ചെക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കടത്തി വിട്ടതാണ്. എന്നാൽ ഡ്രൈവർ ആണെങ്കിൽ ആ ഒരു ഭയത്തിലല്ലേ, അപ്പോൾ അറിയാതെ അവിടുത്തെ ബാരിക്കേഡിൽ വണ്ടി തട്ടിയപ്പോൾ ആ ഒരു കാഴ്ച നമ്മുടെ അക്ബർ കാണുന്നുണ്ടായിരുന്നു. സസ്പെൻഷനിലാണെങ്കിലും മാഡിയെ പിടിക്കാനുള്ള ഒരു മിഷലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഡ്രൈവറോട് എന്താടോ തനിക്ക് കണ്ടുകൂടെ, മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഡ്രൈവറിന് കാര്യം തുറന്ന് പറയാൻ പറ്റില്ലല്ലോ. മറുഭാഗത്ത് മാഡി ഫോണിലില്ലേ. അപ്പോൾ ആക്ഷനിലെ എല്ലാ കാര്യം അക്ബറിനെ കൺവിൻസ് ചെയ്യാണ്. അതായത് ഒരാൾ ഫോഴ്സ് ചെയ്തിട്ടാണ് ആ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്നതെന്നും ആ വണ്ടിയിൽ ബോംബ് ഉണ്ടെന്നും നമ്മുടെ അക്ബറിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അക്ബറില്ലേ, നിന്റെ അച്ഛനെ എവിടെയാ അവര് ലോക്ക് ചെയ്തിട്ടില്ലേ, അതുപോലെ ആ ഒരു ടെററിസ്റ്റ് അവരെവിടെയുള്ളേ, നീ ഇപ്പൊ എവിടുന്ന വരുന്നേ, അങ്ങനെ എല്ലാ കാര്യവും ഫോണിൽ ടൈപ്പ് ചെയ്ത് കാണിക്കുമ്പോൾ ഡ്രൈവറും എല്ലാ കാര്യം ആക്ഷനിലൂടെ അക്ബറിനെ കൺവേ ചെയ്യാണ്. അപ്പൊ അക്ബർ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നേരെ വണ്ടി എടുത്ത് പോയിട്ട് സിറ്റിയുടെ പുറത്തായിട്ട് ജനങ്ങളൊന്നുമില്ലാത്ത ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് വണ്ടി നിർത്തിക്കോ. എന്നിട്ട് ആ ഒരു ലൊക്കേഷൻ എനിക്ക് അയക്കേ, നിന്റെ അച്ഛന് ഒന്നും സംഭവിക്കില്ല, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ നമ്മുടെ ഡ്രൈവറിനോട് പറഞ്ഞയച്ചിട്ട് അക്ബർ നേരെ പോകുന്നത് നമ്മുടെ മാൻഡിയുടെ ലൊക്കേഷനിലേക്കാണ്. അങ്ങനെ അവിടുത്തെ എല്ലാ ടെററിസ്റ്റുകളെയും ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് നമ്മുടെ ഡ്രൈവറിന്റെ അച്ഛനെയും റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോവാണ്. അതിനുള്ളിൽ തന്നെ ഓൾറെഡി അക്ബർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡ്രൈവർ ആ ഒരു സിറ്റിയുടെ പുറത്ത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ആ വണ്ടി നിർത്തിയിട്ട് ലൊക്കേഷൻ അക്ബറിന് അയച്ചിട്ടുണ്ട്. അങ്ങനെ അക്ബർ ബോംബ് ഡിഫ്യൂസ് ചെയ്യുന്ന ടീമിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആ ഒരു വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ ആ വണ്ടിയിൽ ഒരു ബോംബുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് അവസാനം ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യാണ്. എന്നാൽ നമ്മുടെ അക്ബർ സസ്പെൻഷനിലല്ലേ, അതുകൊണ്ട് തന്നെ അക്ബർ ചെയ്ത ഈ ഒരു മിഷനില്ലേ അത് നമ്മുടെ ടാസ്ക് ഫോഴ്സ് ഇൻസ്പെക്ടറാണ് ചെയ്തതെന്ന് മീഡിയയിൽ കാണിക്കാനായിട്ട് അങ്ങേരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങേരെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ മീഡിയയിൽ കൊടുക്കുമ്പോൾ ഈ ഒരു വണ്ടി ഓടിച്ചത് അത് ടാസ്ക് ഫോഴ്സ് ഡ്രൈവർ ആണെന്ന് മെൻഷൻ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അമേരിക്കക്കാരൻ ഡ്രൈവറില്ലേ അവനോടും അച്ഛനോടും നിങ്ങൾ വേഗം തിരിച്ച് അമേരിക്കയിലേക്ക് പോവാണെങ്കിൽ പോയിക്കോ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും സേഫ് ആയിട്ടിരിക്കും, കുറച്ച് നാളത്തേക്ക് പുറത്തു വരണ്ട, കാരണം നിങ്ങളുടെ ജീവന് ആപത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ അതിനുശേഷം
നമ്മുടെ ഹീറോ അർജുനിലെ അക്ബറിനെ ലോക്ക് ചെയ്യാൻ പോയപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ഡ്രൈവർ വന്നത് എന്ന കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ ഒരു ഡ്രൈവർ നടന്ന കാര്യമൊക്കെ പറയുമ്പോൾ നമ്മുടെ അർജുനൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, അക്ബർ ചെയ്തത് നല്ല കാര്യമല്ലേ? പിന്നെ ഞാൻ അക്ബറിനോട് സംശയം തോന്നിയിട്ട് ചോദിക്കാൻ പോയപ്പോൾ അവരും ടീമും എന്നെ എന്തിനാ ലോക്ക് ചെയ്തേ? അങ്ങനെ അർജുന് പ്രത്യേകിച്ച് ഒന്നും കണക്ട് ആവുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നത്, സാറേ നമ്മുടെ SI ലോകേഷ് ഇല്ലേ, അങ്ങനെ നോട്ടിടാൻ സാറ് പറഞ്ഞതല്ലേ, എന്നാൽ ഏതോ കാറിലൊന്ന ആളുകള് അയാളെ എങ്ങോട്ടോ തട്ടിക്കൊണ്ടുപോയി. ആര് തട്ടിക്കൊണ്ടുപോയെന്ന്? അല്ല, ആ വണ്ടിയിൽ വന്നത് ആരാണെന്നോ ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യുക മറ്റോ ചെയ്തോ? ഇല്ല സാറേ, ആ ഒരു ടെൻഷനിൽ നമ്പർ നോട്ട് ചെയ്യാൻ പറ്റില്ല, ആളുകളെയും വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. എന്നാൽ ആ വണ്ടി ഏത് ഭാഗത്തേക്കാണ് റോഡിലേക്കാണ് പോയതെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അർജുനില്ലേ ലോകേഷിനെ തേടിയിട്ട് ഒരു ടീമിനെ ആ ഒരു ഭാഗത്തേക്ക് അയക്കാണ്. എന്നാൽ കുറച്ചു നേരത്തെ അക്ബറിന്റെ അടുത്തേക്ക് പോയപ്പോൾ കൂടെ കൂട്ടിട്ട് പോയ അസിസ്റ്റൻസും നമ്മുടെ അർജുന്റെ നേരെ ഗണ്ണുമായിട്ട് തിരിഞ്ഞില്ലേ. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ആര് പറഞ്ഞിട്ടാ? എന്നാൽ ആ ഒരു അസിസ്റ്റന്റ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴാണ് അങ്ങയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. ആ ഒരു മെസ്സേജ് എന്തോ ഒരു കോഡിലുള്ളത് അർജുന് മനസ്സിലാവുന്നില്ല. അതെന്താന്ന് ചോദിക്കുമ്പോൾ, സാറേ ഇപ്പോൾ അക്ബർ സാറില്ലേ അപകടത്തിൽ പെട്ടിരിക്കുക, ഉടനെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള റെസ്ക്യൂ കോഡാണിത്. അപ്പോൾ അർജുനും ഇവൻ പറയുന്നത് സത്യമാണെങ്കിലോ, അക്ബർ നല്ലൊരുത്തനല്ലേ, അപ്പോൾ അവനെ രക്ഷിക്കാന്നുള്ള രീതിയിൽ ടീമുമായിട്ട് അയാളെയും കൂട്ടിയിട്ട് പോവാണ്. അപ്പോഴാണ് നമ്മുടെ അർജുന്റെ ഹയർ ഓഫീസർ വിളിക്കുന്നത്. എന്നിട്ട്, അല്ല അർജുനെ, നിങ്ങളിപ്പോൾ എങ്ങോട്ടാ പോന്നെ? അക്ബറിനെ തേടിയിട്ടോ? അവൻ സസ്പെൻഷനിലല്ലേ, ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ള ലോകേഷ് ഇല്ലേ അവനെ കാണുന്നില്ലല്ലോ, ആ SIക്ക് എന്താ പറ്റിയത്? അവനെ തേടിപ്പോ. എന്നാൽ അർജുന് മനസ്സിലാത്ത കാര്യം, നമ്മുടെ അർജുൻ എന്ത് ചെയ്യാൻ പോവാണെങ്കിലും അതിന് മുൻപ് എങ്ങനെയാ ഹയർ ഓഫീസറിന് ഈ ഒരു കാര്യം അറിയുന്നേ? അങ്ങനെയാണെങ്കിൽ തന്റെ ടീമില് കൂടെ തന്നെ ഏതോ ഒരു ചതിയനുണ്ടല്ലോ, അവനാണ് ഇതൊക്കെ ഒറ്റുകൊടുക്കുന്നത്. അത് മാത്രല്ല, അന്വേഷിക്കുന്ന എല്ലാ കേസുകളും തമ്മിൽ ഒന്നിച്ച് ഒരു സ്ഥലത്ത് കണക്ട് ആവുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. എന്നാൽ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, സാറേ ഹയർ ഓഫീസർ പറഞ്ഞ പോലെ സാറ് വേണമെങ്കിൽ ലോകേഷ് സാറിനെ തേടിപ്പോയിക്കോ, ഞാനും ഈ ഒരു SI കൂടി പോയിട്ട് അക്ബർ സാറിനെ ഹെൽപ്പ് ചെയ്തോളാം. എന്നാൽ അർജുൻ, അതെന്റെ ഒരു ആവശ്യമില്ല, ഒരിക്കൽ നിന്നെ വിശ്വസിച്ചതിന് എനിക്ക് കിട്ടിയതാ. അങ്ങനെ അടുത്ത സീനില് നമ്മൾ കാണുന്നത് അക്ബറില്ലേ ഒരു തീവ്രവാദി നേതാവിന് മുമ്പിലാണുള്ളത്. ഇങ്ങേരുടെ പേരാണ് ഷാ. അപ്പോ ഷാ കലിപ്പിൽ പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് ഞങ്ങളെ സഹായിക്കുന്ന പോലെ നമ്മൾ ചെയ്ത എല്ലാ പ്ലാനിങ്ങും ഉള്ളിൽ നിന്ന് തന്നെ നശിപ്പിക്കുകയായിരുന്നല്ലേ. അവസാനം നിന്റെ കണ്ടുപിടിച്ചാണ് മാഡയെ കൊണ്ട് ആ ഒരു ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള പ്ലാന് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നാൽ അതുപോലെ നീ കണ്ടുപിടിച്ചിട്ട് ആ ഒരു പ്ലാന് നശിപ്പിച്ചില്ലേ. എന്നാൽ ആ ഒരു ബ്ലാസ്റ്റ് തടുത്തത് നമ്മുടെ അക്ബർ തേടി പോയതല്ലോ, ആ ഒരു തീവ്രവാദി മാഡിയെ തേടി പോകുമ്പോ പ്രതീക്ഷിക്കാതെ അതിൽ ചെന്ന് പെട്ടതല്ലേ. എന്നിട്ട് നീ നമ്മുടെ കൂട്ടത്തിലെ ഒരു പോരാളിയാ മാഡിയും കൊലപ്പെടുത്തിയില്ലേ. അക്ബറെ, ഞാൻ നിന്നോട് അവസാനമായിട്ട് ക്ഷമിക്കുക, കാരണം നീ നമ്മുടെ കൂട്ടത്തിലുള്ളതല്ലേ. ഈ ലോകത്ത് ഇനി ആരൊക്കെ ഇല്ലാതായാലും നമ്മുടെ കൂടി നമ്മുടെ വിശ്വാസമാണ് ഇവിടെ വിജയിക്കേണ്ടത്. എന്നാൽ അക്ബർ, താൻ എന്താടോ മനുഷ്യനെ കൊന്നിട്ടാണോ ഓരോ നേടാൻ പോകുന്നത്? തൻ്റേതൊന്നും യഥാർത്ഥ വിശ്വാസമല്ല, താനൊക്കെ വിഷാണ്. താനും തന്റെ കൂട്ടാളി ടീമും ചേർന്നിട്ട് ഈ ഒരു നാട്ടില് എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതൊക്കെ എനിക്കറിയാം. നിലവിൽ നീ നടത്തിയ എല്ലാ പദ്ധതിയും ഞാൻ തടുത്ത പോലെ തന്നെ ഇനിയും ഞാൻ തടുക്കും. എന്റെ മരണം വരെ ഈ നാട്ടിൽ എന്റെ സഹോദരങ്ങൾക്ക് ഒരു പരിക്ക് പറ്റാനും ഞാൻ സമ്മതിക്കില്ല. അടുത്ത സീനില് നമ്മുടെ അർജുനില്ലേ അവസാനമായിട്ട് ലോകേഷ് ഒരു റൗഡി ഗ്യാങ്ങിനെ കാണാൻ പോയത്. അവരോട് എന്തോ സംസാരിക്കുന്നത് കോൺസ്റ്റബിൾ കാണുകയും ചെയ്തില്ലേ. അപ്പോൾ ആ റൗഡി ഗ്യാങ്ങിന്റെ ഹെഡിനെ പിടിച്ചുകൊണ്ടിട്ട് അവനെ പഞ്ഞു കിട്ടിട്ട്, നിന്നോട് അവസാനമായിട്ട് ലോകേഷ് എന്താണ് പറഞ്ഞേ? അത് സാറേ, അങ്ങേര് ഒരാളുടെ ഫോട്ടോ തന്നിട്ട് ഇയാളെ കൊന്നുകളയാൻ പറഞ്ഞതാ. എന്നാൽ ആ വ്യക്തി ആരാണ്, അയാൾ എന്തിനാ കൊല്ലുന്നത് എന്നൊന്നും അയാൾ പറഞ്ഞില്ല. അപ്പോൾ അർജുൻ, അവന്റെ ഫോട്ടോ ഉണ്ടോ? അങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ഭരത്തില്ലേ അവന്റെ ഫോട്ടോയാണ്. അല്ല, ഭരത്തിന് എന്തിനാ ഇപ്പോ SI ലോകേഷ് കൊല്ലാൻ പറയുന്നേ? നമ്മുടെ അർജുന് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെങ്ങോട്ടൊക്കെയാണ് കേസ് പോകുന്നത്? ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ അടുത്തത് കഴിയുമ്പോൾ അടുത്തത്. അപ്പോഴാണ് ഓൾറെഡി അർജുന്റെ ഒരു ടീമിനെ ലോകേഷിന് ആ ഒരു കാറിൽ തട്ടിക്കൊണ്ടുപോയ ഏരിയയിലേക്ക് അയച്ചിരുന്നില്ലേ. അപ്പോൾ അവര് ലോകേഷ് ഇപ്പോഴുള്ള ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അർജുനും ടീമും ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോഴാണ് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ലോകേഷിനെ തട്ടിക്കൊണ്ടുപോയത് വേറെ ആരുമല്ല, നമ്മുടെ ഭരത്തിന്റെ ഫ്രണ്ടുമാണ്. അപ്പോൾ ഭരത് ചോദിക്കുന്നുണ്ട്, ലോകേഷ് സാറെ മര്യാദക്ക് സത്യം പറഞ്ഞു, എന്നെ എന്തിനാ ആ ഒരു പെൺകുട്ടിയുടെ കൊലക്കേസിൽ പെടുത്തിയത്? അപ്പോൾ ലോകേഷ്, എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ചെയ്യാനൊരു ഇൻഫർമേഷൻ വന്നിരുന്നു. അപ്പോൾ ഭരത്, ആര് തന്ന ഇൻഫർമേഷനാ? എന്നാൽ ലോകേഷ് അത് പറയുന്നതിന് മുൻപ് ഏതൊരു അജ്ഞാതം വന്നിട്ട് ലോകേഷിനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. എന്നാൽ ആ ഒരു അജ്ഞാതനെ പിടിക്കാന് ഭരത് പിന്നാലെ വരുമ്പോൾ അതിനുള്ളിൽ അവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ലോകേഷിനെ തട്ടിക്കൊണ്ടുവന്നതിന് ഭരത്തിനെ പോലീസ് ടീം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇവിടെയാണ് 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ അർജുനും ടീമുമില്ലേ ഭരത്തിനെ ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ SI ലോകേഷ് മരണപ്പെട്ടെ? അവൻ എന്തിനാ നിങ്ങളെ തട്ടിക്കൊണ്ടുപോയത്? അവനും നിങ്ങളുമായിട്ട് എന്താ ബന്ധം? ചോദിച്ചിട്ടൊന്നും അവർ മറുപടി പറയാതെയപ്പോ രണ്ടിനെയും പഞ്ഞിക്കിടാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹയർ ഓഫീസറും കമ്മീഷണറും വരുന്നത്. എന്നിട്ട് എന്താ കേസിന്റെ കാര്യങ്ങളൊക്കെ? അപ്പോൾ ലോകേഷിനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഹയർ ഓഫീസർ കമ്മീഷണർ പറയുന്നത്, അർജുനെ ഒരു കാര്യം ചെയ്യ്, ഇനി ഈ കേസ് ഞാൻ നോക്കിക്കോളാം. ലോകേഷിനെ കൊലപ്പെടുത്തിയത് ഇവരല്ലേ, അപ്പോൾ എനിക്ക് ഇവരോട് ചില
ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നാൽ അർജുൻ സാറേ അതിന് എന്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കമ്മീഷണർ ആണെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കോളാന്ന്. അങ്ങനെ ഭരത്തിനെയും ഫ്രണ്ടിനെയും അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. അതിനു മുൻപ് നമ്മുടെ ഹീറോയുടെ ഹയർ ഓഫീസർ പറയുന്നുണ്ട്, ആ ഒരു മൈക്കിളിന്റെ ആക്സിഡന്റ് കേസില്ലേ അതെങ്ങനെയെങ്കിലും പറഞ്ഞങ്ങ് സോൾവ് ചെയ്തേക്ക്, ഇനിയും വെറുതെ അതിന്റെ പിന്നാലെ ചുറ്റാൻ നിൽക്കണ്ട. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ അർജുനല്ലേ മൈക്കിളിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അന്ന് നിന്റെ ബൈക്കുമായിട്ട് ആക്സിഡന്റ് ആയത് ഒരു വിപത്തായിരുന്നു. അതായത് ഒരു ബോംബ് ഉണ്ടായിരുന്ന കാറ് വേഗത്തിൽ കൊണ്ടുപോകുമ്പോഴാണ് അങ്ങനെ ഒരു അപകടം പറ്റുന്നത്. അപ്പോൾ മൈക്കിളെ നിനക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ വേണമെങ്കിൽ എനിക്ക് വാങ്ങിത്തരാൻ പറ്റും. ഗവൺമെന്റായിട്ട് ഞാൻ സംസാരിക്കട്ടെ. എന്നാലും മൈക്കിള് എനിക്ക് എന്തിനാ കോമ്പൻസേഷൻ? നിങ്ങൾക്ക് പറ്റുമോ എൻ്റെ മരിച്ചുപോയ കുഞ്ഞിനെ തിരിച്ചു തരാന്? എന്നാൽ അർജുന് മറുത്തൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ മൈക്കിള് നിങ്ങളുടെ കള്ളക്കഥയൊക്കെ അവിടെ വെച്ചാൽ മതി. ഈ ഒരു കേസ് നിങ്ങൾ എങ്ങനെയാ ക്ലോസ് ചെയ്യുന്നത് എനിക്ക് കാണണമല്ലോ. അതും പറഞ്ഞിട്ട് മൈക്കിൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നേരെ പോകുന്നത് മൈക്കിളിന് പരിചയമുള്ള നമ്മുടെ MLA റെഡ്ഡി മീറ്റിനാണ്. അങ്ങേരോട് പറയുന്നുണ്ട്, ആ ഒരു പോലീസുകാരൻ അർജുൻ അയാളും കേസ് ശരിക്കും അന്വേഷിക്കുന്നില്ല. ആദ്യത്തെ SI ചെയ്ത പോലെ തന്നെ എങ്ങനെയെങ്കിലും വേഗം ഈ ഒരു കേസ് ക്ലോസ് ചെയ്യാനാ അവർ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ MLA ഞാൻ ഒന്നുകൂടി സംസാരിച്ചു നോക്കണോ? അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കും തോന്നില്ല. ഓൾറെഡി നമ്മൾ ട്രൈ ചെയ്തതല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ നോക്കിക്കോളാം എന്താ ചെയ്യാൻ പറ്റാന്ന്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ MLAയുടെ മകള് സുധയും ബോയ് ഫ്രണ്ട് മഹേഷും വരുന്നത്. അപ്പോൾ MLA ഇവനാണ് എൻ്റെ മോളെ ഒരുത്ത് തട്ടിക്കൊണ്ടുപോയില്ലേ, അവരുടെ നിന്ന് രക്ഷപ്പെടുത്തി എനിക്ക് തിരിച്ചു തന്നെ. അതുകൊണ്ട് ഇവരുടെ കല്യാണം തന്നെ ഞാൻ നടത്തി കൊടുക്കാൻ പോവാണ്. എന്നാൽ മൈക്കിളിന് നമ്മുടെ മഹേഷിനെ കണ്ടപ്പോൾ അന്ന് ഭാര്യയായിട്ട് പോകുമ്പോൾ അവസാനം ബൈക്ക് ക്രോസ് ചെയ്തു പോയ ആ ഒരു ലവേഴ്സിലെ പയ്യൻ ഇവൻ തന്നെയാണെന്ന് മൈക്കിളിന് ഉറപ്പാവാണ്. അങ്ങനെ അവനെ ശരിക്കൊന്ന് നോട്ടോട്ടിട്ട് മൈക്കിളിന് അറിഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാതെ അവിടുന്ന് പോവാണ്. അപ്പോഴാണ് പുറത്ത് നമ്മുടെ രാംജിയിലെ മൈക്കിളിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും അവനെ ഫോളോ ചെയ്ത് വരുന്നതും കാണുന്നേ. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ അർജുൻ ടീമിലെ അക്ബറിന്റെ ഡെഡ് ബോഡി കണ്ടെത്താണ്. അതായത് തീവ്രവാദി ടീമിന്റെ പ്ലാനുകൾക്ക് കൂട്ടു നിൽക്കാതായപ്പോ അവന് മൃഗീയമായിട്ട് കൊന്നു കളഞ്ഞതാണ്. എന്നാൽ അക്ബറിന്റെ ബോഡി കിട്ടിയിട്ടും അർജുൻ ടീമിനോട് പറയുന്നുണ്ട്, ഒരിക്കലും ഈ ഒരു ബോഡി അക്ബറിന്റേതാണെന്ന് ഇപ്പോ പുറത്ത് പറയണ്ട. അക്ബർ മരണപ്പെട്ടതായിട്ട് ആരും അറിയണ്ട. ഒരു അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ബോഡിയാണ് കിട്ടിയതെന്ന് പോലീസ് ടീമിനോടും മീഡിയയോടും പറഞ്ഞാൽ മതി. അങ്ങനെ അർജുൻ സ്റ്റേഷനിലിരിക്കുമ്പോഴാണ് ഒരു പാർസൽ വരുന്നത്. പാർസൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പാവയുണ്ട്. അപ്പോഴാണ് ഹീറോയുടെ അസിസ്റ്റന്റ് പറയുന്നത്, സാറേ ഇതുപോലത്തെ ഒരു പാവയില്ലേ ഞാൻ കുറച്ച് നാൾ മുമ്പ് അക്ബർ സാറിന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അക്ബറിന്റെ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. അങ്ങനെ വീട് ചെക്ക് ചെയ്യുമ്പോഴാണ് അക്ബറിന്റെ ഫാമിലിയുടെ ഫോട്ടോ ഒക്കെ കാണുന്നത്. അപ്പോഴാണ് അർജുന് അക്ബറിന്റെ മാരേജ് കഴിഞ്ഞതാണെന്നും അവനൊരു കുടുംബമുള്ള കാര്യം അറിയുന്നത്. അല്ല അക്ബറിന്റെ ഭാര്യയും മകനും ഇപ്പൊ എവിടെയുള്ളേ? അപ്പൊ അസിസ്റ്റന്റ്, സാർ ഒരു 10 വർഷം മുമ്പ് ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതില് അവർ രണ്ടുപേരും മരണപ്പെട്ടു പോയതാ. അതിനുശേഷമാണ് അക്ബർ സാറ് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയത്. എന്നാലും ഈ ഒരു പാവ ഇപ്പോ എനിക്ക് അയച്ചതിന്റെ കാരണം എന്തായിരിക്കും? അതാരായിരിക്കും? അങ്ങനെ ആ ഒരു വീട് മുഴുവനായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് തേടി നോക്കുമ്പോൾ ഒരു ബോക്സ് നിറയെ കുറേയധികം കളിപ്പാട്ടുകളും പാവയും കാണാണ്. അപ്പോൾ അതിലൊരു പാവയുടെ പിന്നിൽ നിന്ന് ഒരു മെമ്മറി കാർഡും കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മെമ്മറി കാർഡിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ആ ഒരു മെമ്മറി കാർഡ് കണക്ട് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു വീഡിയോ ഉണ്ട്. അതായത് നമ്മുടെ അക്ബറില്ലേ ഒറ്റക്ക് പോയിട്ട് ഏതോ ഒരു തീവ്രവാദിയെ തേടി കണ്ടുപിടിച്ച് അവനെ അടിച്ചു പിഴിഞ്ഞ് കൊന്നു തള്ളുന്നുണ്ട്. അങ്ങനെ ആ ഒരു വീഡിയോയിലെ നമ്മുടെ അർജുൻ ഹയർ ഓഫീസർ കാണിക്കുമ്പോൾ, അല്ല പോലീസുകാരായിട്ടുള്ള അക്ബർ എന്തിനാ പോലീസ് ടീമിന്റെ സഹായമില്ലാതെ ഇതുപോലെ ഒരുത്തിനെ കൊല്ലേണ്ട ആവശ്യം? അപ്പൊ അർജുൻ ചിലപ്പോ പോലീസ് ടീമില് ആരെങ്കിലും ആ ഒരു തീവ്രവാദികൾക്ക് രഹസ്യങ്ങള് ചോർത്തി കൊടുത്തപ്പോ അവനെ തേടി പിടിച്ച് കൊലപ്പെടുത്തിയതാണെങ്കിലോ? അപ്പൊ ഹെഡ്, അല്ല അർജുനെ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? അപ്പൊ അർജുൻ, സാറേ എനിക്ക് SIPയുടെ ഒരു ഹെൽപ്പ് വേണം. അതേ സമയത്ത് അടുത്ത സീനില് നമ്മുടെ അർജുന്റെ അച്ഛനാണ് കാണുന്നത്. അതായത് ഓൾറെഡി ഒരു താടിക്കാരനെ അർജുൻ ഒരു വീട്ടില് ലോക്ക് ചെയ്തിട്ട് അവനെ അടിച്ച് പിഴിഞ്ഞോണ്ടിരിക്കല്ലേ. ഈ താടി ആരാന്ന് വെച്ചാല് ഒരു നെക്സലൈറ്റ് ആണ്. അതായത് എന്തിനാ ഇപ്പോ ഹീറോ ഈ താടി ലോക്ക് ചെയ്തെന്ന് വെച്ചാല് ഇവൻ തന്നെയാണ് നമ്മുടെ ഹീറോയുടെ അമ്മയെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയത്. എന്നാൽ അങ്ങോട്ട് വന്ന ഹീറോയുടെ അച്ഛനില്ലേ ആ ഒരു താടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിടുകയാണ്. അല്ല സ്വന്തം ഭാര്യയെ കൊന്നവനെ എന്തിനാ ഇപ്പൊ അങ്ങേര് രക്ഷപ്പെടാൻ അനുവദിച്ചതെന്ന് നമ്മുടെ അർജുന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അച്ഛനോട്, എന്തിനാ അച്ഛാ അവനെ രക്ഷപ്പെടാൻ വിട്ടെ, അവനുമായിട്ട് അച്ഛൻ എന്താ ബന്ധം? എന്നാല് അച്ഛനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. മറുത്തൊന്നും പറയാതിരുന്നാല് രക്ഷപ്പെടാന്ന് കരുതിയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേഷനിലേക്ക് പോയാലോ? അപ്പോഴും മറുത്തൊന്നും പറയുന്നില്ല. അങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോണ്. അടുത്ത സീനില് നമ്മുടെ മൈക്കിളിലെ അവന്റെ പഴയ എന്തൊക്കെയോ കാര്യങ്ങള് ഓർത്ത് നോക്കുകയാണ്. അപ്പോഴാണ് മൈക്കിളിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാല് വേഗം MLA റെഡ്ഡിയോട് ഹെൽപ്പ് ചോദിക്കുന്നത് എന്തിനാന്ന് മനസ്സിലാവുന്നത്. അതായത് കുറച്ച് നാൾ മുമ്പ് മൈക്കിളില് ഒരു ബിസിനസ് ചെയ്യാനായിട്ട് നമ്മുടെ MLAയുടെ നിന്ന് പൈസ കടം വാങ്ങിയിരുന്നു. എന്നാൽ പറഞ്ഞ സമയത്തിന് ആ പൈസ കൊടുക്കാൻ പറ്റാതായപ്പോ MLA മൈക്കിളുമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കുകയാണ്. അതായത് MLAക്ക് ഫേക്ക് മെഡിസിൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ ആ മെഡിസിൻ മുഴുവനായിട്ട് മൈക്കിളിന്റെ ഫാർമസിയിലൂടെ വിറ്റ് കൊടുക്കാൻ ഒരു ഡീലിംഗ് ഉണ്ടാക്കാണ്. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ അവൻ കൊടുക്കാനുള്ള പൈസയും മറക്കാം, അതുപോലെ മാസം നല്ലൊരു ലാഭം വരുന്ന MLA ഉറപ്പ് കൊടുത്തിട്ട് അവര് ആ ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങിയതാണ്.
അങ്ങനെ ലക്ഷ്യങ്ങള് മൈക്കിളിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൈക്കിളിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാല് സ്വന്തമായിട്ട് ഒരു മെഡിസിൻ കണ്ടുപിടിക്കണം എന്നാണ്. കുറെ വർഷമായിട്ട് ആ ഒരു മരുന്നിന്റെ പിന്നിലുള്ള റിസർച്ചിലാണ്. അങ്ങനെ MLAയുമായിട്ട് ചേർന്നിട്ടുണ്ടാക്കിയ ഡീലിംഗിൽ നല്ല പൈസ തരാൻ തുടങ്ങിയപ്പോൾ അവസാനം അവന് ആ മരുന്ന് കണ്ടുപിടിക്കുകയാണ്. എന്നാൽ മരുന്ന് കണ്ടുപിടിച്ചാൽ മാത്രം പോരല്ലോ, അത് ഇന്ത്യയിലും അതുപോലെ വിദേശത്തേക്കും എക്സ്പോർട്ട് ചെയ്യണ്ടേ. അതിന് കോടികൾ കയ്യിൽ വേണം. അപ്പോൾ ആ ഒരു ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഒരു വലിയ മില്യനർ ബിസിനസ്സുകാരുണ്ട്. അയാളുടെ പേര് JP എന്നാണ്. അങ്ങനെ JPയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ JPയുടെ മകൻ സാഗർ ഉണ്ട്. എന്നാൽ കുറെ നാളായിട്ട് സാഗറിന് നമ്മുടെ MLAയുടെ മകള് സുധിയില്ലേ, അവളുടെ മേലെ വൺ സൈഡ് ക്രഷ് ഉണ്ട്. അതെങ്ങനെയാ മൈക്കിൾ മനസ്സിലായെന്ന് വെച്ചാല് സാഗർ സുധിയുടെ ഫോട്ടോ തന്നെ അവന്റെ ടാബില് ഇൻട്രസ്റ്റിംഗില് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് JPയും നമ്മുടെ MLAയും ഒന്നിച്ച് കോളേജിൽ പഠിച്ചതാ. അങ്ങനെയാണ് സാഗർ സുധിയെ മീറ്റ് ചെയ്യുന്നതും അവളുടെ ഫോട്ടോ കിട്ടുന്നതും. നമ്മുടെ മൈക്കിളിന് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടണമെങ്കിൽ എങ്ങനെയെങ്കിലും സാഗറിന് കുപ്പിയിലാക്കണ്ടേ. അപ്പോൾ അവന് സുധിയായിട്ടുള്ള ഇൻട്രസ്റ്റ് മനസ്സിലായപ്പോൾ നിന്റെ ഇൻട്രസ്റ്റ് ഞാൻ സെറ്റാക്കി തരട്ടെ, എനിക്ക് MLA ആയിട്ട് നല്ല ബന്ധമാണ്, അങ്ങേരോട് JPയുടെ മകനായിട്ടുള്ള നിന്റെ ഇൻട്രസ്റ്റ് പറഞ്ഞാല് ഒരിക്കലും അങ്ങേര് തട്ടില്ല. ഞാനും MLA ആയിട്ടുള്ള ഇരിപ്പോഷ് അങ്ങനെയാ, നിങ്ങളുടെ രണ്ടുപേരുടെയും മാരേജ് നടത്തിയിട്ട് പിന്നെ ഞാൻ കാല് പിന്നോട്ട് വെക്കും. അപ്പൊ സാഗർ ആഹാ അങ്ങനെയാണെങ്കിൽ ഈ കാര്യം നടത്തി തന്നാലേ പിന്നെ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഈ പ്രൊജക്ടിന്റെ കാര്യം ഞാൻ ഏറ്റു, അച്ഛനോട് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് ഞാൻ വാങ്ങി തന്നേക്കാം. അങ്ങനെ മൈക്കിളിനെ ഹാപ്പി ആവാണ്. അങ്ങനെ നേരെ MLA മീറ്റ് ചെയ്തിട്ട് MLAയോട് കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ഓൾറെഡി എന്റെ മകള് വേറൊരു പയ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ രണ്ടുപേരും ഡേറ്റിംഗിലാണ്. അവളാണെങ്കിൽ എന്നോടൊന്ന് പറയുകയും ചെയ്തു അവള് കല്യാണം കഴിക്കുമെന്ന്. അവളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്കെങ്ങനെയാ വേറൊരു പയ്യനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാൻ പറ്റുക. അപ്പൊ മൈക്കിള് അല്ല നിങ്ങൾക്ക് JP അറിയില്ലേ, ഒന്നിച്ച് പഠിച്ചതല്ലേ, കുറെ നാളായിട്ട് പരിചയമില്ലെങ്കിലും അയാൾ ഇപ്പം ആരാന്നറിയോ, മൾട്ടി മില്യനറാണ്. അതായത് കോടികളുടെ മുകളിൽ കടന്നുറങ്ങുന്നവൻ. അയാൾ വിചാരിച്ചു കഴിഞ്ഞാല് പണം കൊണ്ട് നിങ്ങളുടെ അധികാരത്തെ വരെ കയ്യിലെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ചിന്തിച്ചു വയ്ക്കോ, നിങ്ങളുടെ മകളുടെ ജീവിതം എന്തായാലും സേഫ് ആയിരിക്കും. അത് മാത്രമല്ല രാഷ്ട്രീയത്തിൽ എന്നും ഇങ്ങനെ MLA ആയാൽ മതിയോ, നമുക്ക് മുകളിലേക്ക് പോണ്ടേ. അങ്ങനെ MLA പണത്തിനും അതുപോലെ രാഷ്ട്രീയത്തിലെ ഉയർന്ന പദവിയുടെ അത്യാർത്ഥിയില് തന്റെ മകളെ JPയുടെ മകനായിട്ടുള്ള സാഗറിനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കാൻ അങ്ങനെ തീരുമാനിക്കുകയാണ്. എന്നാൽ അതിനുശേഷമല്ലേ സുധ ആ ഒരു കാര്യം അറിഞ്ഞിട്ട് മഹേഷിനോട് ഹെൽപ്പ് ചോദിക്കുന്നതും നടക്കാതായപ്പോൾ നെയ്ബറായിട്ടുള്ള നമ്മുടെ രാംജിയോട് ഹെൽപ്പ് ചോദിക്കുന്നതും അവസാനം അതൊരു മുട്ടം പണിയില് സൈക്കോയുടെ കയ്യിൽ പെട്ടുപെട്ട് എങ്ങനെയൊക്കെയോ ജീവനോട് രക്ഷപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ MLA ആയിട്ടുള്ള മൈക്കിളിന്റെ റിലേഷനൊക്കെ അവൻ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ പുറത്തു വരികയാണ്. നോക്കുമ്പോൾ നമ്മുടെ രാംജിയാണ്. രാംജി ഉള്ളിലേക്ക് കയറിയിട്ട് മൈക്കിളിന്റെ അടുത്ത് പഞ്ഞി കിടുന്നുണ്ട്. എന്നാൽ മൈക്കിളിന് കാലിപ്പേറിട്ട് രാംജിക്ക് കണക്കിന് കൊടുത്തിട്ട് താഴെയിട്ട് ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്താണോ വേണ്ടേ, താൻ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ രാംജിയില്ലേ അയാളുടെ ഭാര്യയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കാണ്. എന്നാലും മൈക്കിള് ഇതാരാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ രാംജി തന്റെ ഫ്ലാഷ് ബാക്ക് പറയാണ്. രാംജിയുടെ ഭാര്യ ദിവ്യ ആ ഒരു റൈസ് മിൽ ഓണറോടെ ഒളിച്ചോടി പോയെന്ന് അറിഞ്ഞിട്ട് നാട്ടിലെ പല സ്ഥലത്തും തേടി അന്വേഷിച്ചിരുന്നില്ലേ. അവസാനം അവളെ തേടി കണ്ടുപിടിക്കുമ്പോൾ തന്റെ ഭാര്യയും ആ ഒരു റൈസ് മിൽ ഓണറുമില്ലേ അയാളുടെ മില്ലിൽ വെച്ചിട്ട് റൊമാൻസിലാണ്. ആ ഒരു കാഴ്ച നേരിട്ട് കണ്ടപ്പോൾ രാംജിക്ക് സഹിച്ചില്ല. അവിടെ വെച്ച് തന്നെ തന്റെ ഭാര്യ ദിവ്യ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് രാംജി ജയിലിൽ പോയതാണ്. അങ്ങനെ കുറച്ചു നാളിന് ശേഷം ആ ഒരു ജയിലിലേക്ക് ഒരു സ്വാമി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ജയിലിലുള്ള കുറ്റവാളികളുടെ മനസ്സിന് സമാധാനം കൊടുക്കാനും അവരെ ഇനിയുള്ള ജീവിതമെങ്കിലും നല്ല രീതിയിൽ നടത്താനും വേണ്ടിയിട്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വാമി പറയുന്നത്, നിങ്ങളിൽ പല ആളുകളും ചെറിയ കുറ്റങ്ങള് അതുപോലെ ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ടൊക്കെ ആയിരിക്കും ജയിലിൽ വന്നിട്ടുണ്ടാവുക. എന്നാൽ നിങ്ങൾ കൊലപ്പെടുത്തിയത് അവരുടെ ശരീരത്തെ മാത്രമായിരിക്കും. എന്നാൽ അവരുടെ ആത്മാവ് വേറെ ആരുടെങ്കിലും ശരീരത്തിലെ ഈ ലോകത്ത് പല ഭാഗത്തും ജീവിക്കുന്നുണ്ടാവും. അത് കേട്ടപ്പോൾ ആ ഒരു കാര്യമില്ലേ നമ്മുടെ രാംജിയുടെ മനസ്സിൽ ആഴത്തിൽ പതിയാണ്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നാട്ടിൽ നിന്ന് കുറെ ദൂരെ ഒരു കെമിക്കൽ ഫാക്ടറിയിൽ ജോലിക്ക് കയറിയതാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം നമ്മുടെ റെഡ്ഡിയുടെ മകള് സുധയും ലവർ മഹേഷും ബൈക്കിൽ പോകുന്ന കാണുന്നത്. അവളെ കണ്ടപ്പോൾ തന്റെ ഭാര്യ ദിവ്യ പോലെ തന്നെ. അപ്പോൾ രാംജിയുടെ മൈൻഡില് ആ ഒരു സ്വാമി പറഞ്ഞ കാര്യം ഓർക്കാണ്. അതായത് തന്റെ ഭാര്യ ദിവ്യ തന്നെയാണ് സുധയായിട്ട് മറു ജന്മെടുത്തിട്ടുള്ളത്. അങ്ങനെ തന്റെ ഭാര്യയായിട്ട് സുധയെ കാണാൻ തുടങ്ങിയപ്പോൾ അവളെ എപ്പോഴും കാണാൻ വേണ്ടിയിട്ടാണ് കാർത്തികിന് പൈസയെ കൊടുത്ത് അവനെ സ്വാധീനിച്ച് അവന്റെ അമ്മാവനാന്ന് പറഞ്ഞ് ആ വീട്ടിൽ കയറി അവനെ കൊലപ്പെടുത്തിയിട്ട് ഡ്രമ്മിലിട്ട് അതേ വീട്ടിൽ സ്റ്റേ ചെയ്ത്. എന്നാൽ ഒരിക്കൽ കാർത്തികിന്റെ ഒരു ഫ്രണ്ട് ആ വീട്ടിലേക്ക് വന്നപ്പോൾ കാർത്തികിന്റെ ബോഡി കണ്ടിരുന്നു. അപ്പോൾ കാർത്തികിന്റെ ഫ്രണ്ടിനെയും നമ്മുടെ രാംജി കൊലപ്പെടുത്തിയതാണ്. അങ്ങനെ ഓരോ ദിവസവും ആ ഒരു വീട്ടിൽ നിന്ന് ദിവ്യ അങ്ങനെ നോട്ടുമിട്ടുകൊണ്ട് അവള് പഴയ പോലെ തന്നെ സ്നേഹിക്കല്ലേ തന്റെ ഭാര്യയായിരുന്നു എന്ന് അവളെ മനസ്സിലായി കൊടുക്കണമെന്നൊക്കെ രാംജി മണ്ടൻ ചിന്തയെടുത്ത് വെച്ചിട്ട് അവളെ പല സിറ്റുവേഷനിലും ഹെൽപ്പ് ചെയ്യുന്ന പോലെ അവസാനം മഹേഷിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് അവളെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയതായിരുന്നു. എന്നാൽ ഭാഗ്യത്തിന്
മഹേഷ് അവളെ രക്ഷപ്പെടുത്തിയില്ലേ. അങ്ങനെ മൈക്കിളിനോട് രാംജി പറയുന്നുണ്ട്, എനിക്ക് എന്റെ ഭാര്യ വേണം, അതിന് നീ എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യ്. എന്നാല് മൈക്കിളിന് ഇയാളെ ഇപ്പൊ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഒന്നും അറിയുന്നില്ല. അതേ സമയത്ത് അടുത്ത സീനില് നമ്മുടെ അർജുനെ കാണാന് അർജുന്റെ ലവർ ശ്രേയ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ നിങ്ങൾ അച്ഛനെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? അപ്പൊ അർജുൻ, എന്റെ അച്ഛന് നെക്സലെ ടീമായിട്ട് എന്തോ ബന്ധമുണ്ട്, ഞാനത് ചോദിച്ചിട്ട് അങ്ങനെ പറയുന്നുമില്ല, അപ്പൊ അതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, അതുവരെ കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെ. അപ്പോൾ കളക്ടർ ശ്രേയ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ അടുത്ത് അതിനുള്ള വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഉണ്ടോ? എന്നാൽ അർജുൻ, എവിഡൻസ് ഒന്നുമില്ല. എന്നൊരു കാര്യം ചെയ്യ്, നിങ്ങൾ എവിഡൻസ് ഒക്കെ റെഡിയാക്കിയിട്ട് അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോ. തൽക്കാലം ഞാൻ എന്റെ പേഴ്സണൽ ജാമ്യത്തില് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവാണ്. അങ്ങനെ അർജുന്റെ കൺമുമ്പില് അമ്മയപ്പനെ കൂട്ടിട്ട് മരുമോൾ പോവാണ്. അങ്ങനെ അർജുൻ വീട്ടിലെത്തിയപ്പോ അവിടെയില്ലേ ആ ഒരു താടിക്കാരനുണ്ട്. അവനെ കണ്ടപ്പോ കലിപ്പ് കയറിയിട്ട്, നീ എന്താണ് ഇവിടെ? അങ്ങനെ അവനെ പഞ്ഞിക്കിടുമ്പോ നമ്മുടെ ശ്രേയ പറയുന്നുണ്ട്, അർജുനെ നീ ഒന്ന് കേൾക്ക്, അവനെ വിട്, അവനല്ല നിന്റെ അമ്മയെ കൊലപ്പെടുത്തിയേ. അപ്പോ ആ ഒരു താടിയില്ലേ അവൻ ചില ഫ്ലാഷ് ബാക്ക് പറയാണ്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ അർജുന്റെ അമ്മയിലെ ഒരു സ്പെഷ്യൽ ടീമിനെ ഫോം ചെയ്തിട്ട് ഒരു കാട്ടില് നെക്സലേറ്റുകൾ ഉണ്ടെന്നുള്ള അറിവ് കിട്ടിട്ട് അവരെ പിടിക്കാൻ പോയതായിരുന്നു. അങ്ങനെ ആ ഒരു കാട്ടിലുണ്ടായിരുന്ന ഒരു നെക്സൽ ഗ്യാങ്ങിനെ തന്നെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്താണ്. എന്നിട്ട് അതിൽ കുറച്ചാളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് അവിടെ ഒരു ചെറിയ പയ്യനെ കാണുന്നത്. അവൻ വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ഈ താടി തന്നെയായിരുന്നു. അവന്റെ കയ്യിലും ഒരു ഗണ്ണുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ അവന്റെ അച്ഛനും അമ്മയൊക്കെ നെക്സലേറ്റ് ആയതുകൊണ്ട് തന്നെ അവനും ഈ ടീമിൽ വളർന്നതാണ്. അപ്പോൾ നിനക്ക് ഈ ഗണ്ണിന്റെ ആവശ്യമില്ല, നിനക്ക് ഫ്രീഡത്തോടെ സമാധാനത്തില് വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് നല്ലൊരു മനുഷ്യനെ ജീവിക്കാൻ നോക്ക്. അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്യാതെ അവിടുന്ന് പറഞ്ഞയച്ചതാണ്. എന്നാൽ താടി ചെറുപ്പം മുതലേ ആ ഒരു നെക്സൽ കൂട്ടത്തിൽ വളർന്നതല്ലേ. ഹീറോയുടെ അമ്മ പറഞ്ഞതുപോലും കേൾക്കാതെ വീണ്ടും അതേ കൂട്ടത്തിൽ ചേർന്നിട്ട് വീണ്ടും അവരുടെ വിപ്ലവം അവർ നടത്താൻ തുടങ്ങിയതാണ്. എന്നാൽ ആ ഒരു ടീമിൽ രക്ഷപ്പെട്ട ആളുകളില്ലേ, അവരുടെ കുടുംബത്തെ അച്ഛനെയും അമ്മയൊക്കെ കൊലപ്പെടുത്തിയ നമ്മുടെ ഹീറോന്റെ അമ്മയെ കൊല്ലാന് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അവരെ കൊല്ലാനായിട്ട് പോയതാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ താടി ഉണ്ടായിരുന്നു. എന്നാൽ താടിക്ക് അറിയില്ലായിരുന്നു ഹീറോന്റെ അമ്മയാണ് കൊല്ലാൻ പോകുന്നത്. അവരെ കണ്ടപ്പോ തന്നെ ആ കൂട്ടത്തിൽ നിന്ന് അന്ന് രക്ഷപ്പെടുത്തി വിട്ടത് അവരാണെന്ന് മനസ്സിലായപ്പോ ആരും ഷൂട്ട് ചെയ്യല്ലേ. അങ്ങനെ അവരുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നതിനുള്ളിൽ തന്നെ ആ കൂട്ടത്തില് ഏതോ ഒരുത്തിനില്ലേ ഹീറോയുടെ അമ്മയുടെ നെഞ്ചില് വെടിയുതിർത്തതാണ്. എന്തിനാടാ ഈ പാവത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിച്ച് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. അതിനുള്ളില് നമ്മുടെ അർജുന്റെ അമ്മ മരണപ്പെട്ടു പോയിരുന്നു. എന്നാൽ അതിനുശേഷം താടിക്കാരന് വല്ലാതെ കുറ്റബോധമായിട്ട് തന്നെ നല്ലൊരു വഴിയിലേക്ക് നടത്താൻ ഹെൽപ്പ് ചെയ്ത ആ ഒരു പാവമേടത്തെ തന്നെ കൊലപ്പെടുത്താന് നെക്സൽ ടീമിനോട് കൂട്ടുന്നില്ലേ. ഇനി ഒരിക്കലും എനിക്ക് നെക്സൽ ടീം വേണ്ട. അങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്ന് അവൻ വിട്ടുപോയതാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മരണപ്പെട്ട നിർമ്മലയിലെ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്നാണ്. അതായത് നിർമ്മലയിലെ ഒരു മൈനിങ് കമ്പനിക്കെതിരെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താടി നെക്സൽ ടീമിൽ നിന്ന് വന്ന ശേഷവും ജനങ്ങൾക്ക് സമൂഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ നിർമ്മലയ്ക്ക് ആ ഒരു മൈനിങ് കമ്പനി ആ നാടിനെ കുട്ടിച്ചോറാക്കുന്ന എല്ലാ രഹസ്യവും താടിയാണ് പറഞ്ഞു കൊടുത്തത്. നമ്മുടെ നിർമ്മല ആരാന്ന് വെച്ചാൽ ഒരു റിപ്പോർട്ടറാണ്. അങ്ങനെ സമരമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ താടി ആ ഒരു നെക്സൽ ടീമിൽ നിന്ന് മാറി വന്നെങ്കിലും അന്ന് പോലീസുകാരി വാണിമേടത്തെ ആരായിരുന്നു കൊലപ്പെടുത്തിയെന്ന് അവൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു രഹസ്യം മനസ്സിലാവുന്നത്. അതായത് അന്ന് വാണിമേടത്തെ ഷൂട്ട് ചെയ്തത് നെക്സലേറ്റ് ടീമിലെ ആരും ആയിരുന്നില്ല, പുതുതായിട്ട് ആ ഒരു ടീമിൽ ചേർന്ന ഒരു ബീഹാറുകാരനായിരുന്നു. അപ്പോൾ അവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം, അവന്റെ ലക്ഷ്യം എന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് നമ്മുടെ താടിയുടെ ഫ്രണ്ട് വന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ബീഹാറുകാരനെ തേടി പിടിച്ചിട്ട് അവന്റെ നെറ്റിയിൽ കണ്ണുവെച്ചിട്ട് പൊന്നുമോനെ മര്യാദക്ക് പറഞ്ഞു, ആരാടാ നമ്മുടെ ടീമിൽ ചേർന്നിട്ട് വാണിമേടത്തെ കൊല്ലാൻ നിനക്ക് ഓർഡർ തന്നെ. അപ്പോൾ അവൻ അതൊരു രാഷ്ട്രീയക്കാരന്. അങ്ങനെ അയാളുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ആ ഒരു ബീഹാർക്കാരനെയും ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് നേരെ ആ രാഷ്ട്രീയക്കാരുടെ അടുത്ത് പോയിട്ട് താൻ എന്തിനാടോ വാണിമേടത്തെ കൊലപ്പെടുത്താൻ പറഞ്ഞേ. അപ്പോൾ അയാള് വേറൊരു രാഷ്ട്രീയക്കാരനെ കാണിച്ചു കൊടുക്കാണ്. അപ്പോൾ പിന്നെ ഇയാളുടെ ആവശ്യമില്ല, അപ്പോൾ അയാളും തീർക്കാണ്. അങ്ങനെ അയാൾക്ക് ഇൻഫർമേഷൻ കൊടുത്ത ആ ഒരു നേതാവിനെ പിടിക്കാന് അയാളുടെ പിന്നാലെ പോകുമ്പോൾ അങ്ങേര് കാറിൽ രക്ഷപ്പെട്ടു പോവാണ്. അതിനിടയിലാണ് ആ വഴി വന്ന നമ്മുടെ ഹീറോയുടെ ബൈക്കിൽ ഗണ്ണുമായിട്ട് അവൻ ചാടി കയറുന്നതും എന്നാൽ പോലീസുകാരനായ ഹീറോ അവനെ പഞ്ഞു കെട്ടിട്ട് ഒരു വീട്ടിൽ കൊണ്ടുപോയി അടയ്ക്കുന്നതും. അങ്ങനെ താടി നടന്ന എല്ലാ കാര്യങ്ങളും പറയാണ്. അപ്പോൾ അർജുന്റെ ഉള്ളില് അപ്പോൾ നീയും എന്റെ അമ്മയെ കൊലപ്പെടുത്തിയവരുടെ പിന്നാലെ ആയിരുന്നല്ലേ. അങ്ങനെ അടുത്ത സീനില് നമ്മൾ കാണുന്നത് ഭരത്തിന്റെ ഒരു HOD സാറില്ലേ, അങ്ങേരുടെ ലൊക്കേഷൻ നമ്മുടെ അർജുന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അങ്ങേരെ മീറ്റ് ചെയ്തിട്ട് ശരിക്ക് ഭരത്തിന് എന്താ സംഭവിച്ചേ. അപ്പോൾ HOD അതായത് ഭരത് നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നു, എന്നാൽ എങ്ങനെയോ ഡ്രഗ്സിന് അഡിക്റ്റ് ആയ ശേഷം അവൻ കുറേയധികം കളവുകള് അതുപോലെ ചെയിൻ സ്നാച്ചിങ് ഒക്കെ നടത്താൻ തുടങ്ങി. അങ്ങനെ ജയിലിൽ അറസ്റ്റിലായപ്പോൾ അവനെ നേർവഴിയിലാക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് പോയി ആ ഒരു സ്റ്റേഷനിലുണ്ടായിരുന്ന ഇൻസ്പെക്ടർ വിനോദ് സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. കാരണം ഭരത് അവൻ ചെറിയ പയ്യനല്ലേ, പഠിക്കുന്ന സമയത്ത് ഇതുപോലെ അറസ്റ്റിലായി കഴിഞ്ഞാൽ അവന്റെ ലൈഫ് തന്നെ ഇല്ലാതാവില്ലേ. അങ്ങനെ വിനോദ് സാറിന്റെ സമ്മതത്തോടുകൂടിയാണ് ഭരതിനെ ഞാൻ റിലീസ് ചെയ്തിട്ട് അവനൊരു ഡി അഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ചെയ്യുന്നതും പതിയെ അവന്റെ അഡിക്ഷനിൽ നിന്ന് അവൻ റിക്കവറായി വരികയും ചെയ്യുന്നു. എന്നാൽ ആ സമയത്താണ് നിർമ്മല എന്ന ഒരു പെൺകുട്ടിയെ ഭരത് കൊലപ്പെടുത്തിയെന്ന കേസ് വരുന്നത്. എന്നാൽ നിർമ്മല കൊലപ്പെടുന്ന സമയത്ത് ഭരത് ആ ഒരു ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു. എന്നാൽ കുറച്ചു നാളിന് ശേഷമാണ് ആ ഒരു സ്റ്റേഷനിലുണ്ടായിരുന്ന SI വിനോദിന് പകരമായിട്ട് SI ലോകേഷ് ആ ഒരു സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നത്. അപ്പോൾ അങ്ങേര് വന്നപ്പോൾ ആദ്യം ലീഡ് ചെയ്യുന്ന കേസ് ഏതാ,
നിർമ്മലയുടെ മർഡർ കേസാണ്. അപ്പോൾ വന്ന ഉടൻ തന്നെ ഒന്ന് ഷൈൻ ചെയ്യാൻ ആ കേസ് ആരുടെയെങ്കിലും തലയിൽ വെച്ചു കൊടുക്കാൻ ശരിക്കുള്ള കുറ്റവാളികളുടെ പിന്നാലെ പോകാൻ മടിയായിട്ട് നിലവിലെ സ്റ്റേഷനിൽ ഈ ഇടക്ക് അടുത്തായിട്ട് അറസ്റ്റ് ആയിട്ടുള്ള കുറ്റവാളികളുടെ ലിസ്റ്റ് നോക്കിയപ്പോൾ അതിൽ ഭരത്തുണ്ടായിരുന്നു. ഭരത്തിനാണെങ്കിൽ ചോദിക്കാനും പറയാനും അധികം ആരുമില്ല, സ്റ്റുഡന്റും അല്ലേ. അപ്പോൾ അവനെ തന്നെയാണ് ഈസി ആയിട്ട് അകത്തിടാൻ പറ്റുക. അങ്ങനെ ലോകേഷ് പ്ലാനൊക്കെ ചെയ്ത് നേരെ എച്ചോടിയുടെ വീട്ടിൽ വന്ന് ഭരത്തിനെ അന്വേഷിക്കുമ്പോൾ അവൻ പുറത്തു പോയതാ. അപ്പൊ എച്ചോടി അല്ല എന്തിനാ ഇപ്പൊ അവൻ അന്വേഷിക്കുന്നത്, എന്തിനാന്നോ? അവൻ കുറെ അധികം പെൺകുട്ടികളുടെ ചെയിൻ സ്നാച്ച് ചെയ്തിട്ടില്ലേ, അതുപോലെ ഒരു പെൺകുട്ടിയുടെ ചെയിൻ സ്നാച്ച് ചെയ്യാൻ അവളുടെ വീട്ടിൽ കയറിയപ്പോ അവളതിന് സമ്മതിച്ചില്ല. അവൾ എതിർത്തപ്പോ അവളെ കൊലപ്പെടുത്തിയിട്ടാണ് അവനവിടുന്ന് പോകുന്നത്. അപ്പോൾ ഭരത്തിന്റെ റൂം എവിടെയാ? അങ്ങനെ ആ ഒരു റൂമിൽ കയറിയിട്ട് ഭരത്തിന്റെ ബാഗ് എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ നിർമ്മലയുടെ ചെയിൻ വെച്ചിട്ട് ചെയിൻ കണ്ടുപിടിച്ച പോലെ കണ്ടില്ലേ, ഈ ഒരു ചെയിന് വേണ്ടിയിട്ടാണ് ആ ഭരത്ത് ആ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞ. അവനെ ഞാൻ വെറുതെ വിടില്ല. എന്നാൽ ലോകേഷിന്റെ കയ്യിലിരിപ്പ് കാണുമ്പോൾ തന്നെ എച്ചോടിക്ക് കാര്യം മനസ്സിലായിട്ടില്ലേ, അതായത് ഇയാൾ ഓൾറെഡി എന്തോ ചതിയുടെ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പതി അവിടുന്ന് മാറിയിട്ട് നമ്മുടെ ഭരത്തിനെ വിളിച്ച കാര്യം പറയണേ, ദയവ് ചെയ്ത് നീ ഇപ്പം ഇങ്ങോട്ട് വരല്ലേ, കാരണം പോലീസ് നിന്നൊരു കേസിൽ കൊടുക്കാൻ പോവാണ്. എന്നാൽ എച്ചോടി പറയുന്നത് ലോകേഷ് കണ്ടിട്ടുണ്ടായിരുന്നു അയാളുടെ തലക്കടിച്ച് ബോധം കെടുത്താണ്. എന്നാൽ അലറി വിളിച്ചിട്ടല്ലേ അങ്ങനെ താഴെ വീഴുന്നേ. ആ ശബ്ദം കേട്ടപ്പോൾ ഭരത്തിന് എച്ചോടിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പായിട്ട് ഓടി വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ എച്ചോടിയുടെ തല പൊളിഞ്ഞിട്ട് രക്തം ഒലിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലോകേഷ് പൊന്നുമോനെ മര്യാദക സ്റ്റേഷനിലേക്ക് നടന്നു. എന്നാൽ ഭരത്ത് സാറേ എങ്ങോട്ട് വേണേലും വരാം, അതിനു മുമ്പ് എച്ചോടി സാറിനെ രക്ഷപ്പെടുത്ത്, രക്തം ഒലിക്കുന്ന നാട്ടില്ലേ, അയാൾ ചത്താൽ എനിക്കൊരു കുഴപ്പമില്ല, നീ സ്റ്റേഷനിലേക്ക് നടക്ക്. എന്നാൽ ലോകേഷിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അയാൾ അടിച്ച് താഴെയിട്ടിട്ട് ലോകേഷിന്റെ ഗണ്ണു എടുത്ത് തലയിൽ മുറിവ് പറ്റിയ എച്ചോടിയെ തന്റെ ബൈക്കിന് നടുവിലിരുത്തിയിട്ട് ഫ്രണ്ടുമായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. അതിനിടയിലാണ് നമ്മുടെ മൈക്കിളിന്റെ ബൈക്കിന് മുമ്പിൽ പെട്ടുവന്നത്. അങ്ങനെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം ഓൾറെഡി പോലീസുകാരൻ ലോകേഷിന്റെ തല്ലിയില് അതുപോലെ ഭരത്തിന്റെ പേരിൽ കൊലക്കേസും അയാൾ വെച്ചു കൊടുത്തില്ലേ. അപ്പോൾ പോലീസിനെ പിടികൊടുക്കാതിരിക്കാനാണ് ഒളിച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാ കാര്യവും നമ്മുടെ എച്ചോടി അർജുനോട് പറയാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഭരത്തിനെയും ഫ്രണ്ടിനെയും കമ്മീഷണർ കൂട്ടിക്കൊണ്ടുവന്നിരുന്നില്ലേ. അങ്ങനെ ഭരത്തിന്റെ അടുത്ത് പഞ്ഞുകിട്ടിട്ട് അവനെ കൊണ്ട് തന്നെ സമ്മതിപ്പിച്ച് ഭരത്ത് തന്നെയാണ് നിർമ്മലയെ കൊന്നതെന്ന് എഴുതി വാങ്ങിപ്പിക്കുകയാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ അർജുനെ കാണാൻ ഒരു റിപ്പോർട്ടർ വരികയാണ്. ഇങ്ങനെ കുറെ വർഷമായിട്ട് പത്രത്തിൽ വർക്കിയാണ്. നമ്മുടെ അർജുന്റെ അമ്മ ACP ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അവരുടെ ഇന്റർവ്യൂ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ റിപ്പോർട്ടർ പറയുന്നുണ്ട് 2002 നിങ്ങളുടെ അമ്മ ഒരു 800 കോടി കള്ളപ്പണമില്ലേ കണ്ടുകെട്ടിയിട്ട് ഒരു ഫാക്ടറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടായിരുന്നു. എന്നാൽ അടുത്ത ദിവസം തന്നെ ആ ഒരു ഫാക്ടറിക്ക് തീ പിടിച്ചിട്ട് ആ ഒരു 800 കോടിയും കത്തിപ്പോയി എന്നുള്ള ന്യൂസാണ് വരുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാ, ആ ഒരു ഫാക്ടറിയിൽ പൈസ വെച്ചുടൻ തന്നെ ആ ഫാക്ടറി കത്തിയിട്ടുണ്ടെങ്കിൽ ആരോ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു പൈസ അവിടെ അടിച്ചു മാറ്റാൻ വേണ്ടി ഫാക്ടറി കത്തിച്ചത്. അപ്പോൾ നമ്മുടെ അർജുനില്ലേ നിലവിലുള്ള ആ ഒരു കേസിന്റെ എല്ലാ ഭാഗവും ആദ്യം മുതൽ വീണ്ടും ഒന്ന് റീകളക്ട് ചെയ്യാണ്. അപ്പോൾ അർജുന് ഒരു സംശയം വരുന്നുണ്ട്, അതായത് ഭരത് നിരപരാധിയാണ്, പിന്നെ പെട്ടെന്ന് കമ്മീഷണർ എന്തിനാ ഭരത്തിന്റെ കേസ് ഏറ്റെടുത്ത് അവൻ ഈ കേസിൽ കൊടുക്കാൻ നോക്കുന്നത്. അതുപോലെ തന്നെ നിർമ്മലയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില ആളുകൾ ആ വീട്ടിൽ കയറിയില്ലേ, അവര് കളവ് നടത്താൻ വന്നതാണെങ്കിൽ ആ വീട്ടിൽ വിലപിടിപ്പുള്ള സ്വർണങ്ങളും പല സാധനങ്ങളും ഉണ്ടായിട്ടും നിർമ്മലയുടെ ഫോണും ലാപ്ടോപ്പും മാത്രം അവരെന്താ അവിടെ നിർത്തിട്ട് പോയേ. അങ്ങനെയാണെങ്കിൽ ആ വന്ന ആളുകൾക്ക് ആ ഫോണിലോ ലാപ്ടോപ്പിലുള്ള എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവര് നിർമ്മലയെ കൊലപ്പെടുത്തിയിട്ട് ആ ഒരു വസ്തുക്കളും കൊണ്ട് പോയത്. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിർമ്മലയുടെ അച്ഛനെ മീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ചോദിക്കുമ്പോൾ നിർമ്മലയ്ക്ക് ആ ഒരു അപകടം സംഭവിക്കുന്നതിന് മുൻപ് അവളൊരു സമരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ അവളെ കണ്ടപ്പോൾ തന്നെ അവൾക്കൊരു ചായ ഞാൻ എടുത്തിട്ട് വന്നപ്പോൾ എന്റെ കയ്യിൽ നിന്ന് താഴെ വീണുപോയി. അപ്പോൾ എന്താ അച്ഛാ പറ്റിയെന്ന് പറഞ്ഞ് അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ സാധാരണ അവൾ എപ്പോൾ വരുമ്പോഴും അവളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടാവാറുണ്ട്. എന്നാൽ അന്ന് അവളുടെ ബാഗ് ഞാൻ കണ്ടില്ല. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു മുഖംമൂടി അണിഞ്ഞ ആളുകൾ വരുന്നതും എന്റെ മകളെ എന്റെ കൺമുമ്പിൽ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്. അപ്പോൾ അർജുനൊരു സംശയമുണ്ട്, അതായത് അന്ന് അവൾ വന്ന ആ വണ്ടിയിൽ ആ ബാഗ് ഉണ്ടെങ്കിലോ. അങ്ങനെ വണ്ടിയിൽ നോക്കുമ്പോൾ ബാഗ് ഉണ്ട്. ആ ബാഗിലെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ 2001 മോനിക്ക എന്ന ഏതോ ഒരു ലേഡിയുടെ അക്കൗണ്ടിൽ എത്രത്തോളം പൈസ ഉണ്ടെന്നുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ആണ്. അതിൽ ചെറിയ ട്രാൻസാക്ഷൻസ് ഒരു 6000, 8000 അങ്ങനെയൊക്കെയുള്ളൂ. എന്നാൽ ഈ മോനിഷ് ആരാന്ന് വെച്ചാൽ നിർമ്മല മരണപ്പെടുന്നതിന് മുൻപ് ഒരു മൈനിങ് കമ്പനിക്കെതിരെ പോരാട്ടം നടത്തിയിരുന്നില്ലേ, അതേ കമ്പനിയുടെ ഓണർ ആയിരുന്നു. അപ്പോഴാണ് അടുത്ത സ്ലിപ്പ് നോക്കുമ്പോൾ മോനിക്കയുടെ അക്കൗണ്ടിൽ 2002 ആയപ്പോൾ 100 കോടി രൂപ വരികയാണ്. ഒരു വർഷം മുമ്പ് 8000 ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ ഒറ്റ വർഷത്തിനുള്ളിൽ എങ്ങനെയാ 100 കോടി വരിക? അതായത് മോനിക്ക 2001 ആ മൈനിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, 2002 ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ആ പൈസ എവിടുന്ന് കിട്ടിയേ? അങ്ങനെയാണെങ്കിൽ ഈ മോനിഷ ആരാണെന്ന് ഒന്ന് അന്വേഷിക്കണല്ലോ. അങ്ങനെ മോനിഷ ആരാന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ അർജുൻ മാത്രമല്ല നമ്മളടക്കം ഷോക്കായി പോകുന്നത്. അത് വേറെ ആരുമല്ല, ഇപ്പോഴത്തെ കമ്മീഷണറില്ലേ അങ്ങേരുടെ ഒരു സീക്രട്ട് ഗേൾ ഫ്രണ്ട് ആണ്. അതായത് നമ്മുടെ ഹീറോയുടെ അമ്മയിലെ 800 കോടി രൂപ ഒരു ഫാക്ടറിയിൽ സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്തിരുന്നില്ലേ. എന്നാൽ ആ സമയത്ത് നമ്മുടെ കമ്മീഷണർ ആ പൈസ അടിച്ചു മാറ്റാൻ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഫാക്ടറിക്ക് തീ പിടിച്ചാന്ന് പറഞ്ഞ് ആ ഒരു പൈസ അടിച്ചിട്ട് 100 കോടി തന്റെ ഗേൾ ഫ്രണ്ടിന് ഒരു ഫാക്ടറി തുടങ്ങാനായിട്ട് അയച്ചു കൊടുത്തതാണ്. ബാക്കി പണില്ലേ ബീഹാറിലുള്ള രാഷ്ട്രീയക്കാർക്ക് അയച്ചു കൊടുത്തതാണ്. അതായത് അതേ പൊളിറ്റീഷ്യൻസിന്റെ പൈസ തന്നെ
തന്നെയായിരുന്നു നമ്മുടെ ഹീറോയുടെ അമ്മ അന്ന് സീസ് ചെയ്തത്. അന്ന് ആ ഒരു 100 കോടി തന്റെ ഗേൾഫ്രണ്ടിന് കമ്മീഷൻ കൊടുത്തില്ലേ, അത് ആ പൊളിറ്റീഷ്യൻസ് കമ്മീഷൻ കൊടുത്തതാണ്. എന്നാൽ ഹീറോയുടെ അമ്മയിലെ ഈ രഹസ്യങ്ങളെ കണ്ടുപിടിച്ചപ്പോ പുറത്ത് ആരും അറിയാതിരിക്കാനാണ് അവരെ ആളെ വെച്ച് കമ്മീഷണർ കൊല്ലിപ്പിക്കുന്നത്. ഇപ്പോ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, അതായത് കമ്മീഷണർ തന്നെ വന്നിട്ട് ഭരത്തിന്റെ തലയില് നിർമ്മലയുടെ കേസ് എന്തിനെ വെച്ചുകൊടുക്കാൻ നോക്കുന്നേ. അതായത് കമ്മീഷണറിനും ഗേൾഫ്രണ്ടിനും അതുപോലെ അവരുടെ മൈനിങ് കമ്പനിക്കും ഹീറോയുടെ അമ്മയുടെ കൊലപാതകത്തിലും ആ ഒരു കള്ളപ്പണത്തിന്റെയും പിന്നിലെ ബന്ധം നമ്മുടെ നിർമ്മല കണ്ടെത്തിയിരുന്നു. അപ്പോൾ അവളെയും കൊന്നത് നമ്മുടെ കമ്മീഷണർ തന്നെയാണ്. അടുത്ത സീനില് നമ്മൾ കാണുന്നത് ഒരു പെൺകുട്ടി അർജുനെ കാണാൻ വന്നിരിക്കുകയാണ്. ഇവളുടെ പേര് നെസറിയ. ഇവൾ ആരാന്ന് വെച്ചാല് അക്ബറിന്റെ കൂടെ ആ ഒരു ടെററിസ്റ്റ് ടീമിൽ തന്നെ കയറിയിട്ട് അതിലൊരുത്തിനെ കല്യാണം കഴിച്ച് അവരുടെ ടീമിലെ എല്ലാ പ്ലാനും അക്ബറിന് ചോർത്തി കൊടുത്തത് നമ്മുടെ നെസറിയായിരുന്നു. ആ ഒരു ടീമിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്തിട്ട് നമ്മുടെ അക്ബറിന് അയച്ചു കൊടുത്തിരുന്നില്ലേ, അതിൽ ഒരു വീഡിയോ അല്ലേ നമ്മുടെ ഹീറോയും കണ്ടത്. അപ്പോൾ നെസറി എന്തിനാ ഇപ്പോൾ നമ്മുടെ അർജുനെ കാണുമെന്ന് വെച്ചാൽ ആ ഒരു ടെററിസ്റ്റ് ടീമിലെ ഒരു വലിയ ബ്ലാസ്റ്റിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു ടീമിന്റെ ലൊക്കേഷൻ, ആ ഒരു ഹെഡ് ഉള്ളത് എവിടെയാന്ന് നെസറിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ നാടിനെ രക്ഷിക്കാനായിട്ട് ആ ഒരു ആപത്ത് തടുക്കാൻ ഉടനെ തന്നെ അവരുടെ ബ്ലാസ്റ്റ് പ്ലാനിലെ അത് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ നമ്മുടെ അർജുനും ടീമും തീവ്രവാദി നേതാവുള്ള ആ ഒരു ബിൽഡിംഗ് ചുറ്റി വളയാണ്. എന്നിട്ട് തീവ്രവാദി നേതാവ് ഷായില്ലേ അവന് നെറ്റിയിൽ പൊട്ടിച്ച് തീർത്ത് കളയാണ്. അതേ സമയത്ത് നമ്മുടെ മൈക്കിളിലെ നേരെ MLA റെഡ്ഡിയുടെ വീട്ടിൽ വന്നിട്ട് റെഡ്ഡിയെ ക്രൂരമായിട്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്താണ്. അല്ല മൈക്കിൾ എന്താ ചെയ്യുന്ന നോക്കുമ്പോ അവന്റെ കൂടെ തന്നെ ആ ഒരു രാംജി ഉണ്ട്. അതായത് രാംജിയുടെ ഭ്രാന്തിനെ അവന്റെ ലവറാന്ന് പറയുന്ന സുധയില്ലേ അവളെ രാംജിയോട് അയക്കാൻ വേണ്ടിയിട്ട് മൈക്കിളും രാംജിയും ചേർന്നിട്ട് MLAയുടെ അടയാളക്കാരെ മുഴുവനായിട്ട് കൊന്നു തള്ളാണ്. അപ്പോൾ അവരെയും സുധയെ രക്ഷിക്കാൻ വന്ന നമ്മുടെ മഹേഷിനെയും അവർ കൊലപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവസാനം സുധയെ അവർ തട്ടിക്കൊണ്ടു പോവാണ്. എന്നിട്ട് നമ്മുടെ മൈക്കിളിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് അന്ന് തന്റെ ഭാര്യയ്ക്ക് ആ അപകടം സംഭവിച്ചപ്പോൾ വെള്ള ഹെൽമെറ്റിൽ ബൈക്ക് ഓടിച്ചു പോയത് നമ്മുടെ ഹീറോ അർജുൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ കേസ് വേഗം ക്ലോസ് ചെയ്യാൻ നോക്കുന്നത്. എന്നിട്ട് മൈക്കിള്, അല്ല സാറേ, ഒരു ചെറിയ ആക്സിഡന്റ് കേസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ അർജുന് കാര്യം മനസ്സിലായിട്ടുണ്ട്. കുറച്ചു നേരത്തെ മൈക്കിള് വെല്ലുവിളിച്ചിട്ടല്ല പോയത്. അതിനുശേഷം MLAയുടെ കുടുംബം തന്നെ ചിന്ന പിന്നായില്ലേ. അപ്പോൾ സുധയെ ഉറപ്പായിട്ടും ഇവൻ തന്നെയായിരിക്കും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവുക. അപ്പോൾ അവന്റെ ലൊക്കേഷൻ ചോദിക്കുമ്പോൾ മൈക്കിളും ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ അവനെ ലോക്ക് ചെയ്യാനായിട്ട് അവന്റെ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ മൈക്കിൾ ആണെങ്കിൽ ഹീറോയെ അടിച്ച് ലോക്ക് ചെയ്യാണ്. എന്നിട്ട് മൈക്കിള്, പൊന്നു സാറേ, നീ തന്നെ എന്റെ ഭാര്യയുടെ ആ അപകടത്തിന് കാരണമായിട്ട് ഈ കേസ് വേഗത്തിൽ ക്ലോസ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുക. എന്നാൽ അർജുൻ, നീ എന്താടാ പറയുന്നേ? അന്ന് സംഭവിച്ചത് വേറെയാ. എന്നാൽ ആ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞാല് അത് മനസ്സിലാക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല ഇപ്പൊ നീയുള്ളേ. അപ്പോഴാണ് മൈക്കിൾ ഒരു കോൾ വരുന്നത്. അതായത് ഹോസ്പിറ്റലിൽ നിന്നാണ് അവന്റെ ഭാര്യ ജെസിക്ക് ബോധം തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ മൈക്കിളിന് സന്തോഷം സഹിക്കാൻ പറ്റാതെ ഞാനിത് വരികയായി. എന്നാൽ അതേ സമയത്ത് രാംജി തന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് സുധിയെ തട്ടിക്കൊണ്ട് വന്നിരുന്നില്ലേ, അവള് കയ്യിലൊരു കത്തി എടുത്തിട്ട് രാംജിയുടെ നെഞ്ചില് കുത്തി ഇറക്കാണ്. ആ കാഴ്ച കണ്ടപ്പോ അർജുനില്ലേ അവന്റെ കയ്യിലെ കെട്ടൊക്കെ വലിച്ചൂരിയിട്ട് ആ ഒരു പെൺകുട്ടിയെ മൈക്കിള് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവനെ ലോക്ക് ചെയ്ത് നോക്കുമ്പോൾ അവന്റെ കയ്യിലെ ഗണ്ണ് വെച്ച് നമ്മുടെ അർജുനെ ഷൂട്ട് ചെയ്തിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. അപ്പോൾ ആ ഒരു സുധയാണ് നമ്മുടെ അർജുനെ ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. എന്നാൽ ഭാഗ്യത്തിന് അർജുന് പ്രത്യേകിച്ച് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ അർജുനോട് അർജുന്റെ ടീം ഒരു രഹസ്യം പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് അർജുന്റെ അമ്മയെ കൊലപ്പെടുത്തിയത് കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു വാടക കൊലയാളായിരുന്ന ഇപ്പോൾ കുറച്ചു മുൻപ് നമ്മുടെ അർജുൻ നെറ്റിയിൽ പൊട്ടിച്ചു കൊന്ന തീവ്രവാദി ഹെഡ് ഷായില്ലേ അങ്ങേര് തന്നെയായിരുന്നു. ആ ഒരു രഹസ്യം അറിഞ്ഞപ്പോ നമ്മുടെ അർജുന് സമാധാനമാവുന്നുണ്ട്. അതായത് തന്റെ അമ്മയെ കൊന്നവനെ കർമ്മ തന്റെ കൈകൊണ്ട് തന്നെ കൊല്ലിച്ചില്ലേ. അങ്ങനെ പതിയെ അർജുന്റെ പരിക്കുകളൊക്കെ മാറാണ്. അങ്ങനെ കുറെ നാളായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ച നമ്മുടെ അർജുന്റെ ബോഡിയിലെ എല്ലാവിധ മതപരമായ ചടങ്ങ് നടത്തിയിട്ട് ഖബറടക്കം ചെയ്യാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ മൈക്കിളിലെ അവന് പുറത്തു വരാൻ പറ്റാതെ പല സ്ഥലത്തും രഹസ്യമായി ഒളിച്ച് താമസിക്കുകയാണ്. അപ്പോൾ മൈക്കിളിന്റെ മനസ്സിൽ ഒരു ചിന്ത പോകുന്നുണ്ട്. അതായത് താൻ തന്റെ ജീവിതത്തിൽ ചെയ്ത പല നെറുകേടുകൾക്കും കർമ്മ തിരിച്ചു തന്ന അടിയാണ് തന്റെ ഭാര്യയ്ക്ക് ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചത്. അതെന്താ സംഭവം എന്ന് വെച്ചാല് കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ ഭരത്തൊരു ചുയിങ്കം വാങ്ങാൻ വന്നപ്പോൾ ഒരു പയ്യൻ ആ ചുയിങ്കം മാറ്റി കൊടുത്തിരുന്നില്ലേ, അത് വേറെ ആരുമല്ല ഈ ഒരു മൈക്കിള് തന്നെയായിരുന്നു. അന്ന് മൈക്കിളിന്റെ അനിയനാണ് നമ്മുടെ ഭരത്തിന്റെ ജാതിയും പറഞ്ഞിട്ട് എച്ചുടിയും കുറ്റപ്പെടുത്തി സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ചെയ്ത ചതി എന്താണെന്ന് വെച്ചാൽ തന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി സുധ വേറൊരു പയ്യനെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടും തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് JPയുടെ മകനെ കൊണ്ട് സുധയെ കല്യാണം കഴിപ്പിക്കാൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയില്ലേ. അപ്പോൾ വേറൊരു കല്യാണത്തിന് തന്റെ അച്ഛൻ ഒരുങ്ങാണെന്ന് മനസ്സിലായപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ രാംജിയെ പിന്നെ സുധ ഹെൽപ്പിന് വിളിക്കുന്നത്. അതിനുശേഷല്ലേ ആ ഒരു രാംജി സൈക്കോയും അവളെ തട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ അവൻ ചെയ്ത പല നെറുകേടുകൾക്കും
അവന് കിട്ടിയ കർമ്മയുടെ തിരിച്ചടിയാണ് ഭാര്യ നേരിട്ട ആക്സിഡന്റ്. എന്നാൽ അവിടെ അവസാനിച്ചിട്ടില്ല. ഇനിയും ഒരു കിടിലൻ ട്വിസ്റ്റ് ഉണ്ട്. അതായത് ജെസ്സിക്ക് മൈക്കിളിന് ഓർമ്മ വന്നില്ലേ, അങ്ങനെ ചർച്ചിലേക്കൊക്കെ പോയി പ്രേ ഒക്കെ ചെയ്തിട്ട് അവര് രണ്ടുപേരും ഒരു ബീച്ചരികിലെ കാറ്റ് കൊണ്ട് വെക്കുമ്പോൾ അവരുടെ ലൊക്കേഷൻ ഓൾറെഡി നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അർജുൻ ടീമോട് വന്നിട്ട് അവൻ അറസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അർജുനോട് മൈക്കിൾ പറയുന്നത്, എന്റെ ഭാര്യ അവളുടെ സങ്കടത്തിൽ നിന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് പതിയെ ഇപ്പോഴാണ് റിക്കവറായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്താല് അവള് മെന്റലി വല്ലാതെ ഡൗൺ ആയി പോകും. അവളുടെ കൺമുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യരുത്, നിങ്ങൾ മുന്നിൽ പോയിക്കോ, ഞാൻ പിന്നിലെ എന്റെ വണ്ടിയിൽ എന്തായാലും വന്നേക്കാം, ഇനി ഞാൻ എങ്ങോട്ടും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ മൈക്കിള് ജെസ്സിയെ വണ്ടിയിൽ കൂട്ടിയിട്ട് അവിടുന്ന് മുന്നിൽ പോവാണ്. പിന്നാലെ നമ്മുടെ ഹീറോയിൻ ടീമും അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോഴാണ് കഥയുടെ ആരംഭത്തില് ഒരു ആംബുലൻസ് ഡ്രൈവറിന് തന്റെ ഭാര്യ നഷ്ടപ്പെട്ടിരുന്നില്ലേ, അതേ ഡ്രൈവർ വീണ്ടും തിരിച്ച് ഇതേ നാട്ടിലേക്ക് വന്നിട്ടില്ലേ. അങ്ങനെ അവർ ആ റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജെസ്സിക്ക് എന്തോ ഒരു കാര്യം ഓർമ്മ വന്നിട്ട്, മൈക്കിളെ നീ ഒന്ന് വണ്ടി നിർത്ത്. അപ്പൊ പെട്ടെന്ന് ശ്രദ്ധ തെറ്റിയപ്പോ നേരെ മുന്നിൽ വന്ന ഒരു ആംബുലൻസിൽ അവന്റെ വണ്ടി പോയി അടിക്കാണ്. അതിലൊരു വലിയ ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആ അപകടത്തില് മൈക്കിൾ മരണപ്പെട്ടു പോണ്. എന്നാൽ ജെസ്സി ആണെങ്കിൽ ദൂരേക്ക് തെറിച്ച് വീണ് കിടക്കാണ്. അപ്പോൾ ആ ഒരു ആംബുലൻസ് ഡ്രൈവറാണ് അവളെ അവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ട് പോകുന്നത്. അതായത് തന്റെ ഭാര്യ റോഡരികില് ആരും ഹെൽപ്പ് ചെയ്യാതെ രക്തം മാറുന്നു മരിച്ചില്ലേ, അതുപോലെ ഇനി ആർക്കും അപകടം സംഭവിക്കാൻ പാടില്ല. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഫൈനൽ ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. കഥയുടെ ആരംഭത്തിൽ ആ ഒരു ആംബുലൻസ് ഡ്രൈവറുടെ വണ്ടി ഇടിച്ചു തെറിപ്പിച്ചത് വേറെ ആരും ആയിരുന്നില്ല. അന്ന് ആ വണ്ടി ഡ്രൈവ് ചെയ്തത് മൈക്കിളായിരുന്നു, കൂടെ ജെസ്സി ഉണ്ടായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ ജെസ്സി പറഞ്ഞിട്ടുണ്ട് അവർക്ക് നല്ല പരിക്കാണ്, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാന്ന്. എന്നാൽ മൈക്കിൾ ഒരു സ്വാർത്ഥനല്ലേ, ആ ആക്സിഡന്റ് ആരും കണ്ടിട്ടില്ല, ആരെങ്കിലും രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് അവനന്ന് അവരെ സഹായിക്കാതെ അവിടുന്ന് തിരിഞ്ഞു പോയത്. അങ്ങനെ നാളുകൾക്ക് ശേഷം ജെസ്സി ഗർഭിണിയായപ്പോൾ മൈക്കിൾ ഒരു ക്യാബ് ബുക്ക് ചെയ്തിരുന്നില്ലേ, ആ ഒരു ക്യാബ് ആക്സിഡന്റിലായിട്ടല്ലേ മൈക്കിളിന് തന്റെ ബൈക്ക് എടുത്ത് പോകേണ്ടി വന്നത്. ആ ഒരു ക്യാബ് ഡ്രൈവറും വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ഇതേ ആംബുലൻസ് ഡ്രൈവറായിരുന്നു. അതായത് മൈക്കിളിന്റെ കർമ്മ കൊണ്ട് ആംബുലൻസ് ഡ്രൈവറുടെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ജീവൻ എടുത്തില്ലേ. അപ്പോൾ കാലം തന്നെയാണ് അതേ ഡ്രൈവറെ കൊണ്ട് മൈക്കിളിനെ ബൈക്കിൽ ട്രാവൽ ചെയ്യിച്ചതും ആ ഒരു ആംബുലൻസ് ഡ്രൈവറുടെ ഭാര്യ പോലെ തന്നെ ഗർഭിണിയായിരുന്ന ജെസ്സിക്കും അപകടം സംഭവിക്കുന്നതും. അതായത് നിങ്ങൾ നെറുകേട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മ തന്നെ നിങ്ങളെ ഭാവിയിൽ ഹോണ്ട് ചെയ്യുന്ന കർമ്മ ഇസ് എ ബൂമറാങ് എന്നുള്ള ഒരു മെസ്സേജോട് കൂടെ ഈ കഥ എവിടെയാണ് ആരംഭിച്ചത് അതേ സ്ഥലത്ത് തന്നെ കഥ അവസാനിക്കുകയാണ്. അതായത് ഈ ഒരു കഥയിൽ പലരുടെ ജീവിതം പല വഴിക്ക് പോയിട്ട് അവസാനം എല്ലാം കൂടി ഒരേ പാതയിൽ വന്ന് കണക്ട് ആവുകയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു സീരീസ്? നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആവശ്യത്തിന് ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇതിലും അടിപൊളി സീരീസുകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതിലും അടിപൊളി മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.